ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കന്യാലയായ 40 കൂട്ടമിന്റെ സഹായത്തിൽ ഇന്ന് ദിവസം മദ്യപിച്ചിട്ടുള്ള എന്റെ പേര് ഷിബു. ആവശ്യമില്ല. ഹായ്. ഹായ് എല്ലാവർക്കും ഹായ് ഹായ്. ഹായ് ഹായ്. ഹായ് ഹായ് ഹായ്. ഏതായാലും നമ്മള് ഇതുവരെ പറഞ്ഞു തന്നത് ഇൻ ടു ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തി പദത്തിലേക്ക് എന്നുള്ള അധ്യായമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ചെറിയ സ്പീഡിൽ തന്നെയാണ് അത് പറഞ്ഞു തീർത്ത. അധ്യായത്തിൽ നിന്ന് കടക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. 4 ആഴ്ചയായിരുന്നു. അപ്പോൾ സ്പീഡിലായതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പറയാനും വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ജനറലായിട്ട് പറയേണ്ടതും ഒഴിച്ചുകൂടാനാവാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒന്ന്, സ്റ്റെപ്പ് 8 എന്താണ് അതിന്റെ മോട്ടീവ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ലക്ഷ്യം? ഈ സ്റ്റെപ്പ് 8ന്റെ ഉദ്ദേശം എന്താണ്? തീർച്ചയായും നമുക്കറിയാം, പേജ് നമ്പർ 77 പറയുന്നുണ്ട്, എ സിൻസിയർ ഡിസൈർ ടു സെറ്റ് റൈറ്റ് ദ റോങ്. അതായത് നമ്മുടെ തെറ്റായ, അബദ്ധം ചെയ്ത, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെശക് പറ്റിയ, അല്ലെങ്കിൽ നമ്മൾ ശരിയായി ചെയ്യാത്ത, അന്യായമായി ചെയ്ത, അല്ലെങ്കിൽ നമ്മുടെ തെറ്റായ വഴിയിൽ പോയ പല കാര്യങ്ങളും പാസ്റ്റിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മുൻകാല ജീവിതത്തിലുണ്ട്. അതിനെ ശരിയിലേക്ക് എത്തിക്കുക. അങ്ങനെയുള്ള ഒരു സിൻസിയർ ഡിസൈർ നമുക്കുണ്ട്. ആത്മാർത്ഥമായിട്ടുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു തീവ്ര അഭിലാഷത്തിനെയൊക്കെയാണ് സിൻസിയർ ഡിസൈർ എന്ന് പറയുന്നത്. അപ്പോ ആ മോഹം കൊണ്ടും ആണ് നമ്മൾ ഈ സ്റ്റെപ്പ് 8 ചെയ്യാൻ തയ്യാറാവുന്നത്. എൻ്റെ പഴയ കാലത്തെ എൻ്റെ അബദ്ധങ്ങള്, എനിക്ക് പറ്റിയിട്ടുള്ള തെറ്റായ വഴികള് നന്നാക്കി എടുക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്? ഇനി അങ്ങോട്ട് നമ്മൾക്ക് തെറ്റുകൾ പറ്റാതിരിക്കാനും പഴയ തെറ്റുകളിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളും സ്വീകരിക്കേണ്ടതുണ്ട്. ഇതിന്റെ ലക്ഷ്യങ്ങളല്ലാത്ത, അല്ലെങ്കിൽ റോങ് മോട്ടീവ്സ് എന്ന് പറഞ്ഞാല് ടു ബി അക്സെപ്റ്റഡ് ആണ്. എല്ലാവരും മൊത്തത്തിൽ നമ്മൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. എല്ലാവരും നമ്മളെ ടു ബി ലൈക്ഡ്, എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. ടു ബി റിവാർഡഡ്, എന്തെങ്കിലും പ്രതിഫലമോ പാരിതോഷികമോ സംഭാവനയോ ബഹുമതിയോ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ? അല്ല. ടു ബി കോംപ്ലിമെന്റഡ്, ആരെങ്കിലും നമ്മളെ അനുമോദിക്കും, അഭിനന്ദിക്കും, നമ്മൾ സ്തുതിവാക്ക് പറയും, നമ്മളെ വാഴ്ത്തും എന്നൊക്കെ വിചാരിച്ചിട്ടാണോ? അല്ല. ടു റൈറ്റ് ദെയർ റോങ്സ്, അവരുടെ, അല്ലെങ്കിൽ നമ്മളായിട്ട് തെറ്റ് ചെയ്ത, അല്ലെങ്കിൽ നമ്മളോട് തെറ്റ് ചെയ്തവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരോട് അത് പറയാനാണോ? അല്ലെങ്കിൽ അവർക്ക് നല്ല മാർഗം തെളിച്ചു കൊടുക്കാനാണോ? അല്ല. നമ്മളുടെ വഴിയാണ് ശരിയാക്കുന്നത്. സെറ്റ് റൈറ്റ് ദെയർ റോങ്സ് അല്ല, അവരുടെ തെറ്റുകൾ ശരിയാക്കിയെടുക്കലല്ല, നമ്മുടെ തെറ്റുകൾ ശരിയാക്കിയെടുക്കലാണ് നമ്മളുടെ ഇവിടുത്തെ 8ാം പടിയിലെ ജോലി. അപ്പോ എന്ത് നടപടികളാണ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത്? വാട്ട് ആക്ഷൻസ് ഡു വി ടേക്ക്? എന്ത് ആക്ഷൻ നമുക്ക് ചെയ്യേണ്ടത്? അത് പേജ് നമ്പർ 77 പറയുന്നുണ്ട്. എ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഗുഡ് വിൽ, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രകടിപ്പിക്കുക, നല്ലൊരു മനസ്സ്, അല്ലെങ്കിൽ തുറന്ന ഒരു മനസ്സ് പ്രത്യക്ഷപ്പെടുത്തുക. അതായത് ഇപ്പൊ ഒരു പൈസ കൊടുക്കാനുള്ളവരുടെ അടുത്താണെങ്കിൽ കൃത്യമായി അവന് പൈസ കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നു. ഇപ്പൊ $1000 കൊടുക്കാനുണ്ടെങ്കിൽ $100, $50 ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അത് നെക്സ്റ്റ് വീക്ക് തരാമെന്നല്ല. നമ്മൾ കുടിക്കുന്ന കാലഘട്ടത്തിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പൊ പൈസ അടുത്ത ആഴ്ച തരൂലോ, അല്ലെങ്കിൽ നാളെ തരാമെന്നുള്ള ഒരു ആശയത്തിലായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അങ്ങനെ ഒരു ഇതല്ല നമുക്കുള്ളത്. കൃത്യമായിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ അവരുടെ മുമ്പിൽ നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം നമ്മൾ സ്റ്റെപ്പ് 8, 9 അമൻസിനെ പറ്റി നമുക്കറിയാതെ ഒന്നിച്ചു പോകുന്ന ഒരു പടികളാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഒന്നിച്ചു പോകുന്നത്? മറ്റു പടികളെല്ലാം വ്യത്യസ്തമായ രീതിയിൽ വേറെ വേറെ എഴുതിയപ്പോൾ സ്റ്റെപ്പും 8, സ്റ്റെപ്പ് 9 എന്നിവ ഒന്നിച്ചു കോർത്തിണക്കി എഴുതിയിരിക്കുന്നു. അതിന് കാരണം എന്താണ്? കാരണം ഈ ചില അമൻസുകള്, അതായത് നമുക്കറിയാം, നമ്മൾ ചെയ്തിട്ടുള്ള മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്തിട്ടുള്ള, ദ്രോഹം ചെയ്തിട്ടുള്ള, ദോഷകരമായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഈ അമൻസ് എന്ന് പറഞ്ഞാല് നഷ്ടപരിഹാരം നടത്തുകയെന്നോ, പ്രായശ്ചിത്തം ചെയ്യാന്നോ, തെറ്റ് തിരുത്തുകയെന്നോ, അല്ലെങ്കിൽ പഴയ കാലത്തെ ദുർമാർഗം ഉപേക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു പരിശോധനയൊക്കെ നടത്തി മാറ്റം വരുത്തിക്കൊണ്ട് ഒരു പരിഷ്കരണമൊക്കെ നടത്തുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് അമൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. ഈ ചില അമൻസുകള് നൗ ആണ്. എന്താണെന്ന് വെച്ചാൽ ഉടനെ തന്നെ ചെയ്യുകയാണ്, ഇപ്പോൾ, ഈ സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഈ നിമിഷം, അല്ലെങ്കിൽ തൽക്ഷണം ചെയ്യേണ്ടതാണ് നൗ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചില പേരുകൾ നമ്മൾ നൗ കോളത്തിൽ എഴുതുന്നുണ്ട്. ഞാൻ അന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അത് പ്ലസ് എന്ന് എഴുതിയിട്ട് ഓരോ പേരുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള സ്റ്റെപ്പ് 4 4ാമത്തെ പടിയിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ആദ്യത്തെ കോളത്തിൽ നമ്മൾ അതിന്റെ മുകളിൽ 8 and 9 എഴുതിയിട്ടുണ്ട്. സ്പോൺസറുടെ സഹായത്തിൽ നമ്മളോട് പറയും 8 and 9 പേരുകളുടെ മുകളിൽ എഴുതാൻ പറയും. അപ്പൊ ഓരോ പേരുകളിലും നമ്മൾക്ക് ഇപ്പൊ ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ പ്ലസ് ഇടുന്നു.
ലേറ്റഡ്, അതായത് പിന്നീട് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ ഇന്ന് വേണ്ട നാളെ അല്ലെങ്കിൽ ഉടനെ അർജന്റ് ആയിട്ട് ചെയ്യാത്താണെങ്കിൽ നമ്മൾ ലേറ്റർ എന്ന് എഴുതുന്നു, മൈനസ് എഴുതി വെക്കുന്നു. മേ ബി, ഒരു വേള, ഒരു പക്ഷേ, സാഹചര്യമൊക്കെ അനുകൂലമാണെങ്കിൽ. എന്തുകൊണ്ടാണ് ഈ മേ ബി വരുന്നത്? നമുക്കൊരു പക്ഷേ അയാളെ കണ്ടുപിടിക്കാൻ പറ്റാതെ വരുമോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഉള്ള ഒരവസ്ഥയ്ക്കാണ്. പിന്നെ അന്നേരം നമ്മൾ മേ ബിയുടെ സ്ഥാനത്ത് തന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു, ആ പേരിന്റെ സ്ഥാനത്ത് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. നെവർ, ഒരിക്കലും ഇല്ല, ഒരിക്കലും നമുക്ക് ശരിയാക്കാൻ പറ്റാത്ത തെറ്റുകളുണ്ട്. അതിനാണ് നെവർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക്. എന്താണ് അതിനകത്തൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഒരാൾ മരണപ്പെട്ടു പോയിരിക്കാം. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു സ്ത്രീകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവരിപ്പോ വിവാഹിതരായിരിക്കാം. ഇപ്പൊ നമ്മൾ ഓടിച്ചെന്ന് അവരോട് സോറി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ജീവിതത്തിലെ വളരെയധികം ബാധിക്കും. പിന്നീട് നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ, സാമ്പത്തികമായിട്ടുള്ള, ധനപരമായിട്ടുള്ള അമൻസുകൾ. ഇത്തരം അമൻസുകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ആളുടെ അടുത്ത് ചോദിക്കും, ക്യാൻ യു ടെൽ മീ ഹൗ ദിസ് മേഡ് യു ഫീൽ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് എങ്ങനെ ആണെന്ന് തോന്നുന്നു? ഹൗ ക്യാൻ ഐ മേക്ക് ദിസ് റൈറ്റ്? ഇതെങ്ങനെ എനിക്ക് ശരിയാക്കി തരാൻ പറ്റും? ഈസ് ദർ എനിത്തിങ് എൽസ് യു ഹാഡ് ലൈക്ക് ടു സേ ടു മീ? എന്തെങ്കിലും എന്നോട് പറയേണ്ടതുണ്ടോ എന്നൊക്കെ നമ്മൾ അമൻസ് ചെയ്യാൻ പോകുന്ന ആളോട് പറയുന്നതൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞു. അതിനുശേഷം ബിൽ ഈ എല്ലാ അമൻസുകളെ കുറിച്ചും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അമൻസ് എന്ന് പറഞ്ഞാൽ അറിയാം, കോമ്പൻസേഷൻ, അതൊരു നഷ്ടപരിഹാരം കൊടുക്കുകയാണ്. ഒരു നമ്മൾ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കോട്ടങ്ങൾക്ക്, നഷ്ടങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം, കോമ്പൻസേഷൻ ഫോർ ലോസ് ഓർ ഇഞ്ചുറി എന്നാണ്. അപ്പൊ മറ്റുള്ള ഉപദ്രവിച്ച കാര്യങ്ങളും ആകാം. പിന്നെ ഒരു റിപ്പറേഷൻ, അതിനാ പറഞ്ഞ റിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം എന്നോ നഷ്ടം കൊടുക്കൽ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. അപ്പൊ ഇതെല്ലാം ഈ അമൻഡ് എന്നുള്ള വാക്കാണ്. ടു ഫ്രീ ഫ്രം ഫോൾട്ട്, നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മൾ സ്വതന്ത്രരായി. ടു ഇംപ്രൂവ്, നമ്മൾ കൂടുതൽ ഇംപ്രൂവ് ചെയ്യുകയും ചേഞ്ച് ആവുകയും മാറ്റങ്ങൾ വരുത്തുകയും അല്ലെങ്കിൽ കറക്റ്റ് ആവുകയും ചെയ്യുകയാണ്. നമ്മൾ നേരെ വഴിക്ക് ചിന്തിക്കുകയാണ്. അപ്പൊ നമ്മൾ ഹാനി ചെയ്തവരോട്, ഉപദ്രവം ചെയ്തവരോട്, അല്ലെങ്കിൽ നമ്മൾ അപകീർത്തിപരമായി പെരുമാറിയവരോട്, പീഡിപ്പിച്ചവരോടൊക്കെ നമ്മൾ അമൻഡ് ചെയ്യുകയാണ്. അപ്പൊ അത് അടുത്തത് പുള്ളി 8 അമൻസ് അക്കോർഡിംഗ് ടു ദ ബിഗ് ബുക്ക്, എന്താ 8 അമൻസുകളെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ ഓർക്കുന്നുണ്ടാവും, റിപ്പയർ ദ ഡാമേജ് ഡൺ ഇൻ ദ പാസ്റ്റ്. അത് കഴിഞ്ഞ കാലത്ത് നമ്മൾ ചെയ്ത ഡാമേജുകൾ ആണ് തരുന്നത്. അത് പേജ് നമ്പർ 76 പറയുന്നു. 76-ാമത്തെ 3-ാമത്തെ പാരഗ്രാഫിലാണ് അത് പറയുന്നത്. അടുത്തത് ടു സ്വിപ്പ് അവേ ദ ഡെബ്രീസ്, അതായത് സ്വിപ്പ് അവേ ദ ഡെബ്രീസ്, നഷ്ടാവശിഷ്ടങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത ജീർണിച്ച അവശിഷ്ടങ്ങളെല്ലാം നമ്മൾ തൂത്തുവാരി കളയുന്നു. 77-ാമത്തെ പേജിൽ പറയുന്നത് ടു സെറ്റ് റൈറ്റ് ദ റോങ്, അതായത് തെറ്റിൽ നിന്ന് ശരി ചെയ്യുക. അടുത്തത് എന്താണ്? ടു സ്ട്രൈറ്റൺ ഔട്ട് ഓഫ് ദ പാസ്റ്റ്, നമ്മുടെ ഭൂതകാലത്തെ ശരിപ്പെടുത്തുക, നേരെയാക്കുക. ടു സ്വിപ്പ് ഓഫ് അവർ സൈഡ് ഓഫ് ദ സ്ട്രീറ്റ്, അതായത് മറ്റുള്ളവരുടെ തെറ്റുകളല്ല, നമ്മുടെ തെറ്റുകൾ തന്നെ നമ്മുടെ സൈഡ് ക്ലീൻ ആക്കുക, നീക്കി കളയുക, അല്ലെങ്കിൽ സ്വിപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ തൂത്ത് നീക്കുക എന്നുള്ളതാണ്. പിന്നെ അഡ്മിറ്റ് അവർ ഫോൾട്ട്, മറ്റൊരു 81-ാമത്തെ പേജ് നമ്മുടെ തെറ്റ് സമ്മതിക്കുന്നു. 82-ാമത്തെ പേജിൽ മേക്കിംഗ് ഗുഡ്, ഇതെല്ലാം നല്ലതിനായി തീർക്കുന്നു. 81-ാമത്തെ പേജിൽ പുള്ളി അത് ബിൽ നമുക്ക് തരുന്ന അമൻസിന്റെ മറ്റൊരു ഉദാഹരണം പറഞ്ഞിട്ട് റിക്കൺസ്ട്രക്ഷൻ, പുനർനിർമ്മാണം അല്ലെങ്കിൽ പുനരുദ്ധാരണം, അഴിച്ചു പണിയുക, പുനഃസംവിധാനം ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു റീകൺസ്ട്രക്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അമൻസ്. അപ്പൊ 8 അമൻസുകളെ പറ്റി ഉദാഹരണ സഹിതം നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ആഴ്ച ബിഗ് ബുക്ക് സ്റ്റഡിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് മറ്റ് അമൻസുകൾ, അതായത് 9 അമൻസുകളെ പറ്റിയും പറയുന്നുണ്ട്. അതായത് ബിസിനസ് അക്വൈനൻസ് ആൻഡ് ഫ്രണ്ട്സ്, അതായത് നമ്മുടെ ബിസിനസ് പങ്കാളികളോട് ചെയ്യേണ്ട അല്ലെങ്കിൽ കൂട്ടുകാരോട് ചെയ്യേണ്ട അമൻസുകള്. അമൻസ് എന്ന് വെച്ചാൽ രമ്യതപ്പെടൽ. ദ മെൻ വി ഹേറ്റ്, നമ്മൾ വെറുക്കുന്ന ആളുകളോട്. ഇപ്പൊ നമ്മൾ അതിനകത്ത് പറഞ്ഞ എന്താണ്? നമ്മള് സ്നേഹിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ എളുപ്പമല്ല വെറുക്കുന്ന ആളുകളുടെ അടുത്ത് പോകാൻ. പക്ഷെ വെറുക്കുന്ന ആളുകളുടെ അടുത്ത് പോയാൽ നമുക്ക് കൂടുതൽ ഫലം കിട്ടുമെന്ന് അവിടെ പറയുന്നു. അടുത്ത ഒരു ഉദാഹരണം ഫോർമർ എനിമീസ്, അതായത് നമുക്ക് ഒരു തരത്തിലും ബന്ധപ്പെടാൻ പറ്റാത്ത ശത്രുക്കളായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ പ്രധാന ശത്രുക്കളായിട്ടുള്ളവരോടുള്ള അമൻസ്. അടുത്തത് അദ്ദേഹം ഒരു ഉദാഹരണം, 4-ാമത്തെ ഉദാഹരണം പറയുന്നത് ഓവ് മണി, അതായത് നമ്മൾ കടം അടിച്ചിട്ടുള്ള ക്രെഡിറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് എങ്ങനെ നമുക്ക് അമെൻഡ് ചെയ്യാം എന്നുള്ള ഒരു ഉദാഹരണം പറയുന്നുണ്ട്. പിന്നെ ക്രിമിനൽ ഒഫൻസസ്, ഏതെങ്കിലും കുറ്റകൃത്യമോ അക്രമമോ ഒക്കെ ചെയ്തതിന് ശേഷം അതിനുള്ള അമെൻസ്. അടുത്തത് ഡൊമസ്റ്റിക് ട്രബിൾസ്, അതായത് ഗാർഹികപരമായ, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ വൈഫ് ഓർ പേരൻസ്, അതായത് ഭാര്യയോട്, മാതാപിതാക്കളോട് എങ്ങനെ ചെയ്യണം. ദ ഫാമിലി, കുടുംബത്തോട് മൊത്തത്തിൽ എങ്ങനെ അമൻസ് ചെയ്യണം. 9-ാമതായിട്ട് അദ്ദേഹം പറയുന്നത് റോങ്സ് വി ക്യാൻ നെവർ ഫുള്ളി റൈറ്റ്, അതായത് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ
നമ്മൾ പൂർണ്ണമായും തെറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് അന്യായം ചെയ്യാത്ത ചില തെറ്റുകൾ കാണാം. അവിടെയെല്ലാം എന്താണ് അമൻസ് ചെയ്യണമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. അടുത്തത് ബിൽ ഡബ്ല്യു നമുക്ക് തരുന്നത് 12 ഗൈഡിങ് പ്രിൻസിപ്പിൾ ആണ്. എന്താണ്? ഒന്നാമത്തെ, വി ഗോ ടു ഹിം ഇൻ എ ഹെൽപ്ഫുൾ ആൻഡ് ഫോർഗിവിങ് സ്പിരിറ്റ്. അതായത് ക്ഷമയുടെയും ഒരു പൊരുത്തപ്പെടലിന്റെയും അല്ലെങ്കിൽ മാപ്പ് കൊടുക്കലിന്റെയും മനസ്സോടു കൂടിയാണ് നമ്മൾ പോകേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു വശമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. സഹായകരമായിട്ടുള്ള മറക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. അടുത്തത് രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം 12 എന്നുള്ള വാക്ക് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 12 പ്രിൻസിപ്പിൾസ്, ഗൈഡിങ് പ്രിൻസിപ്പിൾ എന്നാണ്. അപ്പോൾ 12 പടികളുണ്ട്, 12 വാഗ്ദാനങ്ങളുണ്ട്, 12 ആശയങ്ങളുണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ 12 ആയിട്ടാണ് ബിൽ ഡബ്ല്യു നമ്മൾ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ പറയാം. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ്? വി നെവർ ക്രിട്ടിസൈസ് ഓർ ആർഗ്യൂ. നമ്മൾ അമൻസ് ചെയ്യാൻ പോകുന്ന ആളുടെ അടുത്ത് നമ്മൾ അവരെ വിമർശിക്കുകയോ തർക്കത്തിൽ ഏർപ്പെടുകയോ ചെയ്യരുത്. ബി വെരി കെയർഫുൾ നോട്ട് ടു ക്രിട്ടിസൈസ് എന്നും. അത് പിന്നീട് ഊന്നി പറയുകയാണ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവരെ വിമർശിക്കരുത്. മൂന്നാമത്തേത് എന്താണ്? ഹിസ് ഫോൾട്സ് ആർ നോട്ട് ഡിസ്കസ്ഡ്, അവർ മാനർ ഈസ് കാം, ഫ്രാങ്ക് ആൻഡ് ഓപ്പൺ. അവന്റെ തെറ്റ്, അയാളുടെ തെറ്റ് നമ്മൾ പറയരുത്, അല്ലെങ്കിൽ ചർച്ചയാക്കരുത്. നമ്മൾ അവരോട് വാദിക്കരുത്, തർക്കിക്കരുത്, എതിര് പറയാൻ നിൽക്കരുത്, അമിതമായി തർക്കിക്കരുത്. അവർ മാനർ ഈസ് കാം, ഫ്രാങ്ക് ആൻഡ് ഓപ്പൺ. കാം എന്താണ്? പ്രസന്നമായ, ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കണം നമ്മുടെ ഫ്രാങ്ക് ആയിട്ട് തുറന്ന് സംസാരിക്കുന്ന, വെട്ടി തുറന്ന് സംസാരിക്കുന്ന, ഒരു കാപട്യമില്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമുക്ക്, ഒരു മനോഭാവമായിരിക്കണം നമുക്ക്. ഓപ്പൺ, പ്രത്യക്ഷപരമായിട്ട് ഒളിച്ചു വെക്കാതെ വളരെ സുതാര്യമായിട്ട് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. അങ്ങനെ അടുത്ത നാലാമത്തെ എന്താണ്? വി മസ്റ്റ് ലോസ് അവർ ഫിയർ. നമ്മുടെ ഭയം, ആശങ്ക അല്ലെങ്കിൽ പേടി നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് വേണം നമ്മൾ രമ്യതയിൽ ഏർപ്പെടാൻ. അഞ്ചാമത്തെ എന്താണ്? വി ആസ്ക് ദാറ്റ് വി ബി ഗിവൺ സ്ട്രെങ്ത് ആൻഡ് റിലേഷൻ ടു ദ റൈറ്റ് ദ തിങ് ടു മാറ്റർ വാട്ട് ദ പേഴ്സണൽ കോൺസിക്വൻസ് മേ ബി. അതായത് അനന്തരഫലം, അല്ലെങ്കിൽ ഇങ്ങനെ അമൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരിണത ഫലം, പ്രത്യാഘാതം, അല്ലെങ്കിൽ നമ്മൾ ഈ അമൻസ് ചെയ്യുന്നതിനെ തുടർന്ന് വരുന്ന എന്ത് സംഭവമായാലും നമ്മൾ അമൻസ് ചെയ്തിരിക്കും. അതിന്റെ ഒരു ശക്തി, ത്രാണി അല്ലെങ്കിൽ ബലം നമുക്ക് ഉണ്ടാവണം. അതാണ് ആ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ടു ഡു ദ റൈറ്റ് തിങ് നോ മാറ്റർ വാട്ട് ദ പേഴ്സണൽ കോൺസിക്വൻസസ് ബേബി. വ്യക്തിപരമായി നമ്മൾക്ക് എന്തൊക്കെ പരിണത ഫലം ഉണ്ടായാലും നമ്മൾ അമൻസ് ചെയ്തിരിക്കണം. അതാണ് അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ നിർദ്ദേശം. ആറാമത്തെ എന്താണ്? വി മസ്റ്റ് നോട്ട് ഷ്രിങ്ക്. ഒന്നും നമ്മൾ പിൻവലിപ്പിക്കരുത്, പിന്നോക്കം മാറരുത്, ഒളിച്ചു വെക്കരുത്, അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് ചുരുങ്ങരുത്, പിൻവലിയരുത്. ഷ്രിങ്ക് എന്നുള്ള അർത്ഥത്തിൽ അതാണ് പറയുന്നത്. ഏഴാമത്തെ പ്ലേസ് ദ ഔട്ട്കം ഇൻ ഗോഡ്സ് ഹാൻഡ്. എന്തായാലും ഇതിന്റെ പരിണിതഫലം എന്തായാലും, അനന്തരഫലം എന്തായാലും, അത് അല്ലെങ്കിൽ ഞാൻ അമൻസ് ചെയ്യുമ്പോൾ അതിന്റെ ഭാവി എന്തായാലും അത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ ഹയർ പവറിന്റെ കരങ്ങളിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുന്നു. എട്ടാമത്തെ എന്താണ്? വി ഹാവ് നോട്ട് റൈറ്റ് ടു ഇൻവോൾവ് അനദർ പേഴ്സൺ. അതായത് മറ്റൊരു വ്യക്തികളുടെ, നമ്മുടെ ഭാര്യയുടെ ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ഒരു പ്രശ്നം, ഇപ്പൊ ഡൈവോഴ്സ് കേസുകളൊക്കെ, അയാളുടെയും കൂടി ഇൻവോൾവ് വരുത്തിക്കൊണ്ടാണ് നമ്മൾ പരിഹാരത്തിന് ശ്രമിക്കുന്നത്. അപ്പൊ നമുക്ക് മറ്റുള്ളവരുടെ, അവരറിയാതെ നമ്മളെ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുക. അത് നമ്മൾ പറഞ്ഞു, സ്പോൺസർമാരുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒമ്പതാമത്തെ കാര്യം എന്താണ്? ഗുഡ് ജനറൽഷിപ്പ്. അതായത് മേ ഡിസൈഡ് ദാറ്റ് ദ പ്രോബ്ലം ബി അറ്റാക്ക്ഡ് ഇൻ ദ ഫ്ലാങ്ക് റാദർ ദാൻ ദ ബ്രിസ്ക് ഫേസ് ടു ഫേസ് കോമ്പാറ്റ്. അതായത് നല്ലൊരു സേനാ നായകൻ നേരിട്ട് ആക്രമിക്കുന്നതിനേക്കാളും ഉപരിയായി അവരെ അറ്റാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? മറ്റ് കരഭാഗങ്ങളിലൂടെ, സൈഡിലൂടെ, പാർശ്വഭാഗത്തിലൂടെയാണ് യുദ്ധം ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഒമ്പതാമത്തെ ഗൈഡ് ലൈൻസ് പറയുന്നത്. അതായത് നമുക്ക് മറ്റ് സൈഡ് മാർഗങ്ങളിലൂടെ അവരെ സമീപിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. പത്താമത്തെ എന്താണ്? എ റിമോഴ്സ്ഫുൾ മംബ്ലിംഗ് ദാറ്റ് വി ആർ സോറി വോണ്ട് ഫിൽ ദ ബിൽ അറ്റ് ഓൾ. അതായത് നമുക്കൊരു പശ്ചാത്താപോ അല്ലെങ്കിൽ ഖേദമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ബില്ല് പേ ചെയ്യുന്നില്ല. ബില്ല് പേ ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പണം കൊടുക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. പന്ത്രണ്ടാമത്തെ എന്താണ്? വി ഡോണ്ട് ക്രൗഡ് ബിഫോർ എനിവൺ. ആരുടെ മുമ്പിലും ദാസഭാവം കാണിക്കില്ല, ആരുടെ മുമ്പിലും നമ്മൾ എഴയുകയില്ല, നിരങ്ങുകയില്ല, പ്രയാസപ്പെട്ട് മുന്നോട്ട് നീങ്ങുകയില്ല, മന്ദം ചരിക്കുകയില്ല. നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ നേരെ നിന്ന് നട്ടല് നിവർത്തി മുന്നോട്ട് പോകുന്നുള്ള അർത്ഥത്തിലാണ് 12 അമൻസുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? എ സിൻസിയർ ഡിസൈർ ടു സെറ്റ് റൈറ്റ് ദ റോങ്. നമുക്കുണ്ടായ തെറ്റുകളെ ശരിയാക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും സ്വീകരിക്കപ്പെടാനോ, ഇഷ്ടപ്പെടാനോ, എന്തെങ്കിലും അവാർഡുകൾ മേടിക്കാനോ, അല്ലെങ്കിൽ നീ നന്നായി ചെയ്തു എന്ന് പറഞ്ഞത് കേൾക്കാനോ ഒന്നുമല്ല. അല്ലെ, അവരുടെ തെറ്റുകൾ ശരിയാക്കാനല്ല, നമ്മുടെ തെറ്റുകൾ.
അപ്പൊ ഇവിടെ നമ്മൾ ഇത് ഡെമോൺസ്ട്രേഷൻ എ ഗുഡ് വിൽ, അതായത് നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഞാൻ പണത്തിന്റെ കാര്യം മാത്രമാണ് അങ്ങനെ പറഞ്ഞത്, അതായത് പണം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തുന്ന ഒരു ഇതിലേക്ക് വരുന്നു. അപ്പൊ സ്റ്റെപ്പ് 9 എന്താണ്? Made direct amends to such people wherever possible, except when to do so would injure them or others. അതായത് മറ്റുള്ളവരെ ഖനിക്കുന്ന അല്ലെങ്കിൽ ദ്രോഹിക്കുന്ന സാഹചര്യം ഒഴിച്ച് നമ്മളെല്ലാവരോടും രമ്യതയിൽ ഏർപ്പെടാൻ ചെയ്യുന്നു. അപ്പൊ വാട്ട് ടൈപ്പ് ഓഫ് അമൻസ്? ഡയറക്റ്റ് അമൻസ്, അതായത് നേരിട്ട് ഫേസ് ടു ഫേസ്, ഐ ടു ഐ, നോസ് ടു നോസ്. ഇപ്പൊ എന്റെ ഭാര്യയോട്, അമ്മയോട്, അങ്ങനെയുള്ള അടുത്ത ആളുകൾ, ബന്ധുക്കളോടൊക്കെ നമുക്ക് ഡയറക്റ്റ് അമൻസ് ചെയ്യാം. മറ്റത് എവിടെയാണ്? വേറെവർ പോസിബിൾ എന്നാണ്, വെന്നെവർ പോസിബിൾ എന്നല്ല. വേറെവർ പോസിബിൾ എന്ന് വെച്ചാൽ അത് അർജൻസി ഉണ്ട്, ഉടനെ ചെയ്യേണ്ടതാണ്. വെന്നെവർ എന്ന് പറഞ്ഞാലോ, വെന്നെവർ എന്ന് പറഞ്ഞാല് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ, അല്ലെങ്കിൽ ടൈം എനിക്ക് സ്യൂട്ടായിട്ട് വരുമ്പോൾ, സമയം എനിക്ക് അനുയോജ്യമായി വരുമ്പോഴാണ് വെന്നെവർ എന്ന് പറഞ്ഞത്. അതൊരു ലാഗ് ഉണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് മാറ്റി വെക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. വേറെവർ പോസിബിൾ, സച്ച് പീപ്പിൾ വേറെവർ പോസിബിൾ എക്സെപ്റ്റ് വെൻ ടു ഡു സോ വുഡ് ഇൻജുർ ദം ഓർ അതേഴ്സ് എന്നാണ്. അടുത്തതാണ് വെൻ നോട്ട് ടു മേക്ക് ദം, വെൻ ടു ഡു സോ വുഡ് ഇൻജുർ ദം ഓർ അതേഴ്സ്. അതായത് അവരെയോ മറ്റുള്ളവരെയോ ദ്രോഹിക്കുന്ന തരത്തിലാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന അമൻസിൽ ഏർപ്പെടുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞു, ഇപ്പൊ നമ്മളൊരു സ്ത്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, ഇപ്പൊ അവർ വിവാഹിതരാണെങ്കിൽ ഇപ്പൊ നമ്മൾ പോയിട്ട് സോറി പറഞ്ഞു കഴിഞ്ഞാൽ ആ സോറി ചിലപ്പോൾ അവരുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള അമൻസുകളൊക്കെ നമ്മൾ നമ്മുടെ സ്പോൺസർമാരോട് ചോദിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അടുത്തത് എന്താണ്? എ സിൻസിയർ ഡിസൈഡ് ടു സെറ്റ് റൈറ്റ് ആയിട്ട്. അപ്പൊ 77ാമത്തെ പേജിൽ അത് പറയുന്നുണ്ട്. എ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഗുഡ് വിൽ, വീണ്ടും വീണ്ടും അവര് നല്ല പ്രവർത്തന രീതി ഇതിനകത്ത് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ 9ാമത്തെ പടിയിൽ മുന്നോട്ട് പോയത്. ഇപ്പൊ വേറെവർ പോസിബിൾ എന്നാണ് വെന്നെവർ പോസിബിൾ എന്ന്. അപ്പൊ വെന്നെവർ പോസിബിൾ എന്നാണെങ്കിൽ അത് നമ്മൾ ഒരിക്കലും ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ നീട്ടിവെക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വേറെവർ എന്നുള്ളത് ഒരു അർജൻസി, ഒരു ആസ് സൂൺ ആസ് പോസിബിൾ എന്നുള്ള അർത്ഥത്തിലാണ് വേറെവർ, എത്രയും വേഗം ചെയ്യണമെന്നാണ്. നമ്മളിപ്പോ ആദ്യം പറഞ്ഞു, അവർക്ക് വിമർശിക്കരുത്, തർക്കത്തിൽ ഏർപ്പെടരുത്, അവന്റെ ഫോൾട്ടുകൾ ഡിസ്കസ് ചെയ്യരുത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്ത് അമൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഡൗട്ട് തോന്നുമ്പോൾ നമ്മൾ ചെക്ക് വിത്ത് സ്പോൺസർ ബിഫോർ ദ അപ്പോയിന്റ്മെന്റ്. അവരുമായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് സ്പോൺസറുമായി സംസാരിക്കണം. പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കണം, ശക്തി നേടണം, ഡയറക്ഷൻ, പ്രേ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ. 79ാമത്തെ പേജ് പറയുന്നതാണ്. പിന്നെ ചെക്ക് വിത്ത് സ്പോൺസർ ആഫ്റ്റർ ദ അപ്പോയിന്റ്മെന്റ്, അതായത് അവരോട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം സ്പോൺസറോട് സംസാരിക്കണം. താങ്ക് ഗോഡ് ഫോർ ഗിവിംഗ് us that was needed. അപ്പൊ നമുക്ക് ദൈവത്തോട് നന്ദി ഉള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അപ്പം സജസ്റ്റഡ് സ്ക്രിപ്റ്റ് ഫോർ മേക്കിംഗ് സ്റ്റെപ്പ് 9 അമൻസ്. അപ്പോൾ നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ കുടിച്ച കാലഘട്ടത്തിലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് കൃത്യമായി പണം, നിന്നിൽ നിന്ന് മേടിച്ച പണം തിരിച്ചു തരാൻ പറ്റിയത് എന്നൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, മൈ ഡ്രിങ്കിങ് യൂസിങ്, അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ചെയ്തുകൊണ്ടൊക്കെയാണ് എനിക്ക് കൃത്യമായിട്ട് പണം തിരിച്ചു തരാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനിത് ചെയ്തത്, ഇങ്ങനെ ചെയ്ത് എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, വാട്ട് ഐ ആം പ്രിപ്പയർഡ് ടു ഓഫർ ഇസ്, ഞാൻ ഈ പറയുന്ന എത്രയും രൂപയാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്, നിനക്കിത് ഓക്കെ ആണോ എന്ന് അവനോട് ലിസൺ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യങ്ങളും. 77ാമത്തെ പേജിൽ ഡീപ്ലി റിഗ്രറ്റ്, അതായത് ഞാൻ വളരെ വിഷമമുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ പറയണമെന്നൊക്കെ പറയുന്നു. അടുത്തത് എന്താണ്? സ്റ്റെപ്പ് 10, കണ്ടിന്യൂഡ് ടു ടേക്ക് പേഴ്സണൽ ഇൻവെന്ററി ആൻഡ് വെൻ വി വെയർ റോങ് പ്രോംപ്റ്റ്ലി അഡ്മിറ്റഡ് ഇറ്റ്. ഉടനെ സമ്മതിക്കുക, കണ്ടിന്യൂ. അപ്പൊ ഒരു തുടർച്ചയാണ്. ടു വാച്ച് സെൽഫിഷ്നെസ്, ഡിസോണസ്റ്റി, റിസെന്റ്മെന്റ് ആൻഡ് ഫിയർ. ഈ കാര്യമാണ്, അതായത് സ്വാർത്ഥത, സത്യസന്ധത ഇല്ലായ്മ, നീരസം, ഭയം. ഇത് എപ്പോഴെങ്കിലും തുടർന്ന് വരുമ്പോൾ, അതായത് നമ്മൾ അമൻസ് ചെയ്തു കഴിഞ്ഞു, 10ാമത്തെ പടിയിൽ എത്തിക്കഴിഞ്ഞു, ഡെയിലി ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കണ്ടിന്യൂ എന്നാണ് എന്താണ്? തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിർത്താതിരിക്കുന്ന ഒരു പരിപാടിയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്, വിരാമമില്ലാതെ എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് 10ാം പടി. ആവർത്തിച്ച് തുടർച്ചയായിട്ട്, ഇടവേളയില്ലാതെ, നിരന്തരം, ഒരു ഇടമുറിയാതെ തുടർച്ചയായിട്ട് ഈ സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിൽ തുറന്നുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മൾ കണ്ടിന്യൂ ടു വാച്ച് ഈ പറയുന്ന സെൽഫിഷ്നെസ്, ഡിസോണസ്റ്റി, റിസെന്റ്മെന്റ് ആൻഡ് ഫിയർ, സ്വാർത്ഥത, സത്യസന്ധതയില്ലായ്മ, നീരസം, ഭയം, ഇത്തരം കാര്യങ്ങൾ നമുക്ക് വരാതിരിക്കാനായിട്ട് കണ്ടിന്യൂ ടു വാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കുകയാണ്, ജാഗ്രതയോടെ ഇരിക്കുകയാണ്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം രണ്ടാമത്തെ എന്താണ്? കണ്ടിന്യൂഡ് എന്നുള്ളതിന്റെ വാക്കിന്റെ അർത്ഥം നമ്മൾ പിടുത്തം കിട്ടി, തുടർച്ചയായി. വെൻ
ദിസ് ക്രോപ്പ് അപ്പ് വി ആസ്ക് ഗോഡ് അറ്റ് വൺസ് ടു റിമൂവ് ദം. അപ്പൊ സ്റ്റെപ്പ് 6 ആൻഡ് 7 ആണത്. 6ഉം 7ഉം പടികൾ നമ്മൾ ചെയ്യുകയാണ്. ഇത് വീണ്ടും നമുക്ക് എടുത്തെടുക്കുമ്പോൾ നമ്മളോട് നമ്മളുടെ ഈ അപാകതകൾ മാറ്റാനായിട്ട് ദൈവത്തോട് നമ്മൾ റെഡിയാവുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്റ്റെപ്പ് 6 ആൻഡ് 7. മൂന്നാമത്തെ കാര്യം എന്താണ്? വി ഡിസ്കസ് ദം വിത്ത് സമ്മൺ ഇമ്മീഡിയറ്റ്ലി. നമ്മൾ ഉടനെ തന്നെ ആരോടെങ്കിലും സംസാരിക്കുന്നു. അതിനെന്താണ് പറയാ? സ്റ്റെപ്പ് 5 ആണ്. അതായത് നമ്മുടെ സ്പോൺസറോടോ മറ്റൊരു അംഗത്തോടോ നമ്മൾ ഉടനെ തന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, എന്താണ് ചെയ്യണേന്ന് ഇമ്മീഡിയറ്റ്ലി ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ അതിവേഗത്തിലാണ് നമ്മൾ ദ്രുതഗതിയിൽ ഇത് പറയുകയാണ്. അതല്ലാതെ നമ്മൾ ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി വൈകുന്നേരത്തേക്കോ അല്ലെങ്കിൽ പിന്നീട് അരമണിക്കൂർ കഴിഞ്ഞത്തേക്ക് പോലും മാറ്റി വെക്കുന്നില്ല. നമ്മൾ ഉടനെ തന്നെ ഒരാളെ വിളിച്ചു പറയുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ എന്ത് ചെയ്യണം. അപ്പൊ നാലാമത്തെ എന്താണ്? ആൻഡ് മേക്ക് അമൻസ് ക്വിക്കലി, ത്വരിതമായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അവരോട് അമൻസിൽ ഏർപ്പെടുന്നു. ഇഫ് യു ഹാവ് ഹാംഡ് എനിവൺ, നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ. അതെന്താണ്? സ്റ്റെപ്പ് 8 ആൻഡ് 9. അപ്പൊ സ്റ്റെപ്പ് 6 ആൻഡ് 7ഉം സ്റ്റെപ്പ് 5ഉം സ്റ്റെപ്പ് 8 ആൻഡ് 9ഉം നമ്മൾ സ്റ്റെപ്പ് 4 എവിടെയാണ്? കണ്ടിന്യൂ ടു വാച്ച് സെൽഫിഷ്നെസ്, ഡിസോണസ്റ്റി, റിസെന്റ്മെന്റ് ആൻഡ് ഫിയർ. അതാണ് നമ്മുടെ സ്റ്റെപ്പ് 4. നമ്മൾ തുടർച്ചയായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തു. അപ്പൊ സ്റ്റെപ്പ് 4ഉം സ്റ്റെപ്പ് 6 ആൻഡ് 7ഉം സ്റ്റെപ്പ് 5ഉം സ്റ്റെപ്പ് 8 ആൻഡ് 9ഉം ഈ 10ാം പടിയിൽ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണ്. അഞ്ചാമത് എന്താണ്? ദെൻ വി റെസൊല്യൂട്ട്ലി ടേൺ അവർ തോട്ട്സ് ടു സമ്മൺ വി ക്യാൻ ഹെൽപ്പ്. അതായത് മറ്റൊരാളിലേക്ക് നമ്മുടെ ഈ ആശയങ്ങളെ, നമ്മൾ പറയുന്ന കാര്യങ്ങളെ തിരിച്ചു വിടുക, അല്ലെങ്കിൽ പരിവർത്തനം ചെയ്യുക, ദിശ മാറ്റി വിടുകയാണ് ടേൺ. അപ്പൊ കണ്ടിന്യൂ ടു ടേക്ക് പേഴ്സണൽ ഇൻവെന്ററി, തുടർച്ചയായിട്ട് നമ്മുടെ ഇൻവെന്ററി എടുക്കുന്നു. വെൻ വി വെയർ റോങ് പ്രോംപ്റ്റ്ലി അഡ്മിറ്റഡ്, ഉടനെ തന്നെ നമ്മൾ സമ്മതിക്കുന്നു, നമ്മൾ മറ്റൊരാളിലേക്ക് നമ്മളുടെ ഈ ശ്രദ്ധയെ തിരിച്ചുവിടുന്നു. അപ്പൊ അതിനകത്ത് മൊത്തത്തിൽ എന്താണ് പറയുന്നത്? വഡാറ്റ് എന്നാണ്. വഡാറ്റ്, WADAT, വാച്ച്, ആസ്ക്, ഡിസ്കസ്, അമൻസ്, ടേൺ. വാച്ച് എന്ന് പറഞ്ഞാല് ഇത്തരം കാര്യങ്ങൾ ഉടന്നു വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കുന്നു. ആസ്ക്, നമ്മൾ ദൈവത്തോട് ആസ്ക് എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്, പ്രയർ. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് 6 ആൻഡ് 7 ദൈവത്തോട് പ്രാർത്ഥിച്ചത് റിമൂവ് ചെയ്യാൻ തയ്യാറാവുന്നു. ഡിസ്കസ് എന്ന് വെച്ചാൽ സ്റ്റെപ്പ് 5, മറ്റൊരാളോട് നമ്മൾ തുടർന്ന് സംഭവിക്കുന്നു. അമൻസ് എന്ന് വെച്ചാൽ സ്റ്റെപ്പ് 8 ആൻഡ് 9. ടേൺ എന്ന് വെച്ചാൽ സ്റ്റെപ്പ് 12, മറ്റൊരാളിലേക്ക്, മറ്റൊരു AA മെമ്പറിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നു. ഒരു പുതിയതായിട്ട് വരുന്ന ഒരാളോട് ഞാൻ പലപ്പോഴും പറയണം, നമ്മൾ മറ്റൊരാളിലേക്ക് ശ്രദ്ധ തിരിയുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് അളവ് കുറയും, തൂക്കം കുറയും, വലിപ്പം കുറയും. അപ്പൊ പ്രോംപ്റ്റ്ലി എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, കണ്ടിന്യൂ, തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ, ഇമ്മീഡിയറ്റ്ലി, ക്വിക്കലി, പെട്ടെന്ന്, ദ്രുതഗതിയിൽ, താമസമില്ലാതെ, ക്ഷിപ്രം എന്നുള്ള അർത്ഥത്തിലാണ് പ്രോംപ്റ്റ്ലി എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. അപ്പൊ ഒരു അർജൻസി ഉണ്ട്. അതായത് നമ്മൾ വളരെ നമ്മൾ ശ്രദ്ധയപ്പെടുമ്പോൾ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യുകയാണ്. അതായത് ഇസ് ദ ബെസ്റ്റ്, അതായത് എയർലി ഡിറ്റക്ഷൻ ഈസ് ദ ബെസ്റ്റ് മീൻസ് ഓഫ് ട്രീറ്റിംഗ് എനി ഇൽനെസ്. അതായത് നമ്മുടെ രോഗം നേരത്തെ കണ്ടുപിടിക്കുന്നതാണ് രോഗത്തിന്റെ ചികിത്സയ്ക്ക് എളുപ്പം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, ഈ അർജൻസി, നമ്മുടെ രോഗം ഉള്ളതുകൊണ്ടാണ് നമ്മളിത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് ഇത് ചെയ്യുന്നത് എന്നാണ് 10ാം പടിയിൽ നമ്മൾ പറയുന്നത്. അപ്പൊ ചാർലി പാമേരി എന്ന് പറയുന്ന AA മെമ്പർ പറയുന്നത്, ഇറ്റ് ലുക്സ് ടു മീ ലൈക്ക് ഇഫ് യു ഫോളോ ദ ഡയറക്ഷൻ ഇൻ ദ ബുക്ക് ദെൻ വി വിൽ ബി ഡൂയിങ് സ്റ്റെപ്സ് 4, 5, 6, 7, 8, 9, 12 എവരി ഡേ. അതായത് ബുക്ക് പ്രകാരം 4, 5, 6, 7, 8, 9, 12 പടികൾ നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്തുകൊണ്ട്, ഐ വുഡ് ഡിഫൈ anybody to do 4, 5, 6, 7, 8, 9 and 12 on a daily basis and stay where you are. You absolutely cannot do that. You cannot do step 10 the way the book says and stay the way you are. You just can't. Your relationship with God, with yourself and with your fellow man will become better and better and better and better. A new dimension of living with we never dreamed existed will open up to us. അപ്പൊ 10ാം പടിയിൽ നമ്മൾ ഇത് തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ ഒരു പുതിയ ജീവിതം നമുക്ക് ഉണ്ടാകും എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ സ്റ്റെപ്പ് 10 എന്താണ്? അവർ ഡേ ടൈം വാക്കിംഗ് അറൌണ്ട് സ്റ്റെപ്പ്. അതായത് മറ്റ് ദ സ്റ്റെപ്പ് വി യൂസ് ഇൻ ദ കോഴ്സ് ഓഫ് ദ ഡേ ടു ഡീൽ വിത്ത് ദ ഈവൻസ് ഓഫ് ദ ഡേ. അപ്പൊ ഓരോ ദിവസം തോറും നമ്മളുടെ ഓരോ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഈ സ്റ്റെപ്പുകളിലൂടെ സഞ്ചരിക്കുന്നതിനെയാണ് ചുരുക്കത്തിൽ സ്റ്റെപ്പ് 10 എന്ന് പറയുന്നത്. അതിന് പിന്നെ അവസാനം നമ്മൾ അറിയാം, സ്റ്റെപ്പ് 10 ഒരു ഡെയിലി ഇൻവെന്ററി നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും സെൽഫിഷായോ അല്ലെങ്കിൽ സ്വാർത്ഥതയാകുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഇൻ അതേഴ്സ്, മറ്റുള്ളവരിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. ഡിസോണസ്റ്റി ആയെങ്കിൽ അല്ലെങ്കിൽ സത്യസന്ധയിലായെങ്കിൽ നമ്മൾ സത്യസന്ധനാകുന്നു. നമ്മൾ പേടി ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ ധൈര്യത്തിലേക്ക് വരുന്നു. നമ്മൾ അഹങ്കാരം ഉണ്ടാകുമ്പോൾ നമ്മൾ എളിമയിലേക്ക് വരുന്നു. നമ്മൾ ലസ്റ്റ്ഫുൾ ആകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നു. നമ്മൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ ശാന്തരാകുന്നു. നമുക്ക് അസൂയ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഗ്രേറ്റ്ഫുൾ ആകുന്നു.
അപ്പോ അങ്ങനെയുള്ള ഇംപേഷ്യന്റ്, നമുക്ക് അക്ഷമ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാൻ തോന്നുന്നു പഠിക്കുന്നു. ഹേറ്റ് ഉണ്ടാകുമ്പോൾ ലവ് കൺസേൺ ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഡൗട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഡെയിലി ഇൻവെന്ററി. നമുക്ക് ഒരു സൈഡിൽ നമ്മുടെ സെൽഫ് വില്ലും ഗോഡ്സ് വില്ല്. നമ്മൾ സെൽഫ് വില്ലാണ് ഈ ഡിസോണസ്റ്റിയും പ്രൈഡും ഇതൊക്കെ. ഗോഡ്സ് വില്ല് എന്താണ്? മറ്റുള്ളവരെ പറ്റി ശ്രദ്ധിക്കുക, സത്യസന്ധത, ധൈര്യം, ഇതൊക്കെ ഗോഡ്സ് വില്ലാണ്. അപ്പൊ നമ്മുടെ സെൽഫ് വില്ല് ഗോഡ്സ് വില്ലാക്കി മാറ്റുന്ന ഒരു പടിയെ കൂടിയാണ് സ്റ്റെപ്പ് 10. അടുത്തത് സ്റ്റെപ്പ് 11. എന്താണ് സ്റ്റെപ്പ് 11ന്റെ ഇൻസ്ട്രക്ഷൻസ്? അവിടെ വാസ് ഐ റിസെൻഫുൾ ടുഡേ, ഞാൻ ആരോടെങ്കിലും നീരസമുണ്ടായിരുന്നോ? നമ്മളവിടെ എന്താണ് യെസ് ഓർ നോ എഴുതുകയാണ്. അതായത് നമ്മൾ എളുപ്പം ആരോടെങ്കിലും കോപിച്ചോ, ആരോടെങ്കിലും ഞാൻ മുൻകോപം ഉണ്ടാക്കിയോ, എൻ്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും അനിഷ്ടം ഞാൻ കാണിച്ചോ, ഞാൻ നീരസം ഉണ്ടാക്കിയോ, അതാണ് ഡെയിലി റിവ്യൂ. അടുത്തത് എന്താണ്? അപ്പൊ അതിനകത്ത് എസ് ഓർ നോ, എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ നമ്മൾ എഴുതുന്നു. വാസ് ഐ സെൽഫിഷ് ടുഡേ, ഞാൻ ഇന്ന് സ്വാർത്ഥനായിരുന്നോ? അതായത് തൻ കാര്യം മാത്രം നോക്കുക, എന്റെ കാര്യം മാത്രം നോക്കുന്നു, സ്വാർത്ഥ ബുദ്ധിയായിട്ട് ഞാൻ പെരുമാറിയോ? വാസ് ഐ ഡിസോണസ്റ്റ് ടുഡേ, സെൽഫിഷ് ടുഡേ, ഡിസോണസ്റ്റ് ടുഡേ, സത്യസന്ധത ഇല്ലാത്ത, ആത്മാർത്ഥത ഇല്ലാത്ത അല്ലെങ്കിൽ വഞ്ചനാത്മകമായി ഞാൻ പ്രവർത്തിച്ചോ, അസത്യമായി ഞാൻ പ്രവർത്തിച്ചോ എന്നുള്ളതാണ് ഡിസോണസ്റ്റ്. അടുത്തത് തന്നെയാണ് വാസ് ഐ അഫ്രൈഡ് ടുഡേ, പേടിയുടെ മറ്റൊരു പേരാണ് അഫ്രൈഡ്, ഭയപ്പെടുന്ന, അല്ലെങ്കിൽ ഞാൻ ശങ്കിച്ചോ, എന്തെങ്കിലും ഭയപ്പെട്ടോ ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ് അഫ്രൈഡ്. ഡു ഐ ഓവ് ആൻ അപ്പോളജി, ഞാൻ ആരോടെങ്കിലും ക്ഷമ പറയേണ്ടതുണ്ടോ? യെസ് എന്നാണെങ്കിൽ എന്തുകൊണ്ട്, ടു ഹും, വൈ, ആരോടാണ്, എന്തുകൊണ്ടാണ്. ഇപ്പൊ നമ്മള് രാത്രിയിലെ ഇൻവെന്ററിനെ പറ്റിയാണ് പറയുന്നത്. ഹവ് ഐ കെപ്റ്റ് സംതിങ് ടു മൈസെൽഫ് വിച്ച് ഷുഡ് ബി ഡിസ്കസ്ഡ് വിത്ത് അനദർ പേഴ്സൺ, മറ്റൊരാളോട് ചർച്ച ചെയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഒളിച്ചു വെച്ചിട്ടുണ്ടോ? അവിടെ നമ്മൾ എസ് ഓർ നോ എഴുതുന്നു. എസ് ആണെങ്കിൽ നമ്മൾ അയാളോട് ഉടനെ തന്നെ പറയാൻ തയ്യാറാവുന്നു. വാസ് ഐ കൈൻഡ് ആൻഡ് ലവിങ് ടുവാർഡ്സ് ഓൾ, എല്ലാവരോടും ഞാൻ സ്നേഹമുള്ളവനായിട്ട് പ്രവർത്തിച്ചോ? വാട്ട് കുഡ് ഐ ഹാവ് ഡൺ ബെറ്റർ, ഞാൻ ഇനിയിപ്പോ അങ്ങനെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? വാസ് ഐ തിങ്കിങ് ഓഫ് മൈസെൽഫ് മോസ്റ്റ് ഓഫ് ദ ടൈം, എന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇന്ന് മൊത്തം ചെലവഴിച്ചോ? യെസ് ഓർ നോ. യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. വാസ് ഐ തിങ്കിങ് വാട്ട് ഐ കുഡ് ഡു ഫോർ അതേഴ്സ്, ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് എന്തെങ്കിലും ചെയ്തോ? വാസ് ഐ തിങ്കിങ് ഓഫ് വാട്ട് ഐ കുഡ് പാക്ക് ഇൻ ടു ദി സ്ട്രീം ഓഫ് ലൈഫ്, അതായത് എനിക്ക് ഈ ജീവിതത്തിന്റെ യാത്രയിൽ എനിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അതായത് യൂസ്ഫുൾ ഫോർ ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രയറിലേക്ക് കടന്നത്. പ്രയർ ഞാൻ പറഞ്ഞു അന്ന് നമ്മൾ ദേ വിൽ ബി ഡൺ, നമ്മൾ ആ ഒരു വാക്കിലാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. കാരണം ബുക്കിന്റെ അവസാനം, ഇൻ ടു ആക്ഷന്റെ അവസാനം ദേ വിൽ ബി ഡൺ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോ അതിന്റെ 99ാമത്തെ പേജിലാണ് ആ പ്രാർത്ഥനയുടെ മുഴുവൻ പ്രാർത്ഥന ഉള്ളത്. ദൈവമേ, അങ്ങയുടെ സമാധാനത്തിന്റെ മാർഗമാക്കി എന്നെ മാറ്റണമേ. വിദ്വേഷമുള്ളിടത്ത് ഞാൻ സ്നേഹവാഹകനാകട്ടെ, തെറ്റുള്ളിടത്ത് മാപ്പിന്റെ വാഹകനാകട്ടെ. ഭിന്നതയുള്ളിടത്ത് ഞാൻ ഐക്യത്തിന്റെ വാഹകനാകട്ടെ, തെറ്റിദ്ധാരണ ഉള്ളിടത്ത് ഞാൻ സത്യത്തിന്റെ വാഹകനാകട്ടെ. സന്ദേഹമുള്ളിടത്ത് ഞാൻ വിശ്വാസത്തിന്റെ വാഹകനാകട്ടെ, നിരാശയുള്ളിടത്ത് ഞാൻ പ്രകാശത്തിന്റെ വാഹകനാകട്ടെ, നിഴലുകൾ ഉള്ളിടത്ത് ഞാൻ പ്രകാശത്തിന്റെ വാഹകനാകട്ടെ, ദുഃഖമുള്ളിടത്ത് ഞാൻ സന്തോഷവാനാകട്ടെ. ദൈവമേ, ആശ്വസിപ്പിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുവാനും, മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുവാനും, സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാനുള്ള ഒരു അന്വേഷണത്തിന് എന്നെ അനുവദിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വയം മറക്കുന്നതിലൂടെയാണ് ഒരുവൻ കണ്ടെത്തുന്നത്, ക്ഷമിക്കുന്നതിലൂടെയാണ് ഒരുവൻ ക്ഷമിക്കപ്പെടുന്നത്, മരണത്തിലൂടെയാണ് ഒരുവൻ ശാശ്വത ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതങ്ങനെ തന്നെ ആകട്ടെ എന്നുള്ള ഫ്രാൻസിസ് അസിസിയുടെ പ്രയറോട് കൂടിയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അതിനുശേഷം ഏറ്റവും അവസാന ഭാഗത്ത് ആ അവസാനത്തെ വരി എന്താണ്? അടുത്ത ഏറ്റവും അവസാന വരി, ബട്ട് ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ, ദർ ഈസ് ആക്ഷൻ ആൻഡ് മോർ ആക്ഷൻ, കൂടുതൽ പ്രവൃത്തി ആക്ഷൻ. ദ നെക്സ്റ്റ് ചാപ്റ്റർ, ഫെയ്ത്ത് വിത്തൗട്ട് വർക്ക് ഈസ് ഡെഡ്, അതായത് വിശ്വാസമില്ലാത്ത പ്രവൃത്തിയില്ലാത്ത വിശ്വാസം മൃതമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ദ നെക്സ്റ്റ് ചാപ്റ്റർ ഇസ് എൻറ്റയർലി ഡിവോട്ടഡ് ടു സ്റ്റെപ്പ് 12. അടുത്ത ചാപ്റ്റർ മുഴുവനായും 12ാം പടിയെ കുറിച്ചുള്ള ചാപ്റ്റർ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചാപ്റ്റർ 7ലേക്ക് വർക്ക് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ നീങ്ങാണ്. നമുക്കറിയാം നമ്മളിപ്പോ 11ാം പടിയുടെ അവസാനം നമ്മൾ പാഴ്സ് എന്നാണ്, പോസ്, ആസ്ക്, റിമൈൻഡ് ആൻഡ് സേ. ഒരു നിമിഷം നമുക്ക് എന്തെങ്കിലും സംശയം തോന്നുമ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നു, നമ്മൾ അപേക്ഷിക്കുന്നു, നമ്മൾ റിമൈൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ അതിനെപ്പറ്റി മറുപടി പറയുന്നു. സോ 11 പടികൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ 12ാം പടിയിലേക്ക് പോവാണ്. നമുക്ക് റോമിൽ വായിക്കാവോ? അധ്യായം 7, മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം.
മറ്റ് മദ്യപാന രോഗികളുമായുള്ള ഗാഢമായ പ്രവർത്തനത്തോളം വലുതായി മദ്യത്തിൽ നിന്ന് മുക്തിയും രക്ഷയും നൽകുന്ന മറ്റൊന്നും തന്നെ ഇല്ലെന്ന് ഞങ്ങൾക്കുള്ള പ്രായോഗിക പരിചയം കാണിച്ചു തരുന്നു. മറ്റു പ്രവർത്തനങ്ങൾ പരാജയപ്പെടുമ്പോൾ ഇത് ഫലപ്രദമാവുന്നു. ഇതാണ് ഞങ്ങളുടെ 12ാമത്തെ നിർദ്ദേശം. ഈ സന്ദേശം മറ്റ് മദ്യപാന രോഗികളിൽ എത്തിക്കുക. മറ്റാർക്കും സഹായിക്കാൻ കഴിയാതിരിക്കുമ്പോഴും നിങ്ങൾക്ക് അതിന് കഴിയുന്നു. മറ്റുള്ളവർ പരാജയപ്പെടുമ്പോഴും നിങ്ങൾക്ക് അവരുടെ മദ്യപാന രോഗികളുടെ വിശ്വാസം ആർജിക്കുവാൻ കഴിയുന്നു. അവർ രോഗികളാണ് എന്ന കാര്യം എപ്പോഴും ഓർക്കുക. ഓക്കെ, അപ്പൊ നമ്മള് വർക്കിംഗ് വിത്ത് അതേഴ്സ്, ചാപ്റ്റർ 7ന്റെ പേര് വർക്കിംഗ് വിത്ത് അതേഴ്സ് എന്നാണ്. അപ്പൊ നമ്മൾ അവസാന ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഇൻടു ആക്ഷൻ, പ്രവൃത്തി പദത്തിലേക്ക് അവസാന വരിയിൽ അവരെപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് എൻറ്റയർലി ഡിവോട്ടഡ് ടു സ്റ്റെപ്സ് 12 എന്നാണ്. അതായത് അടുത്ത ചാപ്റ്റർ മുഴുവനായും 12 പടികൾക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തില് സ്റ്റെപ്പ് 3ആയിട്ടാണ് നമ്മൾ സാധാരണ പറയുന്നത്. നമുക്ക് 12 പടികൾ വായിക്കുമ്പോൾ നമുക്കറിയാം. ഒന്നെന്താണ്? ഹാവിങ് ഹാഡ് എ സ്പിരിച്വൽ അവേക്കണിങ് ആസ് എ റിസൾട്ട് ഓഫ് ദി സ്റ്റെപ്സ്. അതൊരു പ്രോമിസ് ആണ്. അതായത് കഴിഞ്ഞ 11 പടികൾ ചെയ്തതിനു ശേഷം നമുക്കൊരു ആത്മീയ ഉണർവ് ഉണ്ടാവുന്നു. ഈ നടപടികളുമായ ഫലമായി ഒരു ആത്മീയ ഉണർവ് ഉണ്ടായതിനാൽ നമുക്കറിയാം എന്താണ് ആത്മീയ ഉണർവ്. നമ്മൾ അപ്പൻഡിക്സിൽ വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആത്മീയതയുടെ ഒരു അപ്പൻഡിക്സ് രണ്ടാമത്തെ നമ്മുടെ ബുക്കിന്റെ 2ാമത്തെ പ്രിന്റിങ്ങിന്റെ സമയത്ത് ബിൽഡബ്ല്യൂ എഴുതി ചേർത്തിട്ടുണ്ട്. പേജ് നമ്പർ 569 ആണ് ഇംഗ്ലീഷ് ബുക്കില്. നമ്മുടെ നമ്പർ ഓർക്കുന്നില്ല. ഏതായാലും അതിനകത്ത് പറയുന്നത് എന്താണ്? ആത്മീയ അനുഭവത്തെ കുറിച്ചാണ്. 12 കാര്യങ്ങളാണ് അതിനകത്ത് കൃത്യമായി പറയുന്നത്. ഒന്ന്, വ്യക്തി പരിണാമം ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ചേഞ്ച് നമുക്ക് ഉണ്ടാവണം. വ്യക്തിത്വ പരിണാമം, അങ്ങനെ 2 പ്രാവശ്യം വ്യക്തി പരിണാമെന്നും വ്യക്തിത്വ പരിണാമെന്നും 2 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം 3ാമത്തെ കാര്യം ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ഒരു അപ്ഹൈവൽസ് എന്നാണ് ആ വാക്ക് ഉപയോഗിക്കുക. 4ാമത്തെ കാര്യം എന്താണ്? വിപ്ലവകരമായ ഒരു മാറ്റം മനുഷ്യരിൽ ഉണ്ടാവണം, റെവല്യൂഷണറി ചേഞ്ച്. 5ാമതൊരു കാര്യം പറയുന്നത് ആക്രാന്തകരമായ ഒരു ഈശ്വരബോധം, ഓവർവെൽമിങ് ഗോഡ് കോൺഷ്യസ്, ഒരു ആക്രാന്തപരമായ ഈശ്വരബോധം ഉണ്ടാവണം. 6ാമത്തെ കാര്യം ഒരു രൂപാന്തരം ഉണ്ടാവണം, അല്ലെങ്കിൽ വാസ്റ്റ് ചേഞ്ച് ഉണ്ടാവണം. 7ാമത്തെ കാര്യം അതിനകത്ത് പറയുന്നത് വിദ്യാഭ്യാസ വ്യതിയാനം എന്നാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് ഒരു വെറൈറ്റി ഓഫ് റിലീജിയസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ബുക്കിലൂടെയാണ് ബിൽഡബ്ല്യൂ ഇത് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. അദ്ദേഹം പറയുന്നത് ഒരു വിദ്യാഭ്യാസ വ്യതിയാനം ഉണ്ടാവും. അല്ലെങ്കിൽ 8ാമത് പറയുന്നത് സാവധാനത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടാവണം. 9ാമത് ഒരു വ്യതിയാനം, അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് നമുക്ക് ഉണ്ടാവണം. 10 ജീവിതത്തോടുള്ള ഒരു സമീപനം മാറണം, അല്ലെങ്കിൽ പ്രൊഫൗണ്ട് ഓൾട്ടറേഷൻ എന്നാണ് പറയുന്നത്. ജീവിതത്തോടുള്ള ഒരു സമീപനം മാറണം. 11ാമത് എന്താ പറയുന്നത്? ഒരു ദൈവബോധം, അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ളവരുള്ളവര് അതിനെ ദൈവബോധം എന്ന് വിളിക്കുന്നു. 12ാമത് ഞങ്ങളെക്കാൾ ഒരു വലിയ ശക്തി എന്ന് ഉള്ള അതാണ് വിശ്വാസികളല്ലാത്തവർ വിളിക്കുന്നത്. അതാണ് ആത്മീയ അനുഭവത്തിന്റെ അന്തസത്ത എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നടപടികളിൽ കിട്ടിയ ഒരു ആത്മീയ ഉണർവ് ഉണ്ടായതിനാൽ എന്നുള്ള വാക്ക് അതിന്റെ പുറകിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരാൾക്കാണ് ഈ പ്രോമിസ് അല്ലെങ്കിൽ ഈ വാഗ്ദാനം ലഭിക്കുന്നത്. 2ാമത്തെ ഭാഗം ദി ചാർജ് ആണ്. അതായത് ഈ സന്ദേശം മറ്റ് മധ്യസ്ഥത്തിൽ എത്തിക്കുവാനും അത് നമുക്കൊരു ഇൻചാർജ് ആണ്, ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. റെസ്പോൺസിബിലിറ്റി പ്ലഡ്ജ് നമ്മൾ എപ്പോഴും ചെല്ലാറുണ്ട്. ഐ ആം റെസ്പോൺസിബിൾ, അല്ലെങ്കിൽ ഞാൻ ഉത്തരവാദിത്തമുള്ളവനാണ്. വെൻ എനിവൺ എനിവേർ, എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും റീച്ചസ് ഔട്ട് ഓഫ് ഹെൽപ്പ്, സഹായത്തിനായി അഭ്യർത്ഥിച്ചാൽ ഐ വാണ്ട് ദ ഹാൻഡ് ഓഫ് എ ഓൾവേസ് ദെയർ ആൻഡ് ഫോർ ദാറ്റ് ഐ ആം റെസ്പോൺസിബിൾ. അല്ലെ, എയുടെ സഹായഹസ്തങ്ങൾ എവിടെ ഉണ്ടായിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു, അതിനാൽ ഞാൻ ഉത്തരവാദിത്തമുള്ളവനാണ്. അതായത് ആരെങ്കിലും സഹായത്തിന് അഭ്യർത്ഥിച്ചാൽ ഞാൻ സഹായിക്കാൻ തയ്യാറാകണം. അത് നമുക്കറിയാം 1965 ഇന്റർനാഷണൽ കൺവെൻഷൻ ടൊറന്റോയിൽ വെച്ച് നമ്മൾ എടുത്തിട്ടുള്ള ഒരു പ്ലഡ്ജാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഫ്രീലി മറ്റുള്ളവർക്ക് കൊടുക്കുക, മറ്റുള്ളവർക്ക് സന്തോഷത്തോടു കൂടി കൊടുക്കുക. അത് ചിലപ്പോൾ നമ്മൾ സ്പോൺസർഷിപ്പ് ചെയ്യുന്നതോടുകൂടിയാകാം, അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലൂടെ കടന്നു വന്നത് ഉണ്ടാകാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 10-20 മില്യൺ ആളുകൾ നമ്മളുടെ ഇടയിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് നമുക്ക് 2-3 മില്യൺ ആളുകൾ നമുക്ക് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പൊ പുറത്താണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്. അമേരിക്കയിൽ 1939 അദ്ദേഹം പറയുന്നത് ഏകദേശം 5 മില്യൺ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഇന്നൊക്കെ എന്ന് വെച്ചാൽ 3-4 ഇരട്ടി ആളുകൾ മധ്യസ്ഥരായിട്ടുണ്ടാകാം. അപ്പൊ നമുക്കുള്ള ഒരു ഉത്തരവാദിത്വം വളരെ വലുതാണ്. അപ്പൊ ഈ സന്ദേശം മറ്റു മധ്യസ്ഥത്തിലേക്ക് എത്തിക്കുക. അപ്പൊ ആദ്യത്തേതിന്റെ ഭാഗത്തിന്റെ പേരെന്താണ്? ദ പ്രോമിസ്. 2ാമത്തെ ഭാഗത്തിന്റെ പേരാണ് ദ ചാർജ്, ഇൻചാർജ്. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. 3ാമത്തെ ഭാഗമാണ് ദി ചലഞ്ച്. ഇതാണ് ആൻഡ് ടു പ്രാക്ടീസ് ദിസ് പ്രിൻസിപ്പിൾ ഇൻ ഓൾ അവർ അഫയേഴ്സ്. നമ്മുടെ വീട്ടില്, നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഈ തത്വങ്ങൾ പാലിക്കാൻ ശ്രമിച്ചു. കാരണം നമ്മൾ വളരെ ഡിഫക്ട്സ് ഉള്ളവരാണ്. അസൂയ, വിരോധം, വെറുപ്പ്, സ്വയം സഹതാപം,
റിസെന്റ്മെന്റ് അല്ലെങ്കിൽ നീരസം, സ്വാർത്ഥത, ഭീരുത്വം, ആർത്തി, അത്യാഗ്രഹം, അഹങ്കാരം, ധിക്കാരം, അങ്ങനെയൊക്കെയുള്ള മറ്റുള്ളവരെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരു ക്ഷമയില്ലാത്ത, അങ്ങനെ ഈ ഫ്രൈറ്റൻഡ്, പേടി, മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പൊ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പടികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ക്ഷമയുള്ള, ധൈര്യമുള്ള, മറ്റുള്ളവരെ പരിഗണിക്കുന്ന, എല്ലാവരോടും നന്നായി കൂട്ടുകൂടുന്ന, കേൾക്കുന്ന, ധാർമ്മികതയുള്ള ഒരാളായി നമ്മൾ മാറുകയാണ്. അപ്പൊ അല്ലെങ്കിൽ നമുക്കെല്ലാം സഹിക്കാൻ കഴിയുന്ന, സഹിക്കുകയും നമ്മൾ പഠിച്ചു ലവ് ആൻഡ് ടോളറൻസ് ഇസ് അവർ കോഡ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതുണ്ട്. ഇത് ഒറ്റയടിക്ക് അപ്പൊ ദി ചലഞ്ച് എന്നുള്ള ഭാഗം നമുക്ക് ഈ ഒരു പുസ്തകത്തിൽ ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ മാത്രമല്ല, BW ആ ബുക്കിൽ എൻറ്റയർലി സ്റ്റെപ്പ് 12 വേണ്ടി ഇത് മാറ്റി വെച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ പിന്നീട് വരുന്ന ചാപ്റ്റർ 8 ചാപ്റ്റർ 9 അതായത് ഭാര്യമാരോടും പിന്നീടുള്ള കുടുംബത്തിലൂടെയും നീണ്ടുപോകുന്നതാണ് നമ്മുടെ സ്റ്റെപ്പ് 12 എന്ന് പറയുന്നത്. അത് നീണ്ടുപോകുന്നതാണ്. അപ്പൊ നമുക്ക് അപ്പൊ ഇന്നിപ്പോ റോമില് വായിച്ച ഭാഗത്തിന് അപ്പം ചാപ്റ്റർ 7 അല്ലെങ്കിൽ വർക്കിംഗ് വിത്ത് അതേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സങ്കല്പമാണ്. വാട്ട് വി ഹാഡ് എ സ്പിരിച്വൽ അവേക്കനിങ് ആസ് എ റിസൾട്ട് ഓഫ് വർക്കിംഗ് ദ സ്റ്റെപ്പ് 11 പേജ് സ്റ്റെപ്സ്. അതായത് കഴിഞ്ഞ 11 പടികൾ ചെയ്തതിനു ശേഷം നമുക്ക് കിട്ടിയ ചില ക്ലിയർ കട്ട് ഡയറക്ഷൻസ്, ചില നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഡോക്ടേഴ്സ് ഒപ്പീനിയൻ മുതൽ കഴിഞ്ഞ 6 അധ്യായങ്ങൾ വരെ നമുക്ക് എങ്ങനെയാണ് ഈ 11 പടികൾ ചെയ്യുന്ന ക്ലിയർ കട്ട് ഡയറക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് ആ പ്രോമിസ് സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ഒരു ചാർജ്, അതായത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇതിന്റെ തേർഡ് പാർട്ടിൽ അല്ലെങ്കിൽ ചലഞ്ച് എന്ന് പറയുന്ന പാർട്ട് പിന്നീടുള്ള 2 അധ്യായങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ. അപ്പോൾ കൂടുതൽ practical experience shows that nothing will so much ensure immunity from drinking as intensive work with other alcoholic works, other activities fail. അതായത് ഈ നമ്മുടെ പൊതുവായിട്ടുള്ള ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുന്നത് എന്താണ്, മറ്റുള്ളവരുമായിട്ടുള്ള ഇന്റൻസീവ് വർക്ക്, അതായത് തീവ്രമായിട്ടുള്ള, തീക്ഷ്ണമായിട്ടുള്ള, ഗാഢമായിട്ടുള്ള ഒരു പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് ഇത് ഇൻഷുർ ചെയ്യുന്നത്, മദ്യാസക്തിയിൽ നിന്ന് മാറാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ദിസ് ഈസ് അവർ 12th സജഷൻ. ഇതാണ് നമ്മുടെ 12ാമത്തെ നിർദ്ദേശം. ക്യാരി ദിസ് മെസ്സേജ് ടു ദ അതർ ആൽക്കഹോളിക്സ്. ക്യാരി എന്ന് പറഞ്ഞാലാണ് നമ്മളിത് വഹിച്ചുകൊണ്ട് പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണ്, ഇത് ചുമന്നുകൊണ്ട് മറ്റൊരാളിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ അടുത്ത വരി പറയുന്നത് യു ക്യാൻ ഹെൽപ്പ് വെൻ നോ വൺ എൽസ് ക്യാൻ. മറ്റു ആർക്കും സഹായിക്കാൻ തരത്തിൽ നമ്മൾക്ക് സഹായിക്കാൻ കഴിയും. യു ക്യാൻ സെക്യൂർ ദെയർ കോൺഫിഡൻസ് വെൻ അതേഴ്സ് ഫെയിൽ. മറ്റ് കാര്യങ്ങൾ പരാജയപ്പെടുമ്പോൾ അവരുടെ വിശ്വാസം ആർജിക്കാൻ നമുക്ക് സാധിക്കും. റിമെമ്പർ ദേ ആർ വെരി ഇൽ. ഓർക്കുക, അവര് വളരെ സിക്ക് പേഴ്സൺസ് ആണ്, അതായത് ആത്മീയവും ശാരീരികവും മാനസികവുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് മദ്യാസക്തര്. അവരെ കൂടുതൽ നമുക്ക് സഹായിക്കാൻ സാധിക്കും. ഇവിടെ ഇതുവരെയുള്ള 6 ചാപ്റ്ററിലും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോട് പറയുന്ന രീതിയിലാണ്, അല്ലെ? വി വാണ്ട് ടു ഡു ദാറ്റ്, അല്ലെങ്കിൽ നമ്മളത് ചെയ്യണം, നമ്മൾ എന്നുള്ള വാക്കുകളാണ്. പക്ഷെ ഇവിടെ ഈ ഒരു പേജിൽ മാത്രം യു എന്നുള്ള വാക്ക് 14 തവണ ഉപയോഗിച്ചിട്ടുണ്ട്. അതപ്പോ അത് എന്നോട് പറയുന്നതാണ്, അല്ലെങ്കിൽ ആ വായിക്കുന്ന ആളോട് പറയുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ള, ആരാണോ വായിക്കുന്നത്, ആരാണോ സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറാകുന്നത്, അയാളോട് പറയുന്ന രീതിയിലാണ് യു എന്നുള്ള വാക്കാണ് അതിനകത്ത് ഉപയോഗിക്കുക. അപ്പൊ അടുത്തത് അദ്ദേഹം ഒരു കാര്യം പറയുന്നത് നമുക്ക് വായിക്കാം. ലൈഫ് വിൽ ടേക്ക് ഓൺ ന്യൂ മീനിങ്. അതായത് ജീവിതം ഒരു പുതിയ അർത്ഥതലം കണ്ടെത്തും. ടു വാച്ച് പീപ്പിൾ റിക്കവർ. ആളുകൾ രോഗവിമുക്തരാകുന്നത് ശ്രദ്ധിക്കുക. ടു സീ ദം ഹെൽപ്പ് അതേഴ്സ്. അവർ മറ്റുള്ളവരെ സഹായിക്കുന്നത് കാണുക. ടു വാച്ച് ലോൺലിനെസ് വാനിഷ്. ഏകാന്തത വിട്ടകലുന്നത് ദർശിക്കുക. ടു സീ എ ഫെലോഷിപ്പ് ഗ്രോ അപ്പ് അബൌട്ട് യു. നിങ്ങളിലൂടെ ഒരു കൂട്ടായ്മ ഉരുത്തിരിഞ്ഞ് വരുന്നത് കാണുക. ടു ഹാവ് എ ഹോസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്. ഒരു സംഘം ചങ്ങാതിമാർ ഉണ്ടായിരിക്കുക. അപ്പോ അത്രയും കാര്യങ്ങൾ, അത്രയും വാഗ്ദാനങ്ങളാണ്, അല്ലെങ്കിൽ പ്രോമീസ് ആണ് നമുക്ക് 12 പടികളിലൂടെ നമുക്ക് തരുന്നത്. 6 വാഗ്ദാനങ്ങൾ. ആ 6 വാഗ്ദാനങ്ങൾ, ദിസ് ഈസ് ആൻ എക്സ്പീരിയൻസ് യു മസ്റ്റ് നോട്ട് മിസ്. ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കഴിയാത്തതാണ്. യു വിൽ നോട്ട് വാണ്ട് ടു മിസ് ഇറ്റ്. ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ട കാര്യമില്ല.
വി നോ യു വിൽ നോട്ട് മിസ് ഇറ്റ്. നിങ്ങൾ ഒരിക്കലും ഇത് മിസ് ചെയ്യില്ല. പിന്നെ അടുത്ത് വായിക്കാവുന്ന അടുത്ത പാരഗ്രാഫ്. റോമലെ, ഹലോ, കേൾക്കാവോ? ഞാൻ കേൾക്കാൻ പാടില്ലോ. ഹലോ, ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ട് ശ്രീചേട്ടൻ, കേൾക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ട്. റോമന്റെ കേൾക്കാവോ? ഒരു ജീവിതം ഒരു പുതിയ അർത്ഥതലം കണ്ടെത്തും. ആളുകൾ രോഗവിമുക്തരാകുന്നത് ശ്രദ്ധിക്കുക. അവർ മറ്റുള്ളവരെ സഹായിക്കുന്നത് കാണുക. ഏകാന്തത വിട്ടകലുന്നത് ദർശിക്കുക. നിങ്ങളുടെ ഒരു കൂട്ടായ്മ ഉരുത്തിരിഞ്ഞു വളരുന്നത് കാണുക. ഒരു സംഘം ചങ്ങാതിമാർ ഉണ്ടായിരിക്കുക. ഈ അനുഭവം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒന്നാണ്. ഞങ്ങൾക്കറിയാം നിങ്ങൾ ഒരിക്കലും അത് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കില്ലെന്ന്. പുതുതായി വരുന്നവരുമായും മറ്റുള്ളവരുമായുള്ള നിതാന്ത സമ്പർക്കം ഞങ്ങളുടെ ജീവിതത്തെ രജത രേഖയാണ്. ഓക്കെ, അപ്പൊ നമ്മള് റെസ്റ്റ്ലെസ് ഇറിറ്റബിൾ ഡിസ്കണ്ടന്റ്, അതായത് RID ഫാക്ടേഴ്സിന്റെ ഉടമകളായിരുന്നു. നമ്മൾക്ക് നിരന്തരമായിട്ടുള്ള ഈ 11 പടികളുടെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ഡിഫക്ട്സ് ഒക്കെ നമുക്ക് മാറി, നമ്മൾ അസറ്റിലേക്ക് മാറി. ഇതിനുശേഷം നമ്മൾ മറ്റുള്ളവരെ പ്രവർത്തിക്കുന്ന ഇന്റൻസീവ് വർക്ക് എന്നാണ്. അതെന്താണ് ഇന്റൻസീവ് വർക്ക്? വെറുതെ മീറ്റിംഗിൽ പോയി പങ്കെടുക്കുക മാത്രമല്ല, മറ്റാളുകളോട് സംസാരിക്കുക, പുതിയ ആളുകളോട് സംസാരിക്കുക, അവരെ മീറ്റിങ്ങിന് കൊണ്ടുപോകുക, മീറ്റിംഗ് കഴിയുമ്പോൾ അവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുക. അങ്ങനെ ഇന്റൻസീവ്, ഒരു ആത്മാർത്ഥമായിട്ടുള്ള, ഒരു സജീവമായിട്ടുള്ള, ഒരു തീവ്രമായിട്ടുള്ള ഒരു വർക്ക് നമുക്ക് ആവശ്യമുണ്ട്. പിന്നീട് വന്ന 6 കാര്യങ്ങൾ നമ്മൾ 2 പാരഗ്രാഫായിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷ് ബുക്കിൽ അത് ഒരുപോലെ തോന്നുന്നു. ഏതായാലും അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അടുത്ത് വായിക്കാവോ? ഒരുപക്ഷെ രോഗമുക്തി ആഗ്രഹിക്കുന്ന ഒരു കുടിയനുമായും നിങ്ങൾ പരിചയമുള്ളവരല്ലായിരിക്കാം. എങ്കിലും ഡോക്ടർമാരോടോ പുരോഹിതന്മാരോടോ വൈദികന്മാരോടോ ആശുപത്രികളിലോ പോയി അന്വേഷിച്ചാൽ വളരെ എളുപ്പം ഈ തരത്തിൽപ്പെട്ട ആളുകളെ കണ്ടെത്താനാവും. നിങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ അവർ വേണ്ട തലത്തിലധികം സന്തോഷം മാത്രമുള്ളവരായിരിക്കും. സുവിശേഷ പ്രചാരണം നടത്തുന്നവരെ പോലെയോ പരിഷ്കൃതകർത്താക്കളെ പോലെയോ നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കണം. നിർഭാഗ്യവശാൽ ഒരുപാട് അടിസ്ഥാനരഹിതങ്ങളായ മൂഢവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത്തരം ധാരണകളെ ഉണർത്തിവിട്ടാൽ നിങ്ങൾ ബുദ്ധിമുട്ടിലാകും. പുരോഹിതന്മാരും ഡോക്ടർമാരും ഇക്കാര്യത്തിൽ വളരെ യോഗ്യതയുള്ളവരാണ്. നിങ്ങൾ ആഗ്രഹമുണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരുപാട് പഠിക്കാവുന്നതാണ്. പക്ഷേ കുടിയുടെ കാര്യത്തിൽ നിങ്ങൾക്കുള്ള മുൻപരിചയം മൂലം മറ്റ് അമിത മദ്യപാന രോഗികൾക്ക് മറ്റാർക്കും കഴിയാത്ത നിലയിൽ പ്രയോജനപ്പെടുന്നവരാകാൻ നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് സഹകരിക്കുക, ഒരിക്കലും കുറ്റം പറയാതിരിക്കുക, മറ്റുള്ളവർക്ക് സഹായകരമായ രീതിയിൽ ജീവിക്കുക എന്നതാണ് ഞങ്ങളുടെ ഏക ലക്ഷ്യം. അപ്പൊ അടുത്ത പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത്, പെർഹാപ്സ് യു ആർ നോട്ട് അക്വൈൻറ്റഡ് വിത്ത് എനി ഡ്രിങ്കേഴ്സ് ഹു വാണ്ട് ടു റിക്കവർ. നമ്മൾക്ക് അവരെ ഇപ്പൊ ആരാളും പരിചയമില്ല, അല്ലെങ്കിൽ നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് അടുത്ത് പരിചയമുള്ള ആരും ഇല്ലെങ്കിൽ യു ക്യാൻ ഈസിലി ഫൈൻഡ് സം ബൈ ആസ്കിങ് 3-4 പേരോടാ പറയുന്നത്. ആരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാല്, ഒന്ന് ഡോക്ടേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ പുരോഹിതര്, പിന്നെ ഹോസ്പിറ്റൽസ്, ആശുപത്രികളിൽ. അപ്പം ഈ 1939 എഴുതിയ പുസ്തകമാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരൊരിക്കലും അവരുടെ പേരോ നമ്പറോ ഒന്നും തരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം നമുക്ക് പ്രൈവസി ഉണ്ട്. അപ്പൊ അവർ പറയും അങ്ങനെ നമ്പർ തരാൻ പറ്റില്ല എന്ന് പറയാനാണ് സാധ്യത കൂടുതൽ. നമുക്ക് ഇന്ന് ഏറ്റവും സജീവമായിട്ട് ചെയ്യാവുന്നത് നമ്മൾ മീറ്റിംഗിൽ എത്തുക എന്നുള്ളതാണ്. ഓൺലൈൻ ആയിക്കോട്ടെ, ഓഫ്ലൈൻ ആയിക്കോട്ടെ, ഫിസിക്കൽ മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ തീർച്ചയായും അവിടെ ചെല്ലുക. അതിനുശേഷം ഇങ്ങനെയുള്ള ഒരാളുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം അവനെ നമ്മൾ സഹായിക്കുക. എന്നിരുന്നാൽ തന്നെയും നമുക്ക് പറ്റുമെങ്കിൽ ശ്രമിക്കാം. ഡോക്ടർമാരുടെ അടുത്തോ പുരോഹിതരുടെ അടുത്തോ ഒക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ അവര് നമ്മളെ സഹായിക്കാൻ തയ്യാറുള്ളവരാകും. ഇപ്പൊ നമ്മുടെ ഡോക്ടർ ഗോപാലൻ പോലുള്ള ആളുകളൊക്കെ, അങ്ങനെയുള്ള ആളുകൾ പുറത്ത് ലോകത്തും ഉണ്ടാവും. അപ്പൊ അവരോട് സഹായം നമുക്ക് ചോദിക്കാം. ആരെങ്കിലും നമ്പർ കിട്ടിയാൽ നമുക്ക് തരണേ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പുരോഹിതരുടെ അടുത്ത് പള്ളിയിൽ പോയി സംസാരിക്കാം. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് PR, പബ്ലിക് റിലേഷൻസ് വർക്കുകളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അപ്പം ഈ സാധ്യതകളെല്ലാം നമുക്ക് ഉപയോഗിക്കാം ആശുപത്രികളിലോ ഡോക്ടർമാരുടെ അടുത്തൊക്കെ. എന്നിരുന്നാൽ തന്നെയും ഏറ്റവും ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തരം ആളുകളെ നമ്മൾ മീറ്റിങ്ങിൽ പോയാൽ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ തീർച്ചയായും അവിടെ തീർച്ചയായും പോകണം. അതിനുശേഷം അദ്ദേഹം ഒരു ഡയറക്ഷൻ നമുക്ക് തരികയാണ്, ഒരു നിർദ്ദേശം. ഡോണ്ട് സ്റ്റാർട്ട് ഔട്ട് ആസ് ആൻ ഇവാഞ്ചലിസ്റ്റ് ഓർ റീഫോമർ. അതായത് നമ്മൾ സുവിശേഷ പ്രചാരകനെ പോലെയോ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ പോലെയോ പെരുമാറരുത് എന്നാണ്. ഇതിനാളുകൾ കണ്ടെത്താം.
സുവിശേഷ പ്രചരണത്തിനുള്ള പരിഷ്കർത്തകളെ പോലെ നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കണം. അതാണ് ആ പേജിലെ അല്ലെങ്കിൽ ആ പാരഗ്രാഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്ക്. സുവിശേഷ പ്രചരണം നടത്തുന്നത് പോലെ പരിഷ്കർത്തകളെ പോലെ നിങ്ങൾ പെരുമാറണം. അൺഫോർച്ചുനേറ്റ്ലി എ ലോട്ട് ഓഫ് പ്രിജുഡൈസ് എക്സിസ്റ്റ്. പല തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പൊ ഒരുപാട് പേര് ആൽക്കോളിക്സ് അനോണിമസ് ക്രിസ്ത്യൻ ആണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന് വന്നതാണ്, നിങ്ങൾക്ക് അറിയില്ലേ, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് പൊട്ടിച്ച് മാറി വന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് അല്പജ്ഞാനത്തിലൊക്കെ നമ്മളോട് സംസാരിക്കുന്നതും വിളമ്പുന്നതും ഒക്കെ കാണാം. അപ്പോൾ ആൽക്കോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം ഒരു മതത്തിന്റെ ഇതില്ല. ഹലോ, കേക്കാവോ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് മാറിയാണ് നമുക്ക് അവിടെ നിന്ന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോ പറഞ്ഞു വന്ന ഇതാണ്, നമ്മളൊരു സുവിശേഷ പ്രചരണ പോലെ പെരുമാറരുത്. ഇത് തന്നെയാണ് ബിൽ ഡബ്ല്യുവിനോട് നമ്മുടെ സിൽക്കോർത്ത് പറഞ്ഞത്. 6 മാസം ചാൾസ് ബി ടൗൺസ് ഹോസ്പിറ്റലിലൂടെ വളരെ അലഞ്ഞ് ആളുകളുമായിട്ട് പ്രവർത്തിച്ചെങ്കിലും പിന്നീട് അദ്ദേഹം ആരും സുബോധാവസ്ഥയിൽ എത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, നിങ്ങൾ കുടിച്ചിട്ടില്ല, 6 മാസമായിട്ട് നിങ്ങൾ കുടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ നിങ്ങളുടെ സുവിശേഷ പ്രചരണം നിർത്തി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത് നിങ്ങൾക്ക് ഈ രോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അവരോട് പറയണം. ഇനി നമുക്ക് അവരോട് പുരോഹിതന്മാരും ഡോക്ടർമാരും ഈ കാര്യത്തിൽ വളരെ യോഗ്യതയുള്ളവരാണ്. കാരണം അവര് സുവിശേഷ പ്രചരണം നടത്തിക്കോട്ടെ, അവർക്ക് അതിനെപ്പറ്റി പറയാനായിട്ടുള്ള യോഗ്യതയുള്ളവരാണ്. നമ്മൾ അങ്ങനെയുള്ളവരല്ല. അപ്പോൾ ഏയക്കാരെ പറ്റിയാണ് ഇവിടെ പറയുക. അപ്പോ ഈ തരത്തിലുള്ള മൂഢവിശ്വാസങ്ങൾ നിലനിൽക്കുന്നു. അത്തരം ധാരണകൾ നമ്മൾ ഉണർത്തി വിട്ടാൽ, അതായത് ഞാൻ ഒരിക്കലും ഓർക്കുന്നുണ്ട്, ഞാൻ ഷേവ് ചെയ്തേക്കണു, മീശയൊന്നും വെച്ചിട്ടില്ല. ഒരു ന്യൂ കമറുമായിട്ട് ഞാൻ ഓൺലൈനിൽ ബന്ധപ്പെടുന്നു, വീഡിയോ കോളിൽ. അപ്പൊ അദ്ദേഹത്തിന് പെട്ടെന്ന് എന്നോട് തോന്നിയത് നിങ്ങളൊരു പെന്തക്കോസ്തുകാരനാണെന്നാണ്. സഭയെ പറ്റി പറയുന്നല്ല. അപ്പൊ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം, അപ്പൊ അവിടെ എന്താണ് ഉണ്ടാവും? ഒരു തടസ്സം ഉണ്ടാവും. നമ്മൾ കൊടുക്കേണ്ട സന്ദേശത്തിന് ഒരു ഹാൻഡിക്യാപ്ഡ്, യു വിൽ ബി ഹാൻഡിക്യാപ്ഡ് ഇഫ് യു അറൗസ് ഇറ്റ്. അതായത് ഇത്തരം ആത്മീയ കാര്യങ്ങൾ നമ്മൾ ഉണർത്തി വിട്ടാല്, അല്ലെങ്കിൽ നമ്മൾ ഈ സുവിശേഷ പ്രചരണ പോലെ നമ്മൾ പെരുമാറിയാല് അവിടെ നമ്മൾ ഹാൻഡിക്യാപ്ഡ് ആകും. നമുക്കൊരു വിലങ്ങ് തടി ഉണ്ടാകും, ഒരു പ്രതിബന്ധം ഉണ്ടാകും, ഒരു തടസ്സം ഉണ്ടാകും. അതുകൊണ്ടാണ് അറൗസ് ഇറ്റ് എന്ന് പറഞ്ഞത്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണർത്തരുത്, ഉത്തേജിപ്പിക്കരുത്, ഉത്സാഹപ്പെടുത്തരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോ മിനിസ്റ്റേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ആർ കോമ്പറ്റന്റ് ആൻഡ് യു ക്യാൻ ലേൺ മച്ച് ഫ്രം ദം ഇഫ് യു വിഷ്. അതായത് നമ്മൾക്ക് അവരിൽ നിന്ന് പഠിക്കാം. അവർക്ക് പല കാര്യങ്ങളും ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, പുരോഹിതർ പറയുന്നുണ്ട്, അവരിൽ നിന്ന് പഠിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്, അല്ലെ? നമ്മള് മദ്യാസക്തരാണ്, അല്ലെങ്കിൽ മദ്യാസക്തരാണെന്ന് സമ്മതിച്ച് നമ്മൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വന്നവരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. അവരൊക്കെ തിയറി ബേസിലാണ് അവർ പറയുന്നത്, നമ്മുടെ അനുഭവങ്ങളുടെ ബേസിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ അവരെ സഹായിക്കും. അതുകൊണ്ടാണ് അവർ പറയുന്നത്, ഒരു പക്ഷേ കുടിയുടെ കാര്യത്തിൽ നിങ്ങൾക്കുള്ള മുൻപരിചയം മൂലം മറ്റ് അമിത മദ്യപാന രോഗികൾക്ക് മറ്റാർക്കും കഴിയാത്ത നിലയിൽ പ്രയോജനമുണ്ടെന്ന് നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് സഹകരിക്കുക, ഒരിക്കലും കുറ്റം പറയാതിരിക്കുക, മറ്റുള്ളവർക്ക് സഹായമായ രീതി ജീവിക്കുക എന്നതാണ് ഞങ്ങളുടെ ഏക ലക്ഷ്യം. യുവർ ഓൺ ഡ്രിങ്കിങ് എക്സ്പീരിയൻസ് യു ക്യാൻ ബി യൂണിക്ലി യൂസ്ഫുൾ ടു അതർ ആൽക്കഹോൾസ്. മറ്റ് മദ്യാസക്തരെ സഹായിക്കുക. സോ കോപ്പറേറ്റ്, സഹായിക്കൂ, നെവർ ക്രിട്ടിസൈസ്, വിമർശിക്കരുത്. ടു ബി ഹെൽപ്ഫുൾ ഇൻ അവർ ഓൺലി എയിം. അപ്പോ ഏതെങ്കിലും ഒരു ബ്രാൻഡ് നെയിം വെച്ചുകൊണ്ടോ ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് തലയിൽ ഒട്ടിച്ചുകൊണ്ടോ നമ്മൾ പോകരുത്. ഇപ്പൊ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞു പോകേണ്ട കാര്യമില്ല. ദൈവവിശ്വാസം ഉള്ള ഒരാള് ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു പോകേണ്ട കാര്യമില്ല. അപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ നമുക്ക് അവനെ രക്ഷിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു മുൻവിധികൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പോവുക എന്നുള്ള അർത്ഥത്തിലാണ് ഡോണ്ട് സ്റ്റാർട്ട് ഔട്ട് ആസ് ആൻ ഇവാഞ്ചലിസ്റ്റ് ഓർ റിഫോമർ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. അടുത്ത പാരഗ്രാഫ് വായിക്കാവോ? ആൽക്കഹോളിക് അനോണിമസിലേക്ക് ഒരു നവാഗതനെ നിങ്ങൾ കണ്ടെത്തുമ്പോൾ അയാളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അയാൾക്ക് കുടി നിർത്തണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ അയാളെ പ്രേരിപ്പിച്ചുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തരുത്. അങ്ങനെയായാൽ ഒരു പക്ഷേ നിങ്ങൾ പിന്നീട് ഉണ്ടായേക്കാവുന്ന ഒരവസരം നഷ്ടപ്പെടുത്തുകയാവും. ഈ ഉപദേശം അയാളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കൂടി നൽകുന്നതാണ്.
രോഗമുള്ള ഒരു വ്യക്തിയോടാണ് തങ്ങൾ ബന്ധപ്പെടുന്നത് എന്ന് ബോധ്യപ്പെട്ട് അവർ ക്ഷമയോടെ വർത്തിക്കണം. ഓക്കെ. അപ്പൊ ആൽക്കഹോളിസം മിക്സ്ഡ് നവാദനം കണ്ടെത്തുമ്പോൾ അയാളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. അപ്പം ഓക്കെ, അടുത്ത പേജിൽ വെൻ യു ഡിസ്കവർ എ പ്രോസ്പെക്ട് ഫോർ ആൽക്കഹോളിസം ഫൈൻഡ് ഔട്ട് ഓൾ യു ക്യാൻ അബൌട്ട് ഹിം. അതാണ് അടുത്ത നിർദ്ദേശം. അയാളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഇഫ് ഹി ഡസ് നോട്ട് വാണ്ട് ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ് ഡോണ്ട് വേസ്റ്റ് ടൈം ട്രൈങ് ടു പെർസ്യൂഡ് ഹിം. അവനെ പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മള് സമയം അയാൾക്ക് കൂടി നിർത്തണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ അയാളെ സമയം നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ ആയാൽ ഒരു പക്ഷേ നിങ്ങൾ പിന്നീട് ഉണ്ടായേക്കാവുന്ന ഒരു അവസരം നഷ്ടപ്പെടുന്നു. യു മേ സ്പോയിൽ എ ലേറ്റർ ഓപ്പർച്യൂണിറ്റി. ദിസ് അഡ്വൈസ് ഇസ് ഗിവൺ ഫോർ ഹിസ് ഫാമിലി ഓൾസോ. അവന്റെ വീട്ടിലും ഈ കാര്യം അറിയിക്കണം. ദ ഷുഡ് ബി പേഷ്യന്റ്. അവർ ക്ഷമയോടെ ഇരിക്കണം. റിയലൈസിങ് ദേ ആർ ഡീലിംഗ് വിത്ത് എ സിക്ക് പേഴ്സൺ. ഡീലിംഗ് വിത്ത് എ സിക്ക് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആത്മീയവും ശാരീരികവും മാനസികവുമായിട്ടുള്ള രോഗിയാണ് എന്നുള്ള കാര്യം അവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അടുത്ത് വായിക്കാം. ഒരാൾക്ക് മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് എന്തെങ്കിലും സൂചന ലഭിച്ചാൽ അയാളുടെ കാര്യത്തിൽ ഏറ്റവും അധികം താല്പര്യമുള്ള വ്യക്തിയുമായി നന്നായി സംസാരിക്കുക. മിക്കവാറും അയാളുമായി, അയാളുടെ ഭാര്യയുമായി. അയാളുടെ പെരുമാറ്റം, പ്രശ്നങ്ങൾ, കുടുംബ പശ്ചാത്തലം, അയാളുടെ രോഗാവസ്ഥയുടെ ഗൗരവം, അയാളുടെ മതവിശ്വാസം എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ആർജിക്കുക. ഈ പട്ടിക മറിച്ചിട്ടാൽ അയാളുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങളെ അയാൾ എങ്ങനെ സമീപിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണ്. ഓക്കെ, അവിടെ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ അട്രാക്ഷൻ റാദർ ദാൻ പ്രൊമോഷൻ അല്ലേ? നമ്മളെ മറ്റുള്ളവരെ നമ്മളുടെ കൂടി നിർത്തണമെന്ന് ആഗ്രഹമില്ലാത്തവർ ഉപദേശിച്ച് നമ്മൾ പുറകെടുത്തുകൊണ്ട് നമ്മുടെ സമയം പാഴാക്കണ്ട എന്ന് പറയുന്നതിന് അട്രാക്ഷൻ റാദർ ദാൻ പ്രൊമോഷൻ എന്നുള്ളതാണ്. അപ്പം ഒരാൾക്ക് മദ്യപാനം നിർത്തണമെന്ന് എന്തെങ്കിലും സൂചന അയാളുടെ കാര്യത്തിൽ ഏറ്റവും അധികം താല്പര്യമുള്ള ഒരു വ്യക്തിയുമായി നന്നായി സംസാരിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് നന്നായി മിക്കവാറും അയാളുടെ ഭാര്യയുമായി, അയാളുടെ പെരുമാറ്റം, പ്രശ്നങ്ങൾ, കുടുംബ പശ്ചാത്തലം എന്തൊക്കെയാണ് പറയുന്നത്? നന്നായി ഇഫ് ദർ ഈസ് എനി ഇൻഡിക്കേഷൻ ദാറ്റ് ഹി വാണ്ട്സ് ടു സ്റ്റോപ്പ്, അവന് നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഹി വാണ്ട്സ് ടു സ്റ്റോപ്പ്, അവ പ്രത്യേകം ശ്രദ്ധിക്കണം. അവന് നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അവന്റെ ഭാര്യയ്ക്കല്ല, അവന്റെ ബന്ധുമിത്രാദികൾക്കല്ല, മറ്റുള്ളവർക്കല്ല. ഹി വാണ്ട്സ് ടു സ്റ്റോപ്പ്, ഹാവ് എ ഗുഡ് ടോക്ക് വിത്ത് ദ പേഴ്സൺ മോസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ ഹിം. അവന് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളായിട്ട് സംസാരിക്കണം. യൂഷ്വലി ഹിസ് വൈഫ്, സാധാരണയായി അവന്റെ ഭാര്യയോട്. അടുത്ത ഭാഗം ഒരു ഡയറക്ഷനാണ്. എന്തൊക്കെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെറ്റ് ആൻ ഐഡിയ ഓഫ് ഹിസ് ബിഹേവിയർ. ഒന്നെന്താണ് അവന്റെ പെരുമാറ്റം അല്ലെങ്കിൽ അവന്റെ പ്രവർത്തന രീതിയെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. രണ്ടാമത്തെ എന്താണ് ഹിസ് പ്രോബ്ലം, അതായത് എന്താണ് പ്രശ്നം, അത് അവന്റെ ഈ പ്രശ്നത്തിനുള്ള കാരണം എന്താണ്. മൂന്നാമത് എന്താണ് ഹിസ് ബാക്ക്ഗ്രൗണ്ട്, അവന്റെ പശ്ചാത്തലം, അവന്റെ പിന്നിലെ കാര്യങ്ങൾ മനസ്സിലാക്കണം. നാലാമത്തെ കാര്യമാണ് എന്താണ് ദ സീരിയസ് ഓഫ് ഹിസ് കണ്ടീഷൻ, അവന്റെ അവസ്ഥയെ കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള അവന്റെ സ്ഥിതിയെ കുറിച്ച് ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അവസാനം അഞ്ചാമത്തെ ഒരു കാര്യം പറയുന്നത് ഹിസ് റിലീജിയസ് ലീനിങ്സ്, അതായത് അവന്റെ മതപരമായിട്ടുള്ള ഈ അറിവിനെ പറ്റിയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് പറയുന്നതാണ്. അപ്പം പിന്നീട് മലയാളത്തിലേക്ക് അയാളുടെ പെരുമാറ്റം, പ്രശ്നങ്ങള്, കുടുംബ പശ്ചാത്തലം, അയാളുടെ രോഗാവസ്ഥയുടെ ഗൗരവം, അയാളുടെ മതവിശ്വാസം എന്നിവയെ കുറിച്ച് വ്യക്തമായ ധാരണ ആർജിക്കുക. ഈ പട്ടിക മറിച്ചിട്ട് അയാളുടെ സ്ഥാനത്തേക്കാൾ നിങ്ങളെ അയാൾ എങ്ങനെ സമീപിക്കണം എന്നാണ് നിങ്ങൾ ആലോചിക്കുന്ന മനസ്സിലാക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണ്. അതായത് അവന്റെ ചെരുപ്പ് നമ്മൾ അണിയണം. അവന്റെ ചെരുപ്പ് അണിഞ്ഞുകൊണ്ട് വേണം നമ്മളാണെങ്കിൽ അവന്റെ സ്ഥാനത്ത് എങ്ങനെ അവനോട് പെരുമാറും എന്ന് വിചാരിച്ചുകൊണ്ട് അത് കിട്ടാൻ പറ്റുന്നതാണ് ഇത്തരം കാര്യങ്ങള്. അവന്റെ ബിഹേവിയർ, അവന്റെ പെരുമാറ്റം, അല്ലെങ്കിൽ അവന്റെ പ്രശ്നം, അവന്റെ പശ്ചാത്തലം, അവന്റെ അവസ്ഥ, അവന്റെ ഈ മതപരമായിട്ടുള്ള ഈ അറിവുകള്, അതിനകത്തേക്കുള്ള റിലീജിയസ് ലീനിങ്സ് എന്നാണ് മതപരമായിട്ടുള്ള അവന്റെ ചായ്വ് എന്നുള്ള അർത്ഥത്തിലാണ്. ചായ്വ് എന്നാണ് മതപരമായ വിശ്വാസം എന്നാണ്. മതപരമായ അവന്റെ ചായ്വ് എങ്ങനെയാണ്, വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തീർച്ച അവിടെ കിട്ടും എന്നുള്ളതാണ്. അടുത്ത് വായിക്കാവോ? ചിലപ്പോഴൊക്കെ അയാൾ വീണ്ടും ഒരു കുടിയിലേക്ക് ചെന്ന് ചാടുന്നവരെ കാത്തിരിക്കുന്നതാണ് ബുദ്ധി. ഒരുപക്ഷെ അയാളുടെ കുടുംബാംഗങ്ങൾ ഇതിനെ എതിർത്തേക്കാം. പക്ഷേ അയാൾ ഒരു അപകടകരമായ ശാരീരികാവസ്ഥയിൽ അല്ലെങ്കിൽ ഈ അപകട സാധ്യതയെ അഭിമുഖീകരിക്കുന്നത് തന്നെയാണ് നല്ലത്. അയാൾ വളരെയേറെ കുടിച്ചിട്ടുള്ള സമയത്ത് അയാൾ വൃത്തിഹീനമായ നിലയിൽ തുടരുന്നില്ലെങ്കിൽ, അഥവാ അയാളുടെ കുടുംബാംഗങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമായ സ്ഥിതിയല്ല ഉള്ളതെങ്കിൽ അയാളുമായി ബന്ധപ്പെടാതിരിക്കുക. അയാളെ കുടിച്ചു കൂത്താടലിന്റെ അവസാനം വരെ കാത്തിരിക്കുക. ഏറ്റവും
ചുരുങ്ങിയത് തലയ്ക്കു വെളിവുള്ള ഒരിടവേള ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കുക. എന്നിട്ട് അയാളുടെ കുടുംബാംഗങ്ങളോ അടുത്ത സുഹൃത്തോ എന്നേക്കുമായി കുടിനിർത്താൻ അയാൾ ആഗ്രഹിക്കുന്നുവോ എന്നും അതിനുവേണ്ടി അത് അറ്റം വരെ പോകാനും അയാൾ തയ്യാറാണോ എന്നും അയാളോട് ചോദിക്കട്ടെ. അയാൾ ശരി എന്ന് പറയുകയാണെങ്കിൽ അയാളുടെ ശ്രദ്ധ രോഗവിമുക്തനായ ഒരാളെന്ന നിലയിൽ നിങ്ങളിലേക്ക് തിരിച്ചുവിടണം. സ്വന്തം രോഗവിമുക്തിയുടെ ഭാഗമായി മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ആളാണ് നിങ്ങൾ അയാളോട് വിവരിക്കണം. അയാൾ കാണാൻ താല്പര്യമുള്ളവനാണെങ്കിൽ അയാളെ കാണുവാനും അയാളോട് സംസാരിക്കുവാനും സന്തോഷമുള്ള ആളാണ് നിങ്ങളെന്ന് അയാളെ ധരിപ്പിക്കണം. ഓക്കെ, അടുത്തത് സംടൈം ഇറ്റ് ഈസ് വൈസ് ടു വെയിറ്റ് ടിൽ ഹി ഗോസ് ഓൺ എ ബിഞ്ച്. ബിഞ്ച് എന്ന് പറഞ്ഞാൽ ബിഞ്ച് ഡ്രിങ്കിങ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു വലിയ മതിച്ചുല്ലസിക്കലിന് ശേഷം അല്ലെങ്കിൽ കുടിച്ചു കൂത്താടലിന് ശേഷം ചിലരൊക്കെ ഇടയ്ക്ക് നിർത്താറുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്ന എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നിർത്താൻ കഴിയും, അങ്ങനെയൊക്കെ ഉള്ള ഒരു വിശ്വാസം അവർക്ക് വരാൻ സാധ്യതയുണ്ട്. ദ ഫാമിലി മേ ഒബ്ജക്ട് ടു ദിസ് ബട്ട് അൺലെസ് ഹി ഈസ് ഇൻ എ ഡേഞ്ചറസ് ഫിസിക്കൽ കണ്ടീഷൻ ഇറ്റ് ഈസ് ബെറ്റർ ടു റിസ്ക് ഇറ്റ്. അതായത് അവന്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥ വളരെ മോശമാണല്ല. ഒരു പക്ഷെ അയാളുടെ കുടുംബാംഗങ്ങൾ ഇതിനടുത്ത് പക്ഷെ അയാൾ ഒരു അപകടകരമായ ശാരീരികാവസ്ഥയിൽ അല്ലെങ്കിൽ ഈ അപകട സാധ്യതയെ അഭിമുഖീകരിക്കുന്നതാണ് തന്നെയാണ് നല്ലത്. അതായത് അവന്റെ ശരീരം കള്ളുകൂടി കൊണ്ട് അല്ലെങ്കിൽ മദ്യാസക്തി കൊണ്ട് വലിയ അപകടത്തിലൊന്നും അല്ലെങ്കിൽ അവനെ വെറുതെ വിട്ട് 1-2 പ്രാവശ്യവും കൂടി അവൻ കുടിച്ചിട്ട് വരട്ടെ എന്ന് ചിന്തിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് എന്നാണ് പറയാ. അപ്പൊ ഡോണ്ട് ഡീൽ വിത്ത് ഹിം വെൻ ഹി ഈസ് വെരി ഡ്രങ്ക്. അതൊരു പ്രത്യേകം ശ്രദ്ധിക്കണം. അയാൾ വളരെയേറെ കുടിച്ചിട്ടുള്ള സമയത്ത്, ആ വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അയാൾ വളരെയേറെ വെരി എന്നാണ്. കുടിച്ചിട്ടുള്ള സമയത്ത്, അയാൾ കുടിച്ചിട്ടുള്ള സമയത്ത് എന്ന് അവിടെ എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ ബിൽഡബ്ല്യൂ എഴുതുന്നത് ഡോണ്ട് ഡീൽ വിത്ത് ഹിം വെൻ ഹി ഈസ് വെരി എന്നുള്ള വാക്കാണ്. വളരെയേറെ അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള കുടിച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് എങ്കിൽ നമ്മൾ അവനോട് മിണ്ടരുതെന്നാണ്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ഈ വാക്ക് എടുത്തിട്ട് കുടിയന്മാരോട് സംസാരിക്കാൻ പാടില്ല, കുടിയന്മാരോട് മിണ്ടണ്ട, കുടിക്കാതെ വരട്ടെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് വെൻ ഹി ഈസ് വെരി ഡ്രങ്ക്. നമ്മൾ പറയുന്നത് മനസ്സിലാകാത്തൊരവസ്ഥയിലാണ്, അമിതമായി കുടിച്ചിരിക്കുകയാണ്, അസാധാരണമായി കുടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അവനോട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പറയരുത്. അപ്പൊ കാരണം ബിൽഡബ്ല്യൂവിന് കാണാൻ വരുമ്പോ എബി കാണാൻ വരുമ്പോ ബിൽഡബ്ല്യൂ കുടിച്ചിട്ടുണ്ട്. എബി താച്ചർ തിരിച്ചു പോയില്ല. അപ്പൊ എബി താച്ചർ ആ നമ്മുടെ ബിൽഡബ്ല്യൂവിന്റെ അടുക്കള മേശയിൽ ഇരുന്ന് ഇതിനെപ്പറ്റി കൃത്യമായി സംസാരിക്കുന്നുണ്ട്. അപ്പോ അൺലെസ് ഹി ഈസ് അഗ്ലി ആൻഡ് ദ ഫാമിലി നീഡ്സ് യുവർ ഹെൽപ്പ്. അതായത് അദ്ദേഹം തീർത്തും വളരെ മോശമുള്ള ഒരു വൃത്തിഹീനമായ അവസ്ഥയിലാണ്, അതുപോലെ അവരുടെ കുടുംബാംഗങ്ങൾ നമ്മളുടെ സഹായം ആവശ്യപ്പെടുന്നു എങ്കിൽ മാത്രം വീണ്ടും സഹായത്തിനായി വെയിറ്റ് ഫോർ ദ എൻഡ് ഓഫ് ദ സ്പ്രീ. അതായത് ഈ കൂത്താടലിന്റെ അവസാനം വരെ നമ്മൾ കാത്തിരിക്കണം. സ്പ്രീ എന്ന് നമുക്കറിയാം, ഈ മതിച്ചുല്ലസിക്കൽ അല്ലെങ്കിൽ കുടിച്ചുല്ലസിക്കൽ എന്നാണ്, ഓർ അറ്റ്ലീസ്റ്റ് ഫോർ എ ലൂസിഡ് ഇന്റർവെൽ എന്നാണ്. അല്ലെങ്കിൽ ഒരു തെളിഞ്ഞ സുബോധമുള്ള ഒരു അവസ്ഥ വരുന്നവരെ നമ്മൾ കാണുന്നത്. ലൂസിഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം സുബോധമുള്ള അല്ലെങ്കിൽ മദ്യം അടങ്ങി വളരെ ഓർമ്മയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതിനാണ് ലൂസിഡ് ഇന്റർവെൽ എന്ന് പറയാം. അപ്പൊ കുടുംബങ്ങളുടെ ആവശ്യമായ ആളുമായി ബന്ധപ്പെടാതിരിക്കുക, അയാളുടെ കുടിച്ചു കൂത്താടിന്റെ അവസാനം വരെ കാത്തിരിക്കുക. ഏറ്റവും ചുരുങ്ങിയത് തലയ്ക്ക് വെളിവുള്ള ഒരു ഇടവേള ഉണ്ടാകുന്നവരെ അതാണ് ലൂസിഡ് ഇന്റർവെൽ. എന്നിട്ട് അയാളുടെ കുടുംബാംഗങ്ങളോട് അടുത്ത സുഹൃത്ത് എന്നേക്കുമായി കൂടി നിർത്താൻ അയാൾ ആഗ്രഹിക്കുന്നുവെന്നും അതിനുവേണ്ടി ആ തെറ്റം വരെയും പോകാൻ അയാൾ തയ്യാറാണെന്നും അയാളോട് ചോദിക്കുക. എന്താണ് വെയിറ്റ് ഫോർ ദ എൻഡ് ഓഫ് ദ സ്പ്രീ ഓർ അറ്റ്ലീസ്റ്റ് എ ലൂസിഡ് ഇന്റർവെൽ. ദെൻ ലെറ്റ് ഹിസ് ഫാമിലി ഓർ എ ഫ്രണ്ട് ആസ്ക് ഹിം ഇഫ് ഹി വാണ്ട്സ് ടു ക്വിറ്റ് ഫോർ എ ഗുഡ് ആൻഡ് ഇഫ് ഹി വുഡ് ഗോ ടു എനി എക്സ്ട്രീംസ് ടു ഡു സോ. അറ്റം വരെ പോകാനും തയ്യാറാണോ? ഇത് എത്രാമത്തെ പ്രാവശ്യം ഈ ബുക്കിൽ ചോദിക്കുന്നത്? 4ാമത്തെ തവണയാണ്. 58 പേജ് മുതൽ പല 3 തവണ ഇതിന് മുമ്പ് ചോദിക്കേണ്ടത് ഇതിനകത്ത് വേണം. വുഡ് ഗോ ടു എനി ലെങ്ത്. അതിന് മറ്റൊരു വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, എനി എക്സ്ട്രീം. ഏതറ്റം വരെയും പോകാൻ തയ്യാറാണോ? വിസേസ് അവൻ അങ്ങനെ എസ് പറയാണ്. then his attention should be drawn to use a person who has recovered. അപ്പൊ അദ്ദേഹത്തിലേക്ക് ശ്രദ്ധ വേണം. യു ഷുഡ് ബി ഡിസ്ക്രൈബ്ഡ് ടു ഹിം ആസ് വൺ ഓഫ് ഫെലോഷിപ്പ് ഹു ആസ് പാർട്ട് ഓഫ് their own recovery try to help others and who will glad to talk to him if he cares to see you. അതായത് അയാളുടെ കുറിച്ച് തിരിച്ചു അയാൾ ശരി എന്ന് പറയുകയാണെങ്കിൽ അയാളുടെ ശ്രദ്ധ രോഗമുക്തനായ ഒരാളെന്ന നിലയിൽ നിങ്ങളിലേക്ക് തിരിച്ചുകൊണ്ട് സ്വന്തം രോഗമുക്തിയുടെ ഭാഗമായ മറ്റൊരാളെ സഹായിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ആളാണ് നിങ്ങളെന്ന് അയാളോട് വിവരിക്കണം. അയാൾ കാണാൻ താല്പര്യമുള്ളവനാണെങ്കിൽ അയാൾ കാണുവാനും അയാളോട് സംസാരിക്കാനും സന്തോഷമുള്ള ആളാണെന്ന് നിങ്ങളെ അയാളെ ധരിപ്പിക്കണം. അയാൾക്ക് ഈ തരത്തില്
സഹായം ആവശ്യമുണ്ടെങ്കിൽ എപ്പോ വേണേലും ഞാൻ വരാനായിട്ട് തയ്യാറാണെന്ന് അയാൾ അറിയിക്കണം. അടുത്ത് വായിക്കാവോ? അയാൾക്ക് നിങ്ങളെ കാണുവാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അയാളിൽ നിർബന്ധം ചെലുത്തരുത്. കുടുംബാംഗങ്ങൾ അയാളോട് നിങ്ങളെക്കുറിച്ച് അധികം പറയുകയോ അയാളോട് എന്ത് വേണമെങ്കിലും ആയിക്കോളൂ എന്ന മട്ടിലുള്ള ഭ്രാന്തമായ പരിവേദനങ്ങൾ നടത്തുകയോ ചെയ്യരുത്. അയാളെ കുടിച്ചു കൂത്താടൽ താൽക്കാലിക വിരാമത്തിലെത്തുന്ന ഇടവേള വരെ അവർ കാത്തിരിക്കണം. ഈ പുസ്തകം അയാൾ കാണത്തക്ക വിധം ഉള്ള ഒരിടത്ത് ഈ ഘട്ടത്തിൽ വെക്കാവുന്നതാണ്. നിർദ്ദിഷ്ടമായ നിയമങ്ങളൊന്നും ഇക്കാര്യത്തിലില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് കുടുംബാംഗങ്ങളാണ്. പക്ഷേ ഇക്കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നുള്ളത് കൊണ്ട് ഒരിക്കലും അമിത ഉത്കണ്ഠ പുലർത്തരുത് എന്ന് അവരെ ഓർമ്മിപ്പിക്കുക. സാധാരണഗതിയിൽ കുടുംബാംഗങ്ങൾ നിങ്ങളുടെ കഥ അയാളോട് പറയാൻ ശ്രമിക്കരുത്. കഴിയുന്നതും കുടുംബാംഗങ്ങളിലൂടെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്ന രീതി ഉപേക്ഷിക്കുക. ഒരു ഡോക്ടറിലൂടെയോ ഒരു സ്ഥാപനത്തിലൂടെയോ ഉള്ള സമീപനമാണ് കൂടുതൽ ഫലപ്രദം. നിങ്ങളുടെ ആൾക്ക് ആശുപത്രി ചികിത്സ ആവശ്യമാണെങ്കിൽ അയാൾക്ക് അത് നൽകേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒരിക്കലും അയാൾ അക്രമവാസന കാണിക്കുന്നില്ലെങ്കിൽ അയാളെ നിർബന്ധിച്ച് പിടിച്ച് ആശുപത്രിയിൽ കിടത്താൻ സമ്മതിക്കരുത്. അയാളുടെ പ്രശ്നത്തിനുള്ള ചില പരിഹാരങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ ഡോക്ടർ തന്നെ അയാളോട് നേരിട്ട് പറയട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യത്തെ പാരഗ്രാഫിൽ കണ്ടു നമ്മുടെ ഫെലോഷിപ്പിനെ കുറിച്ച്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്, ഞങ്ങളിങ്ങനെ ഒരു കുറെ പേര് ഇങ്ങനെ പരസ്പര സംസർഗത്തിലൂടെ പോകുന്നുണ്ട് എന്ന് പറയണം. അവന് ഈ ബോധം വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവന് ഈ രോഗമുക്തി വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ഇഫ് ഹി ഹേഴ്സ് ടു സീ യു, അവൻ നമ്മളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രം നമ്മൾ അവനെ കാണാനായി പോവുക. ഇഫ് ഡസ് നോട്ട് വാണ്ട് ടു സീ യു, നെവർ ഫോഴ്സ് യുവർ സെൽഫ് അപ്പോൺ ഹിം. അവൻ കാണാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ പോകേണ്ടതില്ല. നെയ്തർ ഷുഡ് ദ ഫാമിലി ഹിസ്റ്റോറിക്കലി പ്രീഡ് വിത്ത് ഹിം ടു ഡു എനിത്തിങ്, നോർ ഷുഡ് ദേ ടെൽ ഹിം മച്ച് അബൌട്ട് യു. അതായത് നമ്മുടെ കഥ ഈ അവന്റെ കുടുംബാംഗങ്ങൾ അവനോട് പറയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദേ ഷുഡ് വെയിറ്റ് ഫോർ ദ എൻഡ് ഓഫ് ദ നെക്സ്റ്റ് ഡ്രിങ്കിങ് ബൗൾ. അതായത് അടുത്ത കുടി വരെ അവർ കാത്തിരിക്കണം. അല്ലെങ്കിൽ അടുത്ത ഒരു അടിത്തട്ട്, നമ്മൾ പറയില്ല, അടിത്തട്ട് കണ്ടെത്തുന്നത് വരെ അവൻ വരട്ടെ എന്ന് വിചാരിച്ച്, കാരണം അവന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് അവന് കുടി നിർത്തുന്നത്. യു മൈറ്റ് പ്ലേസ് ദിസ് ബുക്ക് വെയർ ഹി ക്യാൻ സീ ഇറ്റ് ഇൻ ദി ഇന്റർവെൽ. നമ്മുടെ ഈ ബുക്ക് ഒരെണ്ണം മേടിച്ചിട്ട് നമുക്ക് അവിടെ കൊണ്ടുവന്ന് വെക്കാം. ഹിയർ നോ സ്പെസിഫിക് റൂൾ ക്യാൻ ബി ഗിവൺ. ഇവിടെ ഒരു പ്രത്യേക നിയമങ്ങളൊന്നും പറയുന്നില്ല. ദ ഫാമിലി മസ്റ്റ് ഡിസൈഡ് ദിസ് തിങ്സ്. അതായത് അവന്റെ കുടുംബാംഗങ്ങളാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. ബട്ട് ആർച്ച് ദം നോട്ട് ടു ബി ഓവർ ആൻഷ്യസ്. അപ്പൊ കൂടുതൽ പുലർത്തണ്ട. ഫോർ ദാറ്റ് മൈറ്റ് സ്പോയിൽ മാറ്റേഴ്സ്. അപ്പൊ കൂടുതൽ ഇങ്ങനെ ഉത്കണ്ഠപ്പെട്ടു കഴിഞ്ഞാൽ അത് അവര് ഇത്തരം കാര്യങ്ങൾ, സാഹചര്യങ്ങൾ വൃഥാവിലാക്കും എന്നാണ്. അതുകൊണ്ട് അമിതമായ ഉത്കണ്ഠ പുലർത്തരുതെന്ന് അവരോട് പറയണം. അപ്പൊ സാധാരണഗതിയിൽ കുടുംബാംഗങ്ങൾ, യൂഷ്വലി ദ ഫാമിലി ഷുഡ് നോട്ട് ട്രൈ ടു ടെൽ യുവർ സ്റ്റോറി. അതായത് നമ്മളുടെ കഥ അവന്റെ ആ കുടുംബാംഗങ്ങൾ അവനോട് പറയാൻ അനുവദിക്കരുത്. അവോയ്ഡ് മീറ്റിംഗ് എ മെൻ ത്രൂ ഹിസ് ഫാമിലി. അത് ഏറ്റവും വലിയൊരു ഡയറക്ഷനാണ്. അവന്റെ കുടുംബാംഗങ്ങൾ ഉള്ളപ്പോൾ, അവന്റെ ഫാമിലി ഉള്ളപ്പോൾ അവനെ കാണരുത്. ഇതിനു മുമ്പ് അവർ പറഞ്ഞത്, ഇതിനു മുമ്പും ഒരു വാക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അവന്റെ ഫാമിലിയോട് കൂടെ കാണരുത്. ഇനി ശേഷവും പലപ്പോഴും പറയുന്നുണ്ട്, വെൻ പോസിബിൾ അവോയ്ഡ് മീറ്റിംഗ് എ മെൻ ത്രൂ ഹിസ് ഫാമിലി. സാധിക്കുമെങ്കിൽ അവന്റെ ഫാമിലി ഇല്ലാത്തപ്പോൾ മാത്രം അവനെ കാണുക. അപ്രോച്ച് ത്രൂ എ ഡോക്ടർ ഓർ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബെറ്റർ ബെറ്റ്. ഏറ്റവും നല്ല കാര്യം ഒരു ഡോക്ടറുമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാണുന്ന. ഇഫ് യുവർ മെൻ നീഡ് ഹോസ്പിറ്റലൈസേഷൻ, അവനൊരു ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമുണ്ടെങ്കിൽ, അതായത് അവനൊരു വളരെയധികം ശാരീരിക ബുദ്ധിമുട്ടിലാണെങ്കിൽ ഒരു ആശുപത്രിയിൽ കിടത്തി ചികിത്സ അവന് ആവശ്യമുണ്ടാവും. അപ്പൊ അവന് ചിലപ്പോൾ വിഡ്രോവൽ ഉണ്ടാവും, ഡീറ്റോക്സ് ഉണ്ടാവും. ഇപ്പൊ കാരണം മദ്യം പിൻവലിക്കുന്ന ശരീരത്തില് ഡീറ്റോക്സ് എന്ന് പറഞ്ഞാൽ വിഷമുക്തമാക്കുക, അല്ലെങ്കിൽ മദ്യത്തെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് അവനെ അവിടെ കൊണ്ടുപോകേണ്ടി വരും. ഹി ഷുഡ് ഹാവ് ഇറ്റ് ബട്ട് നോട്ട് ഫോഴ്സിബിളി അൺലെസ് ഹി ഈസ് വയലന്റ്. അവൻ വയലന്റ് അല്ലെങ്കിൽ, ബട്ട് നോട്ട് ഫോഴ്സിബിളി അൺലെസ് ഹി ഈസ്, അതായത് ഫോഴ്സിബിളി എന്ന് വെച്ചാൽ വളരെ ബലം പിടിച്ചുകൊണ്ട്, അവനെ വളരെ വലിച്ചടിച്ചുകൊണ്ട് അവനെ കൊണ്ടുപോകരുത്. കാരണം അൺലെസ് ഹി വയലന്റ്, അവൻ അക്രമസ്തക്തനാണോ, അല്ലെങ്കിൽ നമ്മൾ ഉപദ്രവിക്കാൻ വരുമോ, കത്തിയെടുത്ത് കുത്താനോ ഒന്നും വരുന്നില്ല എങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അവനെ പോസിബിളി അല്ലാതെ തന്നെ അവനോട് പറയാം, ഹോസ്പിറ്റലൈസേഷൻ പറയാം. ലെറ്റ് ദ ഡോക്ടർ ഇഫ് ഹി വിൽ ടെൽ ഹിം ഹി ഹാസ് സംതിങ് ഇൻ ദ വേ ഓഫ് എ സൊല്യൂഷൻ. അപ്പോ അവനോട് ഡോക്ടറെ കൊണ്ട് സംസാരിക്കുക. ടെൽ ഹിം ഹി വാസ് സംതിങ് ഇൻ ദ വേ ഓഫ് എ സൊല്യൂഷൻ. ഒരു പരിഹാര മാർഗത്തിലേക്ക് അവൻ കടന്നു പോവുകയാണെന്ന് അവനോട് പറയുക.
ആ, ആ, അപ്പൊ അടുത്ത് വായിക്കാവോ? അയാൾ സുഖം പ്രാപിച്ചാൽ നിങ്ങൾ അയാളെ സന്ദർശിക്കുന്നതിനെക്കുറിച്ച് ഡോക്ടർക്ക് തന്നെ നിർദ്ദേശിക്കാവുന്നതാണ്. നിങ്ങൾ അയാളുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അയാളുമായുള്ള ആദ്യ ചർച്ചകളിൽ അവരെ ഒഴിവാക്കുക. ഇത്തരം ഒരവസ്ഥയിൽ താൻ ഒരു വിധത്തിലുള്ള സമ്മർദ്ദത്തിനും വിധേയനാക്കപ്പെടുന്നില്ല എന്ന് നിങ്ങൾ സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് തോന്നും. കുടുംബാംഗങ്ങളാൽ പഴിചാരപ്പെടാതെ നിങ്ങളുമായി ബന്ധപ്പെടാനാവുമെന്ന് അയാൾക്ക് തോന്നും. പിന്നെയും പരിഭ്രാന്തി പൂണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ അയാളെ സന്ദർശിക്കുക. വിഷാദമുഖനായിരിക്കുമ്പോൾ അയാൾ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറെടുത്ത മനസ്സുള്ളവനായിരിക്കും. ഓക്കെ. അപ്പോ അയാൾ സുഖം പ്രാപിച്ചാൽ നിങ്ങൾ അയാളുടെ പ്രശ്നത്തിനുള്ള ചില പരിഹാരങ്ങൾ അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ ഡോക്ടർ തന്നെ അയാളോട് നിർദ്ദേശിക്കട്ടെ എന്നുള്ളത്. വേ ഓഫ് എ സൊല്യൂഷൻ, അദ്ദേഹത്തിന്റെ ഈ ശാരീരിക പ്രശ്നങ്ങൾക്ക്, അല്ലെങ്കിൽ വിഡ്രോവൽ പ്രശ്നങ്ങൾക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡീറ്റോക്സിന്റെ പ്രശ്നങ്ങൾക്ക് ആരാണ് പരിഹാരം കാണേണ്ടത്? നമ്മളല്ല, അത് ഡോക്ടറാണ് പരിഹാരം. അപ്പൊ ലെറ്റ് ദ ഡോക്ടർ എന്നാണ് പറയുന്നത്. ലെറ്റ് ദ ഡോക്ടർ, ഡോക്ടറെ അനുവദിക്കൂ അത് ചെയ്യാനായിട്ട്. നമ്മൾ പോയിട്ട് ഇന്ന മരുന്നുണ്ട്, ഇന്ന ഹോസ്പിറ്റലുണ്ട്, ഇന്ന സ്ഥലത്ത് പോയാൽ മതി, ഇന്നത് കുടിച്ചാൽ മതി, അത് അങ്ങനെ ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ ചെയ്യുക. അടുത്തത് എന്താണ് പറയുന്നത്? വെൻ യുവർ മെൻ ഈസ് ബെറ്റർ ദ ഡോക്ടർ മൈറ്റ് സജസ്റ്റ് എ വിസിറ്റ് ഫ്രം യു. അപ്പം വിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അപ്രോച്ച് ആണ്. അവനോട് സമീപിക്കാനായിട്ട് ചിലപ്പോൾ ഡോക്ടർ നമ്മളോട് പറയും, അവന് ഒരു ഓക്കെ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ദോ യു ഹാവ് ടോക്ക്ഡ് വിത്ത് ദ ഫാമിലി, ലീവ് ദം ഔട്ട് ഓഫ് ദ ഫസ്റ്റ് ഡിസ്കഷൻ. അപ്പൊ നമ്മൾ കുടുംബാംഗങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും, പക്ഷെ കുടുംബാംഗങ്ങളെ ഈ ചർച്ചയിൽ ഉൾക്കൊള്ളിക്കരുത്. ഒറ്റയ്ക്ക് കാണണം. ഒറ്റയ്ക്ക് കാണുക, നമ്മൾ ഒറ്റയ്ക്ക് കാണണമെന്നല്ല, അവനെ ഒറ്റയ്ക്ക് കാണുക. നമ്മുടെ കൂട്ടത്തിൽ 1, 2, 3 പേരുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഒറ്റയ്ക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. പലപ്പോഴും 7 അംഗങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് വീണ്ടും കുടിച്ചു പോയ സംഭവങ്ങളൊക്കെ നമുക്ക് കേൾക്കാറുണ്ട്. അണ്ടർ ദിസ് കണ്ടീഷൻ യുവർ പ്രോസ്പെക്ട് വിൽ സീ ഹി ഈസ് അണ്ടർ നോ പ്രഷർ. അപ്പൊ ഇത്തരം അവസ്ഥയിൽ താൻ ഒരു വിധത്തിലുള്ള സമ്മർദ്ദത്തിന് വിധേയനാക്കില്ലെന്ന് നിങ്ങൾക്ക് സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് തോന്നും. അങ്ങനെ അതായത് ഫാമിലി, നമ്മുടെ ചുറ്റും ഭാര്യയോ മക്കളോ മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിലാണ് നമ്മൾ വന്നതെന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളുടെ സഹായം യഥാർത്ഥത്തിൽ അയാളിലേക്ക് ലഭിക്കില്ല. അതുകൊണ്ടാണ് BW വീണ്ടും പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ പുസ്തകം എഴുതിയ 100 ആൾക്കാർ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ദോ യു ഹാവ് ടോക്ക്ഡ് വിത്ത് ദ ഫാമിലി, ലീവ് ദം ഔട്ട് ഓഫ് ദ ഫസ്റ്റ് ഡിസ്കഷൻ. ആദ്യത്തെ വിസിറ്റിൽ അവരുടെ ഇത് വേണ്ട. അണ്ടർ ദിസ് കണ്ടീഷൻ യുവർ പ്രോസ്പെക്ട് വിൽ സീ ഹി ഈസ് അണ്ടർ നോ പ്രഷർ. അതായത് ഈ സമയത്ത് അവന് തോന്നും അവനൊരു പ്രഷറിലല്ല. ഹി വിൽ ഫീൽ ഹി ക്യാൻ ഡീൽ വിത്ത് യു വിത്തൗട്ട് ബി നാഗ്ഡ് ബൈ ഹിസ് ഫാമിലി. അതായത് അവന്റെ ഫാമിലി, കുടുംബാംഗങ്ങളാൽ പഴിചേരപ്പെടാതെ നിങ്ങളുമായി ബന്ധപ്പെടാനാവുമെന്ന് അയാൾക്ക് തോന്നും. അപ്പൊ നമുക്ക് നേരിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്ക് എന്താ തോന്നുന്നത്? ഫാമിലിയായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമില്ല. അവന്റെ ഭാര്യ നമ്മൾ വിളിക്കേണ്ട കാര്യമില്ല. അവന് നമ്മളെ കോൾ ഓൺ ഹിം വൈൽ ഹി ഈസ് സ്റ്റിൽ ജിറ്ററി, ഹി മേ ബി മോർ റിസെപ്റ്റീവ് വെൻ ഡിപ്രസ്ഡ്. അപ്പൊ ജിറ്ററി എന്ന് പറഞ്ഞ വാക്കാണ് അവിടെ ഉപയോഗിക്കുക. ജിറ്ററി എന്ന് വാക്കാണ് വളരെ ഇപ്പൊ പ്രഷർ എന്ന് വെച്ചാൽ ഫാമിലിയിൽ നിന്ന് പ്രഷർ ഇല്ലാത്ത, അല്ലെങ്കിൽ സമ്മർദ്ദം ഇല്ലാത്ത സമയത്ത് നമ്മൾ അവനോട് പോകുമ്പോൾ, അല്ലെങ്കിൽ നാഗഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഈ ഫാമിലി ശകാരിക്കുക, അധിക്ഷേപിക്കുക, അപലപിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നാഗഡ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലല്ലെങ്കിലാണ് നമ്മളുടെ കേസ് അവൻ കൃത്യമായി എടുക്കുകയുള്ളൂ. ജിറ്ററി എന്ന് പറഞ്ഞാൽ അസ്വസ്ഥമായിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര കുടിച്ചിട്ട് ഭയങ്കര പരിഭ്രാന്തനായിട്ട് നിൽക്കുന്ന സമയത്ത് കോൾ ഓൺ ഹിം എന്നുള്ളതിന് അപ്രോച്ച്, അവനെ സമീപിക്കുക എന്നുള്ളതിന്റെ മറ്റൊരു ഇംഗ്ലീഷ് വാക്കാണ് കോൾ ഓൺ ഹിം. അവനെ സമീപിക്കുക. അന്നേരം അവൻ എന്താണ്? കൂടുതൽ റിസെപ്റ്റീവ് ആവും. കൂടുതൽ ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ കഴിവുള്ള ആളായിട്ട് മാറും. അങ്ങനെ ഡിപ്രഷൻ അല്ലെങ്കിൽ അവനൊരു വിഷാദ മനസ്സിലുള്ളവനാകുമ്പോൾ ഹി മേ ബി മോർ റിസെപ്റ്റീവ് വെൻ ഡിപ്രസ്ഡ്. അതായത് നിരാശാജനകമായ അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ കൂടുതൽ സ്വീകരിക്കാൻ അവൻ തയ്യാറാകും. അപ്പോ ഓക്കെ, അടുത്ത് വായിക്കാവോ? നിങ്ങൾ സഹായം നൽകുവാൻ ഉദ്ദേശിക്കുന്ന ആളെ കഴിയുമെങ്കിൽ ഒറ്റയ്ക്ക് കാണുക. ആദ്യമൊക്കെ പൊതുവായ സംഭാഷണങ്ങളിൽ മുഴുകുക. കുറെ കഴിഞ്ഞ് സംഭാഷണം കുടിയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക തലത്തിലേക്ക് തിരിച്ചുവിടുക. അയാളെക്കുറിച്ച് സ്വയം സംസാരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലേക്കായി അയാളോട് നിങ്ങളുടെ മദ്യപാന ശീലത്തെക്കുറിച്ചും നിങ്ങളുടെ പ്രത്യേക ലക്ഷണങ്ങളെക്കുറിച്ചും നിങ്ങൾക്കുള്ള അനുഭവങ്ങളെക്കുറിച്ചും പറയുക. അയാൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളെ അതിനെ സഹായിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെക്കുറിച്ച് കൂടുതൽ നല്ല ധാരണ ലഭിക്കുന്നു. അയാൾ ആശയവിനിമയം നടത്തുന്നതിൽ വിമുഖത ഉള്ളവനാണെങ്കിൽ നിങ്ങൾ കുടി നിർത്തുന്നതുവരെയുള്ള നിങ്ങളുടെ മദ്യപാന ജീവിതത്തിന്റെ ഒരു നഖചിത്രം അയാൾക്ക് നൽകുക. പക്ഷേ അതെങ്ങനെ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞുവെന്ന് കുറെ
സമയത്തേക്ക് അയാളോടൊന്നും പറയാതിരിക്കുക. അയാൾ ഒരു ഗൗരവമാർന്ന മാനസികാവസ്ഥയിലാണെങ്കിൽ അയാളോട് ധാർമ്മിക പ്രബോധനം നടത്തുകയോ പ്രസംഗം ചെയ്യുകയോ ആണ് എന്ന തോന്നലുണ്ടാകാത്ത നിലയിൽ നിങ്ങൾക്ക് മദ്യം മൂലം സംഭവിച്ച കുഴപ്പങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അയാൾ ലാഘവമുള്ള ഒരു മാനസികാവസ്ഥയിലാണെങ്കിൽ അയാളോട് സമ്പൂർണമായ നിങ്ങളുടെ മദ്യപാന വീരകഥകൾ പറയുക. അയാളുടെ അത്തരം ചില കഥകൾ പറയാൻ അയാളെയും പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ കുറേ ഡയറക്ഷൻസ് ഉണ്ട്, 100 ഡയറക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് അടുത്ത ഡയറക്ഷൻ എന്താണ്, നിർദ്ദേശം എന്താണ്? സീ യുവർ മെൻ അലോൺ ഇഫ് പോസിബിൾ. നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ അയാളെ ഒറ്റയ്ക്ക് കാണുക. നമ്മൾ ഒറ്റയ്ക്ക് പോകണമെന്നല്ല പറഞ്ഞത്, അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കാണാം. അറ്റ് ഫസ്റ്റ് എൻഗേജ് ഇൻ ജനറൽ കോൺവെർസേഷൻ. അതായത് നമ്മളോടൊപ്പം ഒരു 1-2 പേരുണ്ടാകണം. അപ്പൊ അയാളെ ഒറ്റയ്ക്ക് കാണണം, ഫാമിലി ആയിട്ട് കാണരുത്. ആദ്യമൊക്കെ പൊതുവായ സംഭാഷണം ജനറൽ ടോക്ക്. നമ്മൾ പലപ്പോഴും സ്പോർട്സിനെ കുറിച്ചും കാറിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക. ആദ്യമൊക്കെ പൊതുവായ, കുറെ കഴിഞ്ഞ് സംഭാഷണം കുടിയുടെ ഏതെങ്കിലും ഒരു പ്രത്യേക തലത്തിലേക്ക് തിരിച്ചു വരിക. ആഫ്റ്റർ എ വൈൽ ടേൺ ദ ടോക്ക് ടു സം ഫേസ് ഓഫ് ഡ്രിങ്കിങ്. ചില കുടിച്ചുകൊണ്ടിരുന്ന ചില ഫേസിലേക്ക്, അല്ലെങ്കിൽ എങ്ങനെ കുടിച്ചു, എങ്ങനെ ഞങ്ങൾ കുടി വികസിച്ചു, എങ്ങനെ നമുക്ക് കുടിയിൽ ഒരു മാറ്റം ഉണ്ടായി, സാധാരണ കുടിയിൽ നിന്ന് അബ്നോർമൽ ആയിട്ടൊരു ഡ്രിങ്കറിലേക്ക് നമ്മൾ ഉണ്ടായി. അപ്പൊ നമ്മുടെ കൂടെ ആരെങ്കിലും കാണണം. നമ്മള് ഫാമിലി മെമ്പേഴ്സിന് ഉൾപ്പെടുത്താതെ നമ്മുടെ ഒരു അംഗത്തിനോടൊപ്പം പോയി ഇത് പറഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ജനറൽ കോൺവെർസേഷൻ, പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മുടെ കുടിയുടെ കാര്യം, ടെൽ ഹിം എനഫ് അബൌട്ട് യുവർ ഡ്രിങ്കിങ് ഹാബിറ്റ്സ്. നമ്മുടെ കുടിയുടെ ശീലം, സിംറ്റംസ്, ലക്ഷണങ്ങള്, അതായത് നമ്മൾ എങ്ങനെയാണ് കുടിച്ചുകൊണ്ടിരുന്നത്, നമ്മൾ കുടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വന്നിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, ബോധം കെടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ആൻഡ് എക്സ്പീരിയൻസ് ടു എൻകറേജ് ഹിം ടു സ്പീക്ക് ഓഫ് ഹിംസെൽഫ്. അപ്പൊ എക്സ്പീരിയൻസ് ടു എൻകറേജ് ഹിം ടു സ്പീക്ക് ടു ഹിംസെൽഫ്. അവനെ കൊണ്ടും സംസാരിപ്പിക്കുക നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം. ഇഫ് ഹി വിഷസ് ടു ടോക്ക് ലെറ്റ് ഹിം ടു ഡു സോ. അവൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനെ കൊണ്ട് സംസാരിക്കുക. പലപ്പോഴും നമ്മളെ പുതുമക്കാരോടൊക്കെ നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ കേൾക്കാറുണ്ട്, നിങ്ങൾ മിണ്ടാതിരിക്കൂ, പുതിയ ആളല്ലേ, മറ്റേ ലിസൺ ചെയ്യൂ എന്നൊക്കെയാണ്. അപ്പൊ ഒരു പരിധി വരെ എന്താണ് അത് അർത്ഥാക്കുന്നത്? ഘോരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോടാണെങ്കിൽ നമുക്ക് പറയാം, കുറച്ചു നേരം കേട്ടിരിക്കണം. നമ്മൾ പറയാറുണ്ട്, ചെവിന്ന് പഞ്ഞെടുക്കുക, വായില് വെച്ചിട്ട് വാ മൂടിക്ക്, ചെവി കൊണ്ട് 2 ചെവിയും തുറന്ന് കേൾക്കാന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിന്റെ അർത്ഥം തുരുതുര സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കത് പറയാം. പക്ഷെ അല്ലെങ്കിൽ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ വാക്കുകൾ, 1-2 കാര്യങ്ങൾ എനിക്കും അത് പറ്റിയിട്ടുണ്ട്, നീ പറഞ്ഞ കാര്യത്തിൽ എനിക്കും ചില അനുഭവങ്ങളുണ്ട് എന്ന് പറയാനാണെങ്കിൽ അയാളെ അത് അനുവദിക്കുക. ഇഫ് ഹി വിഷസ് ടു ടോക്ക് ലെറ്റ് ഹിം ടു ഡു സോ. യു വിൽ ദസ് ഗെറ്റ് എ ബെറ്റർ ഐഡിയ ഓഫ് ഹൗ യു ഓട്ട് ടു ബി പ്രൊസീഡ്. അപ്പൊ അവൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മൾ ആ ഇൻവെൻഷനില്, ഈ പുതിയ പ്രോസ്പെക്റ്റിന്റെ അടുത്ത് പുതിയ ഒരാളെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനകത്ത് കൃത്യമായി പറഞ്ഞതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ടെൽ ഹിം ഇനഫ് അബൌട്ട് ഡ്രിങ്കിങ് ഹാബിറ്റ്സ്. നമ്മുടെ കുടിശീലങ്ങള്, നമ്മുടെ സിംറ്റംസ്, നമ്മുടെ ലക്ഷണങ്ങള്, നമ്മുടെ എക്സ്പീരിയൻസ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അവനെ എൻകറേജ് ചെയ്യുക. ഇഫ് ഹി വിഷസ് ടു ടോക്ക് ലെറ്റ് ഹിം ടു. അവൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും അവനെ അനുവദിക്കുക. യു വിൽ ദസ് ഗെറ്റ് എ ബെറ്റർ ഐഡിയ ഓഫ് ഹൗ യു ഓട്ട് ടു പ്രൊസീഡ്. ഇഫ് ഹി ഇസ് നോട്ട് കമ്മ്യൂണിക്കേറ്റീവ്, അവൻ അങ്ങനെ വളരെയധികം തുറന്നു പറയുന്നില്ല, ഗീവ് ഹിം എ സ്കെച്ച് ഓഫ് യുവർ ഡ്രിങ്കിങ് കരിയർ അപ് ടു ദി ടൈം യു ക്വിറ്റ്. അതായത് നമ്മൾ കുടി അവസാനിപ്പിച്ച ആ കാലഘട്ടം വരെ, അതായത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ എത്തിയ കാലം വരെ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു നമ്മൾ കുടിച്ചതെന്നും. കരിയർ എന്ന് പറഞ്ഞത്, അതായത് നമ്മളുടെ ആ ഒരു കരിയർ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജോലി, നമുക്ക് ഫുൾ ടൈം ജോബായിരുന്നല്ലോ കുടി. അപ്പൊ അതിനെപ്പറ്റി വിവരിക്കുക എന്നുള്ളതാണ് അവിടെ. നമ്മുടെ ഡ്രിങ്കിങ് കരിയറെ പറ്റി പറയുക. ബട്ട് സേ നത്തിങ് ഫോർ ദ മൊമെന്റ് ഓഫ് ഹൗ ദാറ്റ് വാസ് അക്കംപ്ലിഷ്ഡ്. അപ്പോൾ കുറച്ചു നേരം അതിനെപ്പറ്റി എന്താണ് അവൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവൻ പറയുന്നത് നോക്കി ഇരിക്കുക. ഇഫ് ഹി ഈസ് ഇൻ എ സീരിയസ് മൂഡ്, ഡോൾ ഓൺ ദ ട്രബിൾ ലിക്വർ ഹാസ് കോസ്ഡ് യു, ബീങ് കെയർഫുൾ നോട്ട് ടു മോറലൈസ് ഓർ ലെക്ചർ. ഇഫ് ഹിസ് മൂഡ് ഈസ് ലൈറ്റ്, ടെൽ ഹിം ഹ്യൂമറസ് സ്റ്റോറീസ് ഓഫ് യുവർ എസ്കേപ്പേർഡ്സ്, ഗെറ്റ് ഹിം ടെൽ സം ഓഫ് ഹിസ്. അതായത് അങ്ങനെ പൂർത്തീകരിക്കുകയും കഴിഞ്ഞു എന്ന് കുറെ സമയത്ത് അയാളോട് ഒന്നും പറയാതെ ഇരിക്കുക, കുറച്ചു നേരം മിണ്ടാതിരിക്കുക. അയാളൊരു ഗൗരവമാർന്ന മാനസികതയിൽ അയാളുടെ ധാർമ്മിക പ്രബോധനം നടത്തുകയോ പ്രസംഗം ചെയ്യുകയാണെന്ന് തോന്നലുണ്ടാകാത്തക്ക രീതിയിൽ നിങ്ങൾക്ക് മദ്യം മൂലം ലഭിച്ച കുഴപ്പങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അയാൾ ലാഘവമുള്ള ഒരു മാനസികത, അതായത് അയാൾ ഗൗരവമുള്ള മനസ്സിലാണെങ്കിൽ പ്രസംഗം ചെയ്യരുത്, ധാർമ്മിക പ്രബോധനം ചെയ്യരുത് എന്ന് പറഞ്ഞതിന് ശേഷം, അയാൾ വളരെ ലാഘവമുള്ള ഒരു മനസ്സിലാണെങ്കിൽ ഫലിതപൂർണമായ മദ്യപാന വീരകഥകൾ പറയുക, അയാൾ രാത്രി ചില കഥകൾ പറയാൻ അയാളെയും
പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. സീരിയസ് മോഡ് ഡോൾ എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ഡോൾ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു നിലയിൽ അവൻ താമസിക്കുകയാണെങ്കിൽ പാർക്കുക എന്നുള്ള അർത്ഥത്തിലാണത്. ഓൺ ദ ട്രബിൾ ലിക്വർ ഹാസ് കോസ്ഡ് യു ബീങ് കെയർഫുൾ നോട്ട് ടു മോറലൈസ്. അപ്പൊ നമ്മളൊരു ധാർമ്മിക പ്രസംഗം നടത്തുക, പഠിപ്പിക്കുകയോ ഉപദേശിക്കുകയോ അവനെ ഗുണദോഷിക്കുകയോ, ലെക്ചർ എന്ന് പറഞ്ഞാലാണ് അവനെ ശാസിക്കുക, നീ അങ്ങനെ ചെയ്തുകൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചത്, അവനെ ഗുണദോഷിക്കുക, അങ്ങനെയുള്ളതാണ് ലെക്ചർ ചെയ്തത്. അപ്പൊ മോറലൈസോ ലെക്ചറോ ധാർമ്മിക പ്രബോധനമോ അവന് ലെക്ചർ ചെയ്യുകയോ ചെയ്യില്ല. ഇഫ് ഹിസ് മൂഡ് ഈസ് ലൈറ്റ്, അതായത് വളരെ ലളിതമായിട്ടുള്ള മാനസികാവസ്ഥയിലാണെങ്കിലും നമുക്ക് നമ്മുടെ കുടി കാലഘട്ടത്തിൽ നമുക്ക് ഹ്യൂമറസ് ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലും ഹ്യൂമറസ് ആയിട്ടുള്ള സ്റ്റോറികളൊക്കെ നമുക്ക് പറയാം. അവന്റെയും കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക്. അപ്പൊ ഇവിടെ നമ്മൾ ഡ്രങ്ക് ലോഗ്സ്, നമ്മുടെ കുടിക്കഥകൾ പറയാനായിട്ട് പറയാം. പിന്നെ അടുത്ത് വായിക്കാവാ. മദ്യപാന വിനോദത്തിന്റെ ഒട്ടുമുക്കാൽ കാര്യങ്ങളും നിങ്ങൾക്കറിയാമെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങുമ്പോൾ ഒരു അമിത മദ്യപാന രോഗി എന്ന നിലയിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അയാൾക്ക് വിവരിച്ചു കൊടുക്കുക. എത്രമാത്രം കബളിപ്പിക്കപ്പെട്ടവൻ ആയിരുന്നു നിങ്ങളെന്നും അവസാനം എങ്ങനെ നിങ്ങളൊരു രോഗിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്നും അയാളോട് പറയുക. മദ്യപാനം നിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിയ പോരാട്ടങ്ങളുടെ വിവരണം അയാൾക്ക് നൽകുക. അമിതാവസ്ഥയിൽ എത്തിച്ചേർന്ന ഒരു കുടിയിലേക്ക് നയിച്ച പെട്ടെന്നുണ്ടായ മാനസിക ചായ്വിനെ അയാളോട് വിശദീകരിക്കുക. അമിത മദ്യപാന ശക്തിയെക്കുറിച്ചുള്ള അധ്യായത്തിൽ ഞങ്ങൾ വിവരിച്ചതുപോലെ നിങ്ങൾ ഇത് ചെയ്യുവാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. അയാൾ ഒരു അമിത മദ്യപാന രോഗിയാണെങ്കിൽ അയാൾ നിങ്ങളെ ഉടനെ മനസ്സിലാക്കും. നിങ്ങളുടെ മാനസികമായ അസന്തുലിതാവസ്ഥകൾ അയാളുടേതായി യോജിക്കുന്നതാണെന്ന് അയാൾ കരുതി തുടങ്ങും. അപ്പൊ അടുത്ത എന്താ പറയാ, മദ്യപാന വിനോദത്തിന് ഒട്ടുമുക്കാൽ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അറിയാമെന്ന് അയാൾക്ക് തോന്നി തുടങ്ങുമ്പോൾ, അതായത് ഗെയിം എന്നാണ് പറയുന്നത് അല്ലെ. വെൻ ഹി സീ യു നോ ഓൾ അബൌട്ട് ദ ഡ്രിങ്കിങ് ഗെയിം, അതായത് ഈ മദ്യപാനത്തിന്റെ എല്ലാ കളികളും അല്ലെങ്കിൽ ഗെയിം എന്ന് വെച്ചാൽ മത്സരങ്ങളും നമുക്കറിയാം. കമന്റ്സ് ടു ഡിസ്ക്രൈബ് യുവർസെൽഫ് ആസ് ആൻ ആൽക്കഹോളിക്. അന്നേരമാണ് നമ്മൾ തുടങ്ങേണ്ടത് എന്താണ്, നമ്മൾ ആൽക്കഹോളിക് ആയത് എങ്ങനെയാണ്, ഈ മദ്യാസക്തരായത്. കമന്റ്സ് ടു ഡിസ്ക്രൈബ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. എവിടെ നമ്മൾ ആൽക്കഹോളിക് ആണെന്ന് വിവരിച്ചു. അമിത മദ്യപാന രോഗി എന്ന നിലയിൽ നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ അയാൾക്ക് വിവരിച്ചു കൊടുക്കണം. അടുത്തത് എന്താണ്, ടെൽ ഹിം ഹൗ ബഫിൾഡ് യു ആർ, എത്രമാത്രം ബഫിൾ ചെയ്ത്. ബഫിൾ എന്ന് വെച്ചാല് നമ്മളെ കുഴപ്പത്തിലാക്കി, അല്ലെങ്കിൽ നമ്മളോട് ഈ മദ്യം നമ്മൾ എന്തുമാത്രം മോശത്തിലാക്കി എന്നുള്ള രീതിയിലാണ് ബഫിൾഡ് എന്ന വാക്ക് ഉപയോഗിക്കുക. അപ്പോൾ അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ മുട്ടുമടക്കുന്ന രീതിയിൽ ആക്കി എന്നുള്ളത്. പ്രത്യേകിച്ച് റിയൽ ആൽക്കഹോളിക്, അതായത് നമ്മളിപ്പോ മോഡറേറ്റ് ഡ്രിങ്കർ, ഹാർഡ് ഡ്രിങ്കർ ഒക്കെ ആയിരിക്കും ഒരു പക്ഷെ നമ്മൾ കാണാൻ പോകുന്ന ആള്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ റിയൽ ആൽക്കഹോളിക് ആണെന്ന് വിശ്വസിക്കുന്നതാണ്. അപ്പൊ റിയൽ ആൽക്കഹോളിക് ആയിട്ടുള്ള നമ്മളിലേക്ക് എങ്ങനെ ഇത് മദ്യം പ്രവർത്തിച്ചു എന്ന് അവനോട് പറയുക. ഹൗ യു ഫൈനലി ലേൺഡ് ദാറ്റ് യു വെയർ സിക്ക്, എങ്ങനെയാണ് നമ്മൾ രോഗിയാണ് എന്ന് പഠിച്ചത്, അതാണ് പ്രധാനപ്പെട്ടത്. ഗിവ് ഹിം ആൻ അക്കൗണ്ട് ഓഫ് ദ സ്ട്രഗിൾസ് യു മേഡ് ടു സ്റ്റോപ്പ്, അതായത് നമ്മളുടെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ഒരു കാലം വരെ നമ്മൾ കുടി നിർത്താൻ ശ്രമിച്ചിരുന്നു, ഇച്ഛാശക്തി കൊണ്ട്. പക്ഷെ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. അത് അവനോട് പറയണം. പല മാർഗങ്ങളും നമ്മൾ ഉപയോഗിച്ചു, പല ചികിത്സാ കേന്ദ്രങ്ങളിൽ നമ്മൾ പോയി, പല ആയുർവേദ മരുന്നുകൾ കഴിച്ചു നോക്കി, മറ്റങ്ങനെയുള്ള ഒരുപാട് അക്കൗണ്ട് നമ്മളുണ്ടാവും. ഗീവ് ഹിം ആൻ അക്കൗണ്ട്, ഒരു കണക്ക് തന്നെ അവന് കൊടുക്കുക. ഓഫ് ദ സ്ട്രഗിൾ യു മേഡ് ടു സ്റ്റോപ്പ്, അതായത് കുടി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത പരിശ്രമങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ ഒരു കാര്യം അവനോട് പറയുക. ഷോ ഹിം ദ മെന്റൽ ട്വിസ്റ്റ്, ഇവിടെയാണ് മെന്റൽ ഒബ്സഷൻ. മെന്റൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെന്റൽ ഒബ്സഷൻ, നമ്മുടെ മാനസിക സമ്മർദ്ദം, കുടിക്കുക എന്നുള്ള നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ മെന്റൽ ഒബ്സഷൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നും, വിച്ച് ലീഡ്സ് ടു ദ ഫസ്റ്റ് ഡ്രിങ്ക് ഓഫ് എ സ്പ്രീ, ഇത് നമ്മളെ നമ്മുടെ ശരീരത്തിന്റെ ക്രേവിങ്ങിലേക്ക്, ആർത്തിയിലേക്ക് നയിക്കുമെന്നും, അങ്ങനെ ഫസ്റ്റ് ഡ്രിങ്ക് ഓഫ് എ സ്പ്രീ, അതായത് ആദ്യത്തെ കുടി നമ്മൾ മദ്യപാനത്തിലേക്ക് അല്ലെങ്കിൽ മദ്യാസക്തിയിലേക്ക് നയിക്കുമെന്നും അവനോട്. വി സജസ്റ്റ് യു ടു ഡു സോ ആസ് വി ഹാവ് ഡൺ ഇൻ ദ ചാപ്റ്റർ ഓൺ ആൽക്കഹോളിസം, അതായത് ചാപ്റ്റർ 3 മോർ അബൌട്ട് ആൽക്കഹോളിസം, മദ്യാസക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇത് കൃത്യമായി പറയുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് ഡ്രിങ്ക് ഡസ്, ആദ്യത്തെ കുടിയാണ് നമ്മളെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന്, ആദ്യത്തെ കുടിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരുടെ കാര്യം പറയുന്നുണ്ട്, 25 വർഷം വരെ കുടിച്ച ഒരാളുടെ കാര്യം പറയുന്നുണ്ട്, ജയവാക്കർ, അതായത് റോഡ് ക്രോസ് കൊടുക്കുന്ന ഒരാളുടെ കാര്യം പറയുന്നുണ്ട്. ഇതെല്ലാം ഫസ്റ്റ് ഡ്രിങ്കിനെ പറ്റി സൂചിപ്പിക്കാനുള്ള യഥാർത്ഥ കഥകൾ എഴുതി വെച്ചിരിക്കുന്നതാണ്. അതിനെപ്പറ്റി പറയുക. വി സജസ്റ്റ് യു ഡു ആസ് വി ഹാവ് ഡൺ ഇൻ ദ ചാപ്റ്റർ ഓൺ ആൽക്കഹോളിസം. ഏത് ചാപ്റ്റർ ആണത്? മോർ അബൌട്ട് ആൽക്കഹോളിസം.
എന്നാണ് ചാപ്റ്റർ 1 പേര് പറയുന്നത്. ഇഫ് ഹി ഈസ് ആൽക്കഹോളിക്, അവനൊരു ആൽക്കഹോളിക്, ഹി വിൽ അണ്ടർസ്റ്റാൻഡ് യു അറ്റ് വൺസ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. ഹി വിൽ മാച്ച് യുവർ മെന്റൽ ഇൻകൺസിസ്റ്റൻസീസ് വിത്ത് സം ഓഫ് ഹിസ് ഓൺ. അപ്പൊ അവനുമായിട്ട് ചില കാര്യങ്ങൾ അവൻ താരതമ്യപ്പെടുത്തും. അതായത് നിങ്ങളുടെ മാനസികമായ അസന്തുലിതാവസ്ഥകൾ അയാളുടെ യോജിക്കുന്നുവെന്ന് അയാൾ കരുതി തുടങ്ങും. അപ്പൊ നമ്മളുമായിട്ട് ഒരു ചർച്ച അവന് വരും. അടുത്ത് വായിക്കാവാ. അയാൾ ഒരു അമിത മദ്യപാന രോഗിയാണ് എന്ന് നിങ്ങൾ ബോധ്യപ്പെട്ടാൽ ഈ ധാരണ രോഗത്തിന്റെ പ്രതീക്ഷാരഹിതമായ ലക്ഷണങ്ങളെപ്പറ്റി അയാളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആദ്യത്തെ കുടിയെ ചുറ്റിപ്പറ്റിയുള്ള വിചിത്രമായ മാനസികാവസ്ഥ എങ്ങനെ സാധാരണ മട്ടിലുള്ള മനഃശക്തിയുടെ പ്രവർത്തനങ്ങളെ തടയുന്നു എന്ന വസ്തുത നിങ്ങളുടെ തന്നെ അനുഭവങ്ങൾ വെച്ച് അയാൾക്ക് കാണിച്ചു കൊടുക്കുക. അയാൾ ഈ പുസ്തകം നേരത്തെ കണ്ടിട്ടില്ലെങ്കിൽ അഥവാ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ അയാൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഈ ഘട്ടത്തിൽ അയാളോട് ഈ പുസ്തകത്തെപ്പറ്റി സൂചിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ അയാളെ ഒരു അമിത മദ്യപാന രോഗിയെന്ന് മുദ്ര കുത്തിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. അയാൾ തന്നെ അനുമാനങ്ങളിൽ എത്തിച്ചേരട്ടെ. അയാൾ ഇപ്പോഴും തനിക്ക് നിയന്ത്രിച്ച് കഴിക്കാമെന്ന കാര്യത്തിൽ ഊന്നി നിൽക്കുകയാണ് എങ്കിൽ ചിലപ്പോൾ അയാൾക്ക് സാധിച്ചേക്കാമെന്ന് അയാളോട് പറയുക. അയാൾ അത്രയേറെ വലിയ നിലയിലുള്ള ഒരു മദ്യപാന രോഗി അല്ലെങ്കിൽ, പക്ഷേ നിർബന്ധമായും അയാളോട് പറയുക, അയാൾ കടുത്ത രീതിയിൽ കുടിയിൽ മുഴുകുകയാണെങ്കിൽ അയാൾക്ക് തന്നെത്താൻ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയില്ലെന്ന്. ഓരോ രോഗവും മാരകമായ ദുരിതമാണ്. അമിത മദ്യപാന രോഗമെന്തെന്ന് അയാളോട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കുക. മദ്യപാനത്തിന്റെ ഫലമായി ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന പരിതാപകരമായ സ്ഥിതിയെക്കുറിച്ച് അയാളോട് പറയുക. നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് അയാളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുക. തങ്ങളുടെ ദുർവിധിയെക്കുറിച്ച് ബോധവാന്മാരാകാതെ വളരെ പേർ നശിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അയാളോട് വിവരിക്കുക. എന്തെങ്കിലും നല്ല ഫലം ചെയ്യുമെന്ന് ഉറപ്പില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഒരു അമിത മദ്യപാന രോഗിയുടെ തുറന്നു പറയുന്നതിൽ ഡോക്ടർമാരും ഇഷ്ടമുള്ളവരല്ല. പക്ഷേ നിങ്ങൾ അമിത മദ്യപാന ശക്തി എന്ന രോഗത്തിന്റെ പ്രത്യാശാരാഹിത്യത്തെക്കുറിച്ച് അയാളോട് പറയാം. കാരണം നിങ്ങൾ അയാൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. എല്ലാമല്ലെങ്കിൽ തന്നെയും അമിത മദ്യപാന ശക്തിയുടെ കുറെ ലക്ഷണങ്ങൾ തനിക്കുമുണ്ട് എന്ന് നിങ്ങളുടെ സുഹൃത്ത് വൈകാതെ തുറന്നു സമ്മതിക്കും. അയാൾ ഒരു അമിത മദ്യപാന രോഗിയാണെന്ന് അയാളുടെ ഡോക്ടർ തന്നെ അയാളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലത്. നിങ്ങളുടെ സംരക്ഷണയിലുള്ള ആൾ പൂർണ്ണമായും അയാളുടെ അവസ്ഥകളെക്കുറിച്ച് നിങ്ങളോട് തുറന്നു സമ്മതിച്ചെങ്കിലും നിങ്ങൾ എങ്ങനെ സുഖം പ്രാപിച്ചു എന്നറിയാൻ അയാൾ വളരെ ജിജ്ഞാസയുള്ളവനായിരിക്കും. അയാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ ആ ചോദ്യം നിങ്ങളോട് ചോദിക്കുവാൻ അനുവദിക്കുക. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി അയാളോട് പറയുക. ആത്മീയമായ വശത്തിന് ആവശ്യമുള്ളത്ര ഊന്നൽ നൽകുക. അയാൾ ഒരു ദൈവനിഷേധിയോ ദൈവവിരോധിയോ ആണെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണകൾ അയാൾ സമ്മതിച്ചു തരേണ്ടതില്ല എന്ന് ശക്തമായി തന്നെ വ്യക്തമാക്കുക. അയാൾക്ക് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ ഇഷ്ടപ്പെടുന്ന ഏതു തരത്തിലുള്ള ധാരണയും അയാൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അയാളെക്കാൾ വലിയൊരു ശക്തിയിൽ വിശ്വസിക്കേണ്ടതുണ്ട് എന്നതും ആത്മീയമായ തത്വങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട് എന്നതുമാണ് പ്രധാന കാര്യങ്ങൾ. അങ്ങനെയുള്ള ഒരാളുമായി ബന്ധപ്പെടുമ്പോൾ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ദൈനംദിന ഭാഷയിൽ നിങ്ങൾ വിവരിക്കുന്നത് നല്ലത്. ചില മതാധിഷ്ഠിത പദങ്ങളോടോ ധാരണകളോടോ അയാൾക്കുള്ള അകാരണമായ മുൻവിധികളെ ഉദ്ദീപിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കാരണം മേൽപ്പറഞ്ഞവയെക്കുറിച്ചൊക്കെ അയാൾ നേരത്തെ തന്നെ ചിന്താക്കുഴപ്പത്തിൽപ്പെട്ടേക്കാം. നിങ്ങളുടെ ദൃഢവിശ്വാസങ്ങൾ എന്തുതന്നെ ആയിരുന്നാലും അത്തരം തർക്ക വിഷയങ്ങൾ കുത്തിപ്പൊക്കരുത്. നിങ്ങൾ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളാകാം. നിങ്ങളുടേതിനേക്കാൾ ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസവും പരിശീലനവുമായിരിക്കാം അയാളുടേത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഇപ്പോൾ തന്നെ അറിയാവുന്ന കാര്യങ്ങളോടുകൂടെ നിങ്ങൾക്കെങ്ങനെ കുറെ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാൻ കഴിയുമെന്ന് അയാൾ സംശയിക്കാനാണിട. പക്ഷേ അയാളുടെ ദൃഢവിശ്വാസങ്ങൾ എങ്ങനെ ഫലപ്രദമായില്ലെന്നും നിങ്ങളുടേത് എങ്ങനെ അത്ര നല്ല നിലയിൽ ആയെന്നും അറിയാൻ അയാൾ താല്പര്യമുള്ളവനായിരിക്കും. വിശ്വാസം മാത്രം പോരാ എന്ന സത്യത്തിന് അയാൾ ഒരു ഉദാഹരണമായിരിക്കും. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിശ്വാസത്തിന്റെ കൂടെ സ്വയം പരിത്യാഗവും നിസ്വാർത്ഥതയും സ്വർഗാത്മകമായ പ്രവൃത്തികളും ഒരുമിച്ച് പോകണമെന്നതാണ്. നിങ്ങൾ മതത്തെക്കുറിച്ച് ശിക്ഷണം നൽകാനല്ല അവിടെ എത്തിയിരിക്കുന്നതെന്ന് അയാൾ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാവുന്നതിനേക്കാൾ കൂടുതലായി അതിനെക്കുറിച്ചൊക്കെ അയാൾ അറിയാമായിരിക്കുമെന്ന് തുറന്നു സമ്മതിക്കുക. പക്ഷേ അതേ സമയത്ത് തന്നെ അയാളിലുള്ള വിശ്വാസവും അറിവും എത്ര തന്നെ അഗാധമാണ് എന്നിരുന്നാലും അത് പ്രയോഗത്തിൽ വരുത്തുവാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന കാര്യത്തിലേക്കും അങ്ങനെ ആയിരുന്നെങ്കിൽ അയാൾ കുടിക്കുമായിരുന്നില്ല എന്ന വസ്തുതയിലേക്കും അയാളുടെ ശ്രദ്ധ തിരിക്കുക. അയാൾ വളരെയേറെ അറിയാവുന്ന ക്രമങ്ങൾ പ്രവൃത്തിപഥത്തിൽ വരുത്തുന്നതിൽ അയാൾ പരാജയപ്പെട്ടത് എവിടെയെന്ന് കണ്ടെത്തുവാൻ നിങ്ങളുടെ കഥ ഒരുപക്ഷെ അയാളെ സഹായിച്ചേക്കാം. ഏതെങ്കിലും പ്രത്യേക വിശ്വാസത്തെയോ വിഭാഗത്തെയോ ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നില്ല.
മിക്കവാറും എല്ലാ വിഭാഗങ്ങൾക്കും ബാധകമായ ചില പൊതുതത്വങ്ങളെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ ഓക്കെ, അത് ഇംഗ്ലീഷ് ബുക്കിൽ 3-4 പാരഗ്രാഫായി, മലയാളത്തിൽ ഒറ്റ പാരഗ്രാഫായിട്ട് ഇംഗ്ലീഷ് എഴുതിയേക്കുക. എന്നിരുന്നാൽ തന്നെയും നമുക്കത് പഠന വിഷയമാക്കേണ്ടതുകൊണ്ട് ഞാൻ കടന്നു പോവുകയാണ്. ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ് ദാറ്റ് ഹി ഈസ് എ റിയൽ ആൽക്കഹോളിക്, അതായത് നമ്മൾ ആ ആളെ, നമ്മൾ സഹായിക്കുന്ന ആളെ പറയാ, നമുക്ക് മനസ്സിലാവണം അവനൊരു റിയൽ ആൽക്കഹോളിക് ആണ് എന്ന്. ബിഗിൻ ടു ഡോൾ ഓൺ ദ ഹോപ്പ്ലെസ് ഫീച്ചേഴ്സ് ഓഫ് ദ മാലഡി. അതായത് ഡോൾ എന്നുള്ള വാക്കെന്നാണ്, അവിടെ തന്നെ തങ്ങിയിരിക്കുക, അല്ലെങ്കിൽ ഈ രോഗത്തിന്റെ, ആശയ്ക്ക് വകയില്ലാത്ത ഈ രോഗത്തിന്റെ, പരിഹരിക്കാനാവാത്ത അല്ലെങ്കിൽ ഒരിക്കലും നേരെയാക്കാനാകാത്ത ഈ രോഗത്തിന്റെ ലക്ഷണം അവനോട് കൃത്യമായിട്ട് പറയാ. ഡോൾ ഓൺ ദ ഹോപ്പ്ലെസ് ഫീച്ചേഴ്സ് ഓഫ് ദ മാലഡി, ഈ രോഗത്തിന്റെ കാര്യങ്ങൾ പറയാ. മാലഡി എന്ന് പറഞ്ഞാൽ രോഗം അല്ലെങ്കിൽ വ്യാധി, ദീനം എന്ന അർത്ഥത്തിലാണ്. ഷോ ഹിം ഫ്രം യുവർ ഓൺ എക്സ്പീരിയൻസ് ഹൗ ദ ക്യൂർ മെന്റൽ കണ്ടീഷൻ, അതായത് നമ്മളുടെ അനുഭവങ്ങളിൽ നിന്ന് അസാധാരണമായിട്ടുള്ള ആദ്യത്തെ കുടിയിലേക്ക് നമ്മളെ നയിച്ച അസാധാരണമായ അല്ലെങ്കിൽ വിചിത്രമായ നമ്മളുടെ ചില മാനസിക കാര്യങ്ങളൊക്കെ അവനോട് പറയുക. കണ്ടീഷൻ സറൗണ്ടിങ് ദ ഫസ്റ്റ് ഡ്രിങ്ക് പ്രിവെന്റ്സ് നോർമൽ ഫങ്ഷനിങ് ഓഫ് ദ വിൽ പവർ, അതായത് ഇച്ഛാശക്തിയെ, നമ്മളുടെ ആദ്യത്തെ കുടിയെ ചുറ്റിപ്പറ്റിയുള്ള വിചിത്രമായ മാനസികാവസ്ഥ എങ്ങനെ സാധാരണമായിട്ടുള്ള മനഃശക്തിയുടെ പ്രവർത്തനങ്ങളെ തടയുന്നു എന്ന വസ്തുത നമ്മളുടെ അനുഭവങ്ങളിൽ നിന്ന് അയാൾക്ക് കാണിച്ചു കൊടുക്കുക. അതായത് ഇച്ഛാശക്തി ഫസ്റ്റ് ഡ്രിങ്കിനെ തടയുന്നില്ല, ആദ്യത്തെ കുടിയെ തടയുന്നില്ല എന്നുള്ളത് അവനെ പറഞ്ഞു മനസ്സിലാക്കുക. പിന്നീട് എന്താണ് പറയാ, ഫസ്റ്റ് ഡ്രിങ്ക് പ്രിവെന്റ്സ് നോർമൽ ഫങ്ഷനിങ് ഓഫ് ദ വിൽ പവർ, അതായത് ഇച്ഛാശക്തിയുടെ സാധാരണ പ്രവർത്തനത്തെ തടഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തടസ്സം നിർത്താതെ ഫസ്റ്റ് ഡ്രിങ്കിലേക്ക് നമ്മൾ പോകുന്നു. ഡോണ്ട് അറ്റ് ദിസ് സ്റ്റേജ് റെഫർ ടു ദിസ് ബുക്ക്, ഈ സമയത്ത് ബുക്ക് കൊടുക്കരുത്. നമ്മൾ ആദ്യത്തെ വിസിറ്റിംഗിലാണ്. അൺലെസ് ഹി ഹാസ് സീൻ ഇറ്റ് ആൻഡ് വിഷസ് ടു ഡിസ്കസ് ഇറ്റ്, അതായത് ഈ പുസ്തകത്തെ കുറിച്ച് അവന് സംസാരിക്കണം, അവന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം പറയുക. ആൻഡ് ബി കെയർഫുൾ നോട്ട് ടു ബ്രാൻഡ് ഹിം ആസ് ആൻ ആൽക്കഹോളിക്. ബ്രാൻഡ്, അതായത് മുദ്ര കുത്തുക, അല്ലെ, നീ ഒരു ആൽക്കഹോളിക് ആണ്, അല്ലെങ്കിൽ നീ ഒരു തരം ആൽക്കഹോളിക്കിന്റെ തരത്തിൽപ്പെട്ട ആൾക്കാരാണ് എന്ന് നമ്മൾ പറയരുത്. അവൻ സ്വയം തീരുമാനിച്ചെടുക്കട്ടെ. നമ്മൾ അതുകൊണ്ടാണ് യു ആർ നോട്ട്, ഞാൻ പറയും മൈ നെയിം ഇസ് ഷിബു, ഐ ആം ആൻ ആൽക്കഹോളിക്. ഞാൻ ഒരിക്കലും ഒരാളെ യു ആർ ആൻ ആൽക്കഹോളിക് എന്ന് പറയാൻ പാടില്ല എന്ന് തന്നെയുള്ള ഒരു ഗൈഡ് ലൈനും കൂടി ഇവിടെ തരുന്നുണ്ട്. ഞാനിതൊന്ന് തീർത്തിട്ട് നമുക്ക് നിർത്താം കേട്ടോ. 2 മിനിറ്റ് 10 മിനിറ്റ് ചിലപ്പോൾ 5 മിനിറ്റെങ്കിലും കൂടുതൽ എടുക്കുമായിരിക്കും. ഓക്കെ, അപ്പൊ ഡോണ്ട് അറ്റ് ദിസ് സ്റ്റേജ്, അപ്പൊ നമ്മൾ ഈ ബുക്ക് കൊടുക്കരുത്. ആൻഡ് ബി കെയർഫുൾ നോട്ട് ടു ബ്രാൻഡ് ഹിം ആസ് ആൻ ആൽക്കഹോളിക്, അവനെ ബ്രാൻഡ് ചെയ്യരുത്. ലെറ്റ് ഹിം ഡ്രോ ഹിസ് ഓൺ കൺക്ലൂഷൻ, അവൻ അവൻ്റെതായ തീരുമാനത്തിലേക്ക്, കൺക്ലൂഷനിലേക്ക് വരട്ടെ, അവൻ തീരുമാനിക്കട്ടെ. ഇഫ് ഹി സ്റ്റിക്സ് ടു ദ ഐഡിയ ദാറ്റ് ഹി ക്യാൻ സ്റ്റിൽ കൺട്രോൾ ഹിസ് ഡ്രിങ്കിങ്, അവൻ വീണ്ടും പറയാണ് അവന്റെ എനിക്ക് കുടി നിയന്ത്രിക്കാൻ സാധിക്കും. ടെൽ ഹിം ദാറ്റ് പോസിബിളി ഹി ക്യാൻ ഇഫ് ഹി ഈസ് നോട്ട് ടു ആൽക്കഹോളിക്, അതായത് അവൻ ആൽക്കഹോളിക്കിന്റെ തരത്തിൽപ്പെട്ട ആളല്ലെങ്കിൽ അവന് ഒരു പക്ഷേ നിയന്ത്രിച്ചു കുടിക്കാൻ സാധിക്കുമായിരിക്കുമെന്ന് അവനോട് തുറന്നു പറയുക. ബട്ട് ഇൻസിസ്റ്റ് ദാറ്റ് ഇഫ് ഹി ഈസ് സെവർലി അഫ്ലിക്റ്റഡ് there may be little chance he can recover by himself, അതായത് അവനെ വളരെ അയാൾ ഈ പുസ്തകം നേരത്തെ കണ്ടിട്ടില്ലെങ്കിൽ അഥവാ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അയാൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ഘട്ടത്തിൽ അയാളുടെ ഈ പുസ്തകത്തെ പറ്റി സൂചിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ അയാളെ ഒരു അമിത മദ്യപാന രോഗി എന്ന് മുദ്ര കുത്താതിരിക്കാൻ ശ്രമിക്കണം. അയാളുടെ തന്നെ അനുമാനങ്ങൾ എത്തിച്ചേരട്ടെ. അയാൾ ഇപ്പോഴും തനിക്ക് നിയന്ത്രിച്ച് കഴിക്കാമെന്ന കാര്യത്തിൽ ഊന്നി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് സാധിച്ചേക്കാമെന്ന് അയാളോട് പറയുക. അയാൾ അത്രയേറെ വലിയ നിലയിലുള്ള ഒരു മദ്യപാന രോഗി അല്ല എങ്കിൽ. പക്ഷേ നിർബന്ധമായി അയാളോട് പറയുക, അയാൾക്ക് അടുത്ത രീതിയിൽ കുടിയേറി മുഴുകുകയാണെങ്കിൽ അയാൾക്ക് തന്നെത്താൻ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയേ ഇല്ലെന്നും. അപ്പൊ ഓരോ രോഗവും മാരകമായ ദുരിതമാണ്. അമിത മദ്യപാന രോഗം എന്തെന്ന് അയാളോട് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ബട്ട് ഇറ്റ്സ് ദാറ്റ് ഇഫ് ഹി സിവിയർലി, അടുത്ത പാരഗ്രാഫാണ്, കണ്ടിന്യൂ ടു സ്പീക്ക് ഓഫ് ആൽക്കഹോളിസം ആസ് ആൻ ഇൽനെസ്, അതായത് ആ മദ്യാസക്തിയുടെ രോഗാവസ്ഥയെ കുറിച്ച് അവനോട് പറയുക. എന്താണത്? മെന്റൽ ഒബ്സഷനും ശരീരത്തിന്റെ അലർജിയും. എ ഫാറ്റൽ മാലഡി. ടോക്ക് അബൌട്ട് ദ കണ്ടീഷൻസ് ഓഫ് എ ബോഡി. കണ്ടീഷൻസ് ഓഫ് ബോഡി എന്ന് വെച്ചാൽ ശരീരത്തിന്റെ അലർജി അല്ലെങ്കിൽ ക്രേവിംഗ് ഉണ്ടാക്കും. ഒരു കുടി, ആദ്യത്തെ കുടി എന്ന ക്രേവിംഗ് ഉണ്ടാക്കുമെന്നും. ആൻഡ് മൈൻഡ് വിച്ച് അക്കമ്പനി ഇറ്റ്, അതായത് മാനസിക സമ്മർദ്ദം അതിനോടൊപ്പം വന്നു ചേരുമെന്നും. കീപ് ഹിസ് അറ്റൻഷൻ ഫോക്കസ്ഡ് മെയിൻലി ഓൺ യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ്, അതായത് അവന്റെ കാര്യങ്ങളല്ല നമ്മളുടെ അനുഭവങ്ങളിലൂടെ അത് വിവരിക്കാൻ ശ്രമിക്കണം. എക്സ്പ്ലെയിൻ ദാറ്റ് മെനി ആർ ഡൂംഡ്, അതായത് ഒരുപാട് ആളുകൾ ഇത്തരം വിശ്വാസങ്ങൾ മുഴുകി
മുഴുകിയെന്നും ഹു നെവർ റിയലൈസ് ദർ പ്രെഡിമെന്റ്, അതായത് അവരൊരിക്കലും പല ആളുകളും ഇതിനകത്ത് മുങ്ങിപ്പോയെന്നും അല്ലെങ്കിൽ തുടർച്ചയായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവര് പ്രഡിക്കമേറ്റ് എന്ന് വെച്ചാല് ഈ കഷ്ടസ്ഥിതി, ഇത്തരം മദ്യാസക്തിയുടെ കഷ്ടസ്ഥിതി, വിഷമാവസ്ഥ തിരിച്ചറിയാതെ കടന്നുപോയെന്നും ഡോക്ടേഴ്സ് ആർ റൈറ്റ്ലി ലോത്ത്, ഡോക്ടർമാർക്ക് പോലും ടു ടെൽ ആൽക്കഹോളിക് പേഷ്യൻസ് ദ ഹോൾ സ്റ്റോറി അൺലെസ് ഇറ്റ് വിൽ സെർവ് സം ഗുഡ് പർപ്പസ്. അതായത് ഡോക്ടർമാർ പോലും അവരെ അത് മലയാളത്തിൽ എങ്ങനെ തർജ്ജമ ചെയ്യുന്നു, അതുപോലെ ശരീരത്തിൽ മനസ്സിലാകുന്ന പരിതാപകരമായ സ്ഥിതിയെ കുറിച്ച് അയാളോട് പറയുക, നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങളൊക്കെ അയാളുടെ ശ്രദ്ധീകരിച്ചുകൊണ്ടിരിക്കുക, തങ്ങളുടെ ദുർവിധിയെ കുറിച്ച് ബോധവാന്മാരാകാതെ വളരെ പേർ നശിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അയാളോട് പറയുക, എന്തെങ്കിലും നല്ല ഫലം ചെയ്യുമെന്ന് ഉറപ്പില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവർ അമിത മദ്യപാനത്തിൽ തുറന്നു പറയുന്നത് ഡോക്ടർമാരും ഇഷ്ടമുള്ളവരല്ല. അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഡോക്ടർമാർ പോലും ഡോക്ടേഴ്സ് ആർ റൈറ്റ്ലി ലോത്ത്, ഡോക്ടർ പോലും ഈ പറയുന്ന കാര്യങ്ങള് പറയാൻ വൈമനസ്യമുള്ളവരാണ്. ടു ടെൽ ആൽക്കഹോളിക് പേഷ്യന്റ് ദ ഹോൾ സ്റ്റോറി അൺലെസ് ഇറ്റ് വിൽ സെർവ് സം ഗുഡ് പർപ്പസ്. ഏതെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നില്ലെങ്കിൽ ആ രോഗിയോട് പോലും ഇത് പറയില്ല. ബട്ട് യു മേ ടോക്ക് ടു ഹിം അബൌട്ട് ദ ഹോപ്പ്ലെസ്നെസ് ഓഫ് ആൽക്കഹോളിസം. നമുക്ക് മദ്യാസക്തരായ നമുക്കിത് പറയാൻ കഴിയും. അതിന് കാരണം എന്താണ്? നമുക്ക് ഇതിന്റെ ഈ പറയുന്ന ഹോപ്പ്ലെസ് സ്റ്റേജ്, അതായത് പ്രതീക്ഷാരഹിതമായ രോഗമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ടാണ്? ബിക്കോസ് യു ഓഫർ എ സൊല്യൂഷൻ. നമ്മൾ അവർക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട്, ഒരു പരിഹാരം കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെപ്പിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. യു വിൽ സൂൺ ഹാവ് യുവർ ഫ്രണ്ട് അഡ്മിറ്റിംഗ് ഹി ഹാസ് മെനി ഇഫ് നോട്ട് ഓട്ട് ഓൾ ഓഫ് ദ ട്രൈറ്റ്സ് ഓഫ് ദ ആൽക്കഹോളിക്. അതായത് ആൽക്കഹോളിക്കിന്റെ സ്വഭാവ സവിശേഷതകളും പ്രത്യേകതകളും ഉള്ളവരാണെങ്കിൽ ഒരു പക്ഷേ അയാള് പെട്ടെന്ന് തന്നെ ഇത് അഡ്മിറ്റ് ചെയ്യാനാണ് സാധ്യത. ഇഫ് ഹിസ് ഓൺ ഡോക്ടർ ഈസ് വില്ലിംഗ് ടു ടെൽ ഹിം ദാറ്റ് ഹീസ് ആൽക്കഹോളിക് സോ മച്ച് ദ ബെറ്റർ. അപ്പോ അവനവന്റെ ഡോക്ടർമാർ പറയുന്നതായിരിക്കും അവൻ ആൽക്കഹോളിക് ആണ്, അതായത് എ മെമ്പർ പോയിട്ട് ആൽക്കഹോളിക് ആണെന്ന് പറയുന്നതിന് ഭേദം അവന്റെ ഡോക്ടർ അവൻ ആൽക്കഹോളിക് ആണെന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഈവൻ ദോ യുവർ പ്രോട്ടേജ് മേ നോട്ട് ഹാവ് ഈവൻ എൻറ്റയർലി അഡ്മിറ്റഡ് ഹിസ് കണ്ടീഷൻ, ഹി ഹാസ് ബിക്കം വെരി ക്യൂരിയസ് ടു നോ ഹൗ യു ഗോട്ട് വെൽ. അപ്പോ പക്ഷെ നിങ്ങൾക്ക് അമിത മദ്യപാനാസക്തി രോഗത്തിന്റെ പ്രത്യാശാരഹിതത്തെ കുറിച്ച് അയാളോട് പറയാം. കാരണം നിങ്ങൾ അയാൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. എല്ലാം അല്ലെങ്കിൽ തന്നെയും അമിത മദ്യപാനാസക്തിയുടെ കുറെ ലക്ഷണങ്ങൾ തനിക്കുമുണ്ട് എന്ന് നിങ്ങളുടെ സുഹൃത്ത് വൈകാതെ തുടർന്ന് സമ്മതിക്കും. അയാൾ ഒരു അമിത മദ്യപാന രോഗിയാണെന്ന് അയാളുടെ ഡോക്ടർ തന്നെ അയാളോട് പറയാൻ ആഗ്രഹിക്കുന്നതിൽ അത്രയ്ക്ക് നല്ലത്. നിങ്ങളുടെ സംരക്ഷണയിലുള്ള ആൾ പൂർണ്ണമായും അയാളുടെ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളോട് തുടർന്ന് സമ്മതിച്ചില്ലെങ്കിലും നിങ്ങൾ എങ്ങനെ സുഖം പ്രാപിച്ചു എന്നറിയാൻ അയാൾ വളരെ ജിജ്ഞാസയുള്ളവനായിരിക്കും. ഈവൻ ദോ യുവർ പ്രോട്ടേജ്, അതായത് നമ്മുടെ ആശ്രിത അല്ലെങ്കിൽ നമ്മുടെ ഈ സംരക്ഷിതൻ എന്നുള്ളതാണ് പ്രോട്ടേജ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. മേ നോട്ട് ഹാവ് എൻറ്റയർലി അഡ്മിറ്റഡ് ഹിസ് കണ്ടീഷൻ, അവന്റെ മുഴുവൻ കണ്ടീഷനും സമ്മതിച്ചില്ലെങ്കിൽ ഹി ഹാസ് ബിക്കം വെരി ക്യൂരിയസ് ടു നോ ഹൗ യു ഗെറ്റ് വെൽ, അവരെങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് സുഖപ്പെട്ടതെന്ന് അറിയാൻ താല്പര്യമുള്ളത്. ലെറ്റ് ഹിം ആസ്ക് യു ദാറ്റ് ക്വസ്റ്റ്യൻ, അവൻ ആ ചോദ്യം ചോദിക്കട്ടെ, അവൻ അതിനെ അനുവദിക്കണം. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു കൃത്യമായി അയാളോട് പറയുക. ലെറ്റ് ഹിം ആസ്ക് യു ദാറ്റ് ക്വസ്റ്റ്യൻ ഇഫ് ഹിസ് വിൽ ടെൽ ഹിം എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ ടു യു, എന്താണ് നമുക്ക് സംഭവിച്ചത് നമ്മൾ കൃത്യമായിട്ട്. സ്ട്രെസ് ദ സ്പിരിച്വൽ ഫീച്ചേഴ്സ് ഫ്രീലി, അപ്പൊ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ആത്മീയമായ വശത്തിന് ആവശ്യമുള്ളത്ര ഊന്നൽ നൽകുക. ഇഫ് ദ മാൻ ബി അഗ്നോസ്റ്റിക്സ് ഓർ എത്തിയസ്റ്റ്, അതായത് അവൻ ദൈവവിശ്വാസം ഇല്ലാത്ത ആളോ അല്ലെങ്കിൽ അഞ്ജനേയവാദിയാണെങ്കിൽ മേക്ക് ഇറ്റ് എംപാറ്റിക് ദാറ്റ് ഹി ഡസ് നോട്ട് ഹാവ് ടു എഗ്രി വിത്ത് യുവർ കൺസെപ്ഷൻ ഓഫ് ഗോഡ്, അതായത് അവനോട് അവൻ ദൈവനിഷേധിയോ ദൈവവിരോധിയോ ആണെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണകൾ അയാൾ സമ്മതിച്ച് തരേണ്ടതില്ല എന്ന് ശക്തമായി തന്നെ വ്യക്തമാക്കുക, അവനോട് വ്യക്തമാക്കുക. ഇഫ് ദ മാൻ ബി he can choose any conception he likes provided it makes sense to him, അവന് സെൻസ് വരുന്ന അല്ലെങ്കിൽ അയാൾക്ക് ശരിയാണെന്ന് തോന്നുന്ന അയാൾ ഇഷ്ടപ്പെടുന്ന ഏത് തരത്തിലുള്ള ധാരണയും അയാൾക്ക് ദൈവത്തെക്കുറിച്ച് തെരഞ്ഞെടുക്കാവുന്നതാണെന്ന് അവനോട് പറയാം. The main thing is that he be willing to believe in a power greater than himself and that he will live by spiritual principles. പ്രധാന കാരണം എന്താണ്? അയാളെക്കാൾ വലിയൊരു ശക്തിയിൽ വിശ്വസിക്കേണ്ടതുണ്ട് എന്നതും ആത്മീയമായ തത്വങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടതുള്ളത് എന്നുമാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോ അടുത്തതാണ് വെൻ ഡീലിംഗ് വിത്ത് സച്ച് എ പേഴ്സൺ യു ഹാഡ് ബെറ്റർ യൂസ് എവരിഡേ ലാംഗ്വേജ് ടു ഡിസ്ക്രൈബ് സ്പിരിച്വൽ പ്രിൻസിപ്പിൾസ്, അതായത് ആത്മീയ തത്വങ്ങളെ കുറിച്ച് ദൈനംദിന ഭാഷയിൽ നമ്മൾ അവനോട് വിവരിക്കുക. There is no use arousing any prejudice he may have against certain theological terms and conceptions, അതായത് ചില മതാധിഷ്ഠിത പദങ്ങളോ ധാരണകളോ അയാൾക്കുള്ള അകാരണമായ മുൻവിധികളോ ഉദ്ദീപിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ ചില ദൈവശാസ്ത്രപരമായിട്ടുള്ള വാക്കുകള് അവനോട് പറഞ്ഞുകൊണ്ട് അവന്റെ സംശയത്തിന് കൂടുതൽ, അതായത് എന്തെങ്കിലും മതത്തിന്റെ പരിപാടിയാണോ അങ്ങനെയൊക്കെയുള്ള ഒരു സംശയങ്ങൾ ഉദ്ദീപിപ്പിച്ചതുകൊണ്ട് നമുക്ക് കൂടുതൽ
അല്ലെങ്കിൽ അവന് റൗസിംഗ് എന്ന് പറഞ്ഞാൽ ഉണർത്തുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ അത്തരം കാര്യങ്ങൾ ഉണർത്തി കൊടുക്കരുത്. അതുവരെ നമുക്ക് എന്ത് കിട്ടും? പ്രജുഡൈസ് എന്നാണ് വെച്ചാൽ ഒരു മുൻവിധി അവനിൽ വരും, ഒരു എതിരഭിപ്രായം അവന് വരും. പ്രത്യേകിച്ച് ഈ ദൈവശാസ്ത്രപരമായിട്ടുള്ള വാക്കുകളും ആശയങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവനെ കൺഫ്യൂസ്ഡ് ആക്കും, ആശയക്കുഴപ്പം ഉണ്ടാക്കും. അപ്പോൾ അവന്റെ ചില മതനിഷേധ പദങ്ങളോ ധാരണകളോ അയാളുടെ അധികാര മുൻവിധികളോ ഉദ്ദേശിച്ചുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാരണം മേൽപ്പറഞ്ഞവയെ കുറിച്ച് അയാൾ നേരത്തെ തന്നെ ചിന്താക്കുഴപ്പത്തിലുണ്ടായേക്കാം. ഒരുപക്ഷെ അവൻ അവിശ്വാസിയായിരുന്നായിരിക്കാം. അതുകൊണ്ട് അവനെ നമുക്ക് കൂടുതൽ ചിന്താക്കുഴപ്പത്തിലേക്ക് തള്ളിവിടരുത്. നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അത്തരം തർക്ക വിഷയങ്ങൾ കുത്തിപ്പോക്കരുത്. അതായത് ഞാനൊരു മതവിശ്വാസിയാണെങ്കിൽ ഞാൻ ആ ലേബലുമായിട്ട് അവന്റെ അടുത്തേക്ക് പോകരുത്. ഞാനൊരു മതവിശ്വാസി അല്ലെങ്കിലോ അല്ലെങ്കിൽ ദൈവവിശ്വാസി അല്ലെങ്കിലോ ആണെങ്കിൽ ഞാൻ പോകരുത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, കാരണം ആൽക്കഹോളിസത്തിന്റെ ഉള്ളിൽ ഒരിക്കലും തർക്കമില്ലാത്തൊരു ഇതാണ് ഗോഡിനെ കുറിച്ച്, ദൈവത്തെ കുറിച്ച് നമുക്ക് തർക്കമില്ല. കാരണം നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുക. അവനോട് അത് തന്നെ പറയുക, നിനക്ക് യുവർ ഓൺ കൺസെപ്ഷൻ ഓഫ് ഗോഡിനെ കുറിച്ച് നിനക്ക് പറയാം. അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. അവനെ അവൻ്റെതായ രീതിയിൽ വിശ്വസിക്കാൻ തയ്യാറാണ്. അപ്പൊ യുവർ പ്രോസ്പെക്ട് മേൽ ബിലോങ് ടു എ റിലീജിയസ് ഡിനോമിനേഷൻ. ഒരു പക്ഷേ അവൻ ഏതെങ്കിലും മതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഹിസ് റിലീജിയൻ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് മേ ബി ഫാർ സുപ്പീരിയർ ടു യുവേഴ്സ്. അതായത് നമ്മളെക്കാളും നിങ്ങൾ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്തെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളാകാം. നിങ്ങളുടെ ഇതിനേക്കാൾ ഉയർന്ന തലത്തിലുള്ള മതവിദ്യാഭ്യാസവും പരിശീലനവും ആയിരിക്കും അയാളുടേത്. അങ്ങനെയാണെങ്കിൽ കൂടി അയാൾക്ക് ഇപ്പോൾ തന്നെ അറിയാവുന്ന കാര്യങ്ങളോട് കൂടെ നിങ്ങൾക്ക് എങ്ങനെ കുറെ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാൻ കഴിയുമെന്ന് അയാൾ സംശയിക്കാനാണ് ഇട. അതായത് അവനേക്കാളും നമ്മളെക്കാളും നല്ല മധ്യവിദ്യാഭ്യാസമുള്ളവനായിരിക്കും അവൻ. പക്ഷെ അയാളുടെ ദൃഢവിശ്വാസങ്ങൾ എങ്ങനെ ഫലപ്രദമായില്ലെന്നും നിങ്ങളോടത് എങ്ങനെ എത്ര നല്ലതിലായെന്നും അയാൾ അറിയാൻ താല്പര്യമുള്ളവരായിരിക്കും. അപ്പം നമ്മളുടെ വിശ്വാസങ്ങൾ എങ്ങനെ, അവൻ അത്ര വിശ്വാസം ഉണ്ടായിരുന്നിട്ട് അവന് ഫലപ്രദമായില്ലല്ലോ, അവന് കൂടി നിർത്താൻ സാധിച്ചില്ലല്ലോ. പക്ഷെ നമ്മൾ വിശ്വസിച്ചപ്പോൾ കൂടി നിർത്താൻ സാധിച്ചിട്ടുള്ളൂ. ഹി വിൽ ബി ക്യൂരിയസ്, വളരെ ശ്രദ്ധാപൂർവമായിരിക്കും, ടു ലേൺ ബൈ ഹിസ് ഓൺ കൺവിക്ഷൻ. അവന്റെ വിശ്വാസം എങ്ങനെ ഹാസ് നോട്ട് വർക്ക്ഡ്, അതെങ്ങനെ വർക്ക് ചെയ്തില്ല, ആൻഡ് നമ്മളുടെ വിശ്വാസം എങ്ങനെ വർക്ക്. ഹി മേ ബി ആൻ എക്സാമ്പിൾ ഓഫ് ദ ട്രൂത്ത് ദാറ്റ് ഫെയ്ത്ത് അലോൺ ഇൻസഫിഷ്യന്റ്. അപ്പം അവനോട് നമുക്ക് പറയാം, ഫെയ്ത്ത് അലോൺ ഈസ് ഇൻസഫിഷ്യന്റ്. അതായത് വിശ്വാസം കൊണ്ട് മാത്രം കാര്യമില്ല, പ്രവൃത്തി. ടു ബി വൈറ്റൽ എന്ന് പറഞ്ഞാൽ വൈറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലൈഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള, ജീവിതത്തിൽ നൽകാനുള്ള ഫെയ്ത്ത് മസ്റ്റ് ബി അക്കമ്പനീഡ് ബൈ സെൽഫ് സാക്രിഫൈസ്. ആൻഡ് നമ്മള് സെൽഫ് സാക്രിഫൈസ് ആയിരിക്കണം, അൺസെൽഫിഷ് ആയിരിക്കണം. നമ്മള് സ്വാർത്ഥതയില്ലാതെ കൺസ്ട്രക്റ്റീവ് ആക്ഷൻ, കൃത്യമായിട്ടുള്ള ഒരു നല്ല ആക്ഷൻ ഉണ്ട്. അയാളുടെ ദൃഢവിശ്വാസങ്ങൾ എങ്ങനെ ഫലപ്രദമാണ്, അയാളുടെ എങ്ങനെ എത്ര നല്ലതിലായിരുന്നു അയാൾക്ക് അറിയാൻ താല്പര്യം. വിശ്വാസം മാത്രം പോരാ എന്ന സത്യത്തിന് അയാളൊരു ഉദാഹരണമായിരിക്കും. ഏറ്റവും പ്രധാനമായിട്ടുള്ള വിശ്വാസത്തിന്റെ കൂടെ സ്വയം പരിത്യാഗവും നിസ്വാർത്ഥതയും സർഗാത്മക പ്രവൃത്തികൾ ഒരുമിച്ച് പോകണമെന്നതാണ്. നിങ്ങൾ മതത്തെക്കുറിച്ച് ശിക്ഷണം നൽകാനല്ല അവിടെ എത്തിയിരിക്കുന്ന അയാൾ മനസ്സിലാക്കണം. അപ്പൊ എന്താണ്? ലെറ്റ് ഹിം സീ ദാറ്റ് യു ആർ നോട്ട് ദെയർ ഇൻ ഇൻസ്ട്രക്ട് ഹിം ഇൻ എ റിലീജിയൻ. മതത്തെക്കുറിച്ച് പറയാനായിട്ടില്ല നമ്മുടെ പറഞ്ഞു. അഡ്മിറ്റ് ദാറ്റ് ഹി പ്രോബബ്ലി നോസ് മോർ അബൌട്ട് ഇറ്റ് ദാൻ യു ഡു. അതായത് അവന് നമ്മളെക്കാളും കൂടുതൽ മതത്തെക്കുറിച്ച് അറിയാമെന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. ബട്ട് കോൾ ടു ഹിസ് അറ്റൻഷൻ ദ ഫാക്ട് ദാറ്റ് ഹൗവർ ഡീപ് ഹിസ് ഫെയ്ത്ത് ആൻഡ് നോളജ്. അവന്റെ വിശ്വാസത്തെയും നിങ്ങൾക്കറിയാവുന്നതിന്റെ കൂടുതൽ അവന് അതിനെക്കുറിച്ച് അറിയാമെന്ന് സമ്മതിക്കുക. പക്ഷെ അതേ സമയത്തിന് അയാളുടെ വിശ്വാസവും അറിവും അത്ര തന്നെ അഗാധമാണ് എന്നിരുന്നാലും അത് പ്രയോഗത്തിൽ വരുത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല എന്ന കാര്യത്തിലേക്കും, അങ്ങനെ ആയിരുന്നെങ്കിൽ അയാൾ കുടിക്കുമായിരുന്നില്ല എന്ന വസ്തുതയിലേക്കും അയാളുടെ ശ്രദ്ധ തിരിക്കുക. അയാൾക്ക് വളരെയേറെ അറിയാവുന്ന നടപടിക്രമങ്ങൾ പ്രവൃത്തിപഥത്തിൽ വരുത്തുന്നതിൽ അയാൾ പരാജയപ്പെട്ടത് എങ്ങനെയാണെന്ന് കണ്ടെത്തുവാൻ നിങ്ങളുടെ കഥ ഒരുപക്ഷെ അയാളെ സഹായിച്ചേക്കും. എന്തെങ്കിലും പ്രത്യേക വിശ്വാസത്തെയോ വിഭാഗത്തെയോ ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നതിന് മിക്കവാറും എല്ലാ വിഭാഗങ്ങൾക്കും ബാധകമായ ചില പൊതു തത്വങ്ങളെ കുറിച്ച് മാത്രമേ ഞങ്ങൾ പ്രതിപാദിക്കുന്നുള്ളൂ. അപ്പൊ അവിടുത്തെ ഏറ്റവും മെയിൻ കാര്യം ലെറ്റ് ഹിം സീ ദാറ്റ് യു ആർ നോട്ട് ദെയർ ഇൻ ഇൻസ്ട്രക്ഷൻ. ഒരു മതത്തെ കുറിച്ച് പറയാനല്ല അവിടെ വന്നിരിക്കുന്നത് എന്ന് പറയണം. പിന്നെ admit that probably knows more about than you do. നമ്മളെക്കാൾ കൂടുതൽ അറിവ് അവനുണ്ട്. He could not have applied for it not work. നിങ്ങൾക്ക് അത് അവൻ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവൻ കുടിക്കുമായിരുന്നില്ല. Perhaps your story will help him see where he was failed to practice the perspective he knows as well. അവനും അറിയാവുന്ന ഈ കാര്യങ്ങൾ എവിടെയാണ് അവൻ പരാജയപ്പെട്ടത്, എന്തുകൊണ്ടാണ് ജീവിതത്തിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് അത് പരാജയപ്പെട്ടതെന്ന് അവന് മനസ്സിലാക്കുന്നത്. We represent നോ പർട്ടിക്കുലർ ഫെയ്ത്ത് ഓർ ഡിനോമിനേഷൻ. ഏതെങ്കിലും വിശ്വാസത്തെയോ വിഭാഗത്തെയോ നമ്മൾ പ്രതികരിക്കുന്നില്ല. വി ആർ ഡീലിംഗ് ഓൺലി വിത്ത് ജനറൽ പ്രിൻസിപ്പിൾ കോമൺ ഓൺ മോസ്റ്റ് ഡിനോമിനേഷൻസ്. നിങ്ങളുടെ മാനസികമായ ചിന്താവസ്ഥകൾ അയാളുടെ അല്ല, അവരല്ല, മിക്കവാറും എല്ലാ വിഭാഗങ്ങൾക്കും ബാധകമായ ചില പൊതു തത്വങ്ങളെ കുറിച്ച് മാത്രമാണ് ഞങ്ങൾ പ്രതിപാദിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ആഴ്ചത്തെ ഇത് നിർത്താം. ബാക്കി അടുത്ത ആഴ്ച കാണാം. താങ്ക് യു. കേട്ടിരുന്ന എല്ലാവർക്കും